നിങ്ങളുടെ സ്പേസിൽ പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും പുതിയ നിങ്ങളെയും നിങ്ങൾ വെൽക്കം ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി ഇന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. നിങ്ങൾ സോൾ ലെവലിൽ പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്ഷനിലേക്ക് തിരിച്ചെത്താനായിട്ടുള്ള കണ്ണാടി ഫിക്സിംഗ് ആണ് ഡെസ്റ്റിനി എക്സ്. ഇന്നത്തെ ഷെയർ ചെയ്യുന്ന ഈ കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാം. നിങ്ങൾ അലൗ ചെയ്യുവാണെങ്കിൽ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ കാര്യങ്ങൾ കേൾക്കും. പക്ഷെ ആ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ഒരു മൂക്കിലൂടെ കളയുവാണ്. നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുവാണ് നമുക്ക് ഒരുപാട് അറിവുണ്ടെന്ന്. നമ്മൾ വിചാരിക്കുവാണ് നമ്മുടെ നോളജ് കംപ്ലീറ്റ് ആണെന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കങ്ങനെ അഹങ്കാരമൊന്നുമില്ല, ഞാൻ ഭയങ്കര എളിമയുള്ള ആളാണ്. എളിമയുള്ള ആൾക്കാർ ആരാ ഉള്ളത് ഇവിടെ? ഹ്യൂമിലിറ്റി എന്ന് ചാറ്റിട്ട് എളിമയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ട്രിക്ക് ചെയ്യുവാണ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതിൽ നിന്ന്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ ട്രാപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ പറയുന്ന ഈ കോൺവെർസേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് കിട്ടുവാണ്. ഓക്കെ, അപ്പോൾ ആ ഓപ്പണിംഗ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന സ്റ്റോറി അല്ല നാളത്തെ നിങ്ങളുടെ സ്റ്റോറി, അതല്ല നാളെ കഴിഞ്ഞത് നിങ്ങളുടെ സ്റ്റോറി, അടുത്ത മാസത്തെ സ്റ്റോറി, അടുത്ത വർഷത്തെ സ്റ്റോറി. അപ്പോൾ ആ സ്റ്റോറി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു കപ്പാണെന്ന് വിചാരിക്കുവാണെങ്കിൽ, അല്ലെ ഒരു കുടമാണെന്ന് വിചാരിക്കുവാണെങ്കിൽ, ആ കുടത്തിനകത്ത് മുഴുവൻ നിറഞ്ഞ് ഈ പറഞ്ഞ കുറേ ചിന്തകളും കുറേ കൺഫ്യൂഷൻസും കുറേ ഫ്രസ്ട്രേഷനും ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും വർക്കായില്ല, ഇനി എന്ന് വർക്കാകും എന്നുള്ള ചിന്തകളും ആണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എംഡി ചെയ്യണം. അപ്പം നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ വളരെ ഡീപ്പായിട്ടുള്ള അറിവുകൾ എല്ലാം എടുക്കുക. ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ആകുക, നിങ്ങളുടെ കുടം എടുക്കുക, നേരെ ഒന്ന് തിരിച്ച് പിടിക്കുക. അന്നേരം ആ കുടത്തിനകത്തുനിന്ന് ഈ പറഞ്ഞതിൽ അൺനെസസറി ആയിട്ടുള്ള ഇമോഷൻസ്, അൺനെസസറി ആയിട്ടുള്ള ചിന്തകൾ, വലുതാന്നുള്ള ചിന്തയും ചെറുതാന്നുള്ള ചിന്തയും, നിങ്ങൾക്ക് അറിവുണ്ടെന്നുള്ള ചിന്തയും അജ്ഞത ഉണ്ടെന്നുള്ള ചിന്തയും, നിങ്ങൾക്ക് അഹങ്കാരമാണെങ്കിലും ഓവർ എളിമയാണെങ്കിലും എല്ലാം ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് എംഡി ചെയ്യുക ഒരു മൊമെന്റിലേക്ക്. ആ മൊമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുക. എം ഡി ചെയ്യാൻ റെഡി ഉള്ളവർ എം ടി ചാറ്റിലിട്ടെ, അല്ല കമന്റിലിട്ടെ MD. ഓക്കെ ഓക്കെ, എക്സലന്റ്. അപ്പം നിങ്ങൾ അങ്ങനെ MD ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കുട്ടിയാവുകയാണ്, ഒരു മൊമെന്റിലേക്ക് ഒരു കുട്ടിയാവുകയാണ്. കുട്ടികൾ ഇങ്ങനെയാണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പഠിക്കുന്നത്? കാരണം അവരുടെ മൈൻഡ് MD ആണ്. അവരെ സംബന്ധിച്ചോളം ഒരു സ്പഞ്ച് പോലെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ രീതിയിൽ ഒരു വെള്ളം ഇങ്ങനെ വരുവാണെങ്കിൽ അത് മുഴുവൻ അങ്ങ് അബ്സോർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മുഴുവൻ കോൺവെർസേഷനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി, നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ അബ്സോർബ് ചെയ്തെടുക്കണം, മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രോസസ്സ് ചെയ്ത് ഇത് ആക്യുറേറ്റ് ആയിട്ടാണോ, ഇതിനകത്ത് ഡേറ്റയിൽ ഇഷ്യൂ ഉണ്ടോ, റിസർച്ച് ചെയ്യോ, എല്ലാം ചെയ്തോ. ഇപ്പം നിങ്ങൾ ക്യൂരിയസ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫുൾ 100% അബ്സോർബ് ചെയ്ത് ക്യൂരിയസ് ആയിട്ടിരിക്കാൻ റെഡിയുള്ള ആൾക്കാരെ 100% ചാറ്റിലിട്ടെ. 100% അബ്സോർവ് ചെയ്ത് ക്യൂരിയസ് ആയിട്ടിരിക്കാൻ റെഡിയുള്ള, കാരണം അവർക്കാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് മറ്റൊരു പ്രസംഗമാണ്, മറ്റൊരു അധിക പ്രസംഗമാണ്. അധിക പ്രസംഗം കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞ കോൺവെർസേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയേക്കുന്നത്? കാരണം നമ്മളറിയാതെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ജീവിത ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും മഹാത്മാഗാന്ധിക്ക് ജീവചരിത്രമുണ്ട്, ജവഹർലാൽ നെഹ്റു ജീവചരിത്രമുണ്ട്, പിണറായി വിജയന് ജീവചരിത്രമുണ്ട്. നമുക്ക് ജീവചരിത്രമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ട് ജീവചരിത്രം. ബേസിക്കലി ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട് സൈക്കോളജിയിൽ. അതായത് നമ്മൾ ഏർലി സ്റ്റേജസ് ഓഫ് ചൈൽഡ്ഹുഡിൽ ആദ്യ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിത ടൈം ലൈനിനെ കുറിച്ചൊരു ഓർമ്മയില്ല. ജീവിതം ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നൊരു അർത്ഥമില്ല. ഇപ്പം നിങ്ങൾക്കൊരു അർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനൊരു ടൈം ലൈൻ ഉണ്ട്. ഈ ടൈം ലൈനിൽ നിങ്ങളൊരു സ്റ്റോറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറി നിങ്ങളെ സബ് കോൺഷ്യസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്തൊക്കെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, എന്തൊക്കെ ബുക്കുകളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കുടം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ട്രൂലി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ടും എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ കുടത്തിനകത്തോട്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ സ്റ്റോറി കിടക്കുന്ന ഈ കുടത്തിനകത്തോട്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ ഇട്ട് കൊടുക്കുന്ന സ്റ്റോറി ഞാൻ കേട്ടിട്ടുള്ള ഇതൊന്നും എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ ഈ കോൺവെർസേഷൻ കേൾക്കേണ്ടത്. അപ്പം ഞാൻ 2 ചെറുപ്പക്കാരുടെ കഥയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഈ കഥ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 2 ചെറുപ്പക്കാർ, ഓക്കെ, 2 പേരുടെയും പേര് സ്റ്റീവ് എന്നാണ്. ഒരാൾക്ക് 12-13 വയസ്സ്, ഒരാൾക്ക് 15-16 വയസ്സ്. ഈ ചെറുപ്രായത്തിൽ അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഈ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രായം കുറഞ്ഞ 12-13 വയസ്സുള്ള ഒരു സ്റ്റീവിന് തോന്നി ഈ മറ്റേവൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അങ്ങനെ പുള്ളി പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഫിക്സ് ചെയ്യാനായിട്ട് ഈ മറ്റേ സ്റ്റീവിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ സ്റ്റീവ് എന്ത് ചെയ്തു, ആ കമ്പ്യൂട്ടറിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞു. ഇയാൾ കുറേ പൈസ മേടിച്ചു. അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഈ സ്റ്റീവിന് കൊടുത്തു. ഓക്കെ, അപ്പം കൊള്ളാല പരിപാടി. എനിക്ക് ഭയങ്കര ബുദ്ധിയൊന്നുമില്ല, പക്ഷെ മറ്റവന് ഭയങ്കര ബുദ്ധിയാണ്. ആ ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ, എഫക്റ്റീവ്ലി ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല കുട്ടികളാണ്, ക്യൂരിയോസിറ്റിയാണ്. ഈ സ്റ്റീവ് ബേസിക്കലി ഇപ്പം ഒരു അച്ഛൻ ഉപേക്ഷിച്ച് പോയിട്ടുള്ളൊരു സ്റ്റീവാണ്. അച്ഛനെ കുറിച്ചൊന്നും വലിയ ഓർമ്മകളൊന്നുമില്ല, ആരോ എടുത്ത് വളർത്തിയതാണ് ഈ സ്റ്റീവ്. മറ്റേ സ്റ്റീവിൻ്റെ കാര്യം എനിക്ക് അറിയത്തുമില്ല. അപ്പം എന്താണല്ലോ, അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ പോയി 2 പേരോട് കൂടി നമ്മൾ കുറേ കാര്യങ്ങൾ ടെക്നോളജിയൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഇതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, മറ്റത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്ത് അവർക്കൊരു കാര്യം കണ്ടുപിടിച്ചു. അവരെ സംബന്ധിച്ചോളം ഈ ഒരു പുസ്തകത്തിൽ എസ്ക്വയർ മാഗസിൻ എന്ന് പറഞ്ഞൊരു മാഗസിന് ഇവർ 2 പേരോട് വായിക്കുമ്പോൾ ആ മാഗസിനകത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്. അതായത് AT&T എന്ന് പറഞ്ഞേക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നമ്മുടെ ഗ്രഹാം ബെൽ തുടങ്ങിയ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയാണ്. അപ്പോൾ AT&T അമേരിക്കൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി എന്ന് പറയും. അപ്പോൾ അമേരിക്കയിലാണ് ഈ സ്റ്റോറി. അപ്പോൾ ഇവർ 2 പേരോട് പറഞ്ഞു ഈ സ്റ്റാൻഫോർഡ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ലൈബ്രറിയിൽ ഒരു ബുക്കുണ്ട്, എങ്ങനെ AT&Tയുടെ ഫോണിനെ ഹാക്ക് ചെയ്തിട്ട് അവിടെ നമ്മളൊരു ചെറിയ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് ഇൻ്റർനാഷണൽ കോളുകൾ വിളിക്കാം. അന്ന് ഇൻ്റർനാഷണൽ കോളിന് ഭയങ്കര പൈസയാണ്. നിങ്ങൾക്ക് കുറച്ച് ഒരു 30 മുകളിലുള്ള ആൾക്കാർക്ക് അറിയാം. ഇവിടെ 30 മുകളിലുള്ള ആൾക്കാർ ആരും തന്നെ ഇല്ല, പക്ഷെ 30 മുകളിലുള്ള ആൾക്കാരുണ്ടായിരുന്നെ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്ത് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഇൻ്റർനാഷണൽ കോൾ വിളിക്കണം. അതിന് 10 രൂപ 20 രൂപ 30 രൂപയൊക്കെയാണ് ഒരു മിനിറ്റിന്, അതിൽ കൂടുതലൊക്കെയാണ് ചിലപ്പോൾ. സെക്കൻഡുകൾക്കുള്ള പൈസ പോവാണ്. അങ്ങനെ ഈ 2 സ്റ്റീവുമാരോട് ചേർന്ന് 2 പേരോട് കൂടി അവർ സ്റ്റാൻഫോർഡ് ലൈബ്രറിയിൽ ഒരു മൂലയിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു സെക്ഷനിൽ പോയി AT&Tയുടെ മാനുവൽ കണ്ടുപിടിച്ചിട്ട് ഈ 2 പേരോട് കൂടിയിട്ട് ആ മാനുവൽ അരച്ച് കലക്കി കുടിച്ചു. അന്നേരം അവർക്ക് മനസ്സിലായി ഇത് ശരിയാണ് കേട്ടോ, ഇത് ശരിക്കും നടക്കും. അങ്ങനെ അവരെന്താണെന്ന് വെച്ചാൽ അവരൊരു ഫോൺ എടുത്തിട്ട്, നിങ്ങൾ പണ്ട് ഫോണുകൾ വിളിക്കുമ്പോൾ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് കോള് പോകുമ്പോൾ ഇങ്ങനൊരു സൗണ്ട് കേൾക്കും, എന്ന് പറഞ്ഞ് ബിഹൈൻഡ് ദ സീനിലൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് ഇവർ ഉണ്ടാക്കി ഒരു മെഷീൻ, ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞ മെഷീൻ വെച്ച് ഉണ്ടാക്കി. ഇവർ 2 പേരുടെ ഈ മെഷീൻ ഉണ്ടാക്കിയിട്ട് ഇവർ വിളി ഇൻ്റർനാഷണൽ വിളിക്കുവാണ്. അവർ ബൂത്തിൽ അല്ലെങ്കിൽ ചെറിയ കോൾ സ്ഥലങ്ങളിൽ പോയി ഇവർ ഈ സൗണ്ട് കേൾപ്പിച്ചിട്ട് ലോകത്തെല്ലായിടത്തും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ച് ഇവർ റോമിലോട്ട് പോപ്പിനെയാണ് വിളിക്കുന്നത്. ആദ്യം ഒരു മെത്രാൻ എടുത്തു. ഓക്കെ, പാത്രം കഴുകുന്ന എന്നാന്ന് ചെയ്യുന്ന മെത്രാനാണ്. ഓക്കെ, അപ്പോൾ മെത്രാൻ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ആർച്ച് ബിഷപ്പിന് കൊടുക്കാമെന്ന് പറഞ്ഞു, വളഞ്ഞ ബിഷപ്പിന് കൊടുക്കാം. അപ്പോൾ വളഞ്ഞ ബിഷപ്പിന് കൊടുത്തപ്പം പുള്ളി പറഞ്ഞു മറ്റേ ആൾക്ക് കാർഡിനലിന് കൊടുക്കാം. അപ്പോൾ കാർഡിനലിന് കൊടുത്തു. കാർഡിനൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി പോപ്പിനെ വിളിച്ച് ഏൽപ്പിക്കുവാണ്. ആരാന്ന് പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത്? ഹെൻറി കിസ്സിഞ്ചർ എന്ന് പറഞ്ഞ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടാണ് വിളിക്കുന്നത് 2 സ്റ്റീവുമാരുടെ. അപ്പം എന്താണ്, പോപ്പ് എഴുന്നേറ്റ് പയ്യെ ഉറക്കമൊക്കെ കളഞ്ഞ് കണ്ണിപ്പീളയൊക്കെ തൂത്ത് ഈ പറഞ്ഞ പോലെ വന്ന് സംസാരിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് എത്തുമ്പോഴത്തേന് ഇവർ 2 പേരോട് പൊട്ടിച്ചിരിച്ചു. ഇവർക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവർക്ക് പോപ്പിനോട് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ കാര്യം ഇവരുടെ ജീവിതത്തെ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചു. ആ സ്റ്റീവുകൾ അന്ന് റിയലൈസ് ചെയ്തു. എന്തായിരിക്കും റിയലൈസ് ചെയ്തേ? നിങ്ങൾ ചാറ്റിട്ടെ, എന്തായിരിക്കും നിങ്ങൾ റിയലൈസ് ചെയ്തേ?
ആ സ്റ്റീവ് എന്തായിരിക്കും റിയലൈസ് ചെയ്തിട്ടുണ്ടാകുക? AT&T എന്ന് പറഞ്ഞ ഒരു $1 ബില്യൺ കമ്പനിയാണ്. വലിയൊരു കമ്പനി, വലിയൊരു കമ്പനീനെ ഈ ഒരു ബോക്സ്, ഈ ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് വെച്ചിട്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ചെറിയ ഒരു ബ്ലൂ ബോക്സ് വെച്ചിട്ട്, ചെറിയൊരു ബോക്സ് വെച്ചിട്ട് അവർക്ക് ഒരു $1 ബില്യൺ കമ്പനിനെ കൺട്രോൾ ചെയ്യാം. അത് അവരുടെ ബ്രെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളഞ്ഞു. അവർ പറഞ്ഞു ആ ബ്ലൂ ബോക്സ്, ഹീ ക്യാൻ കോൺക്വർ ദ വേൾഡ് എന്നൊക്കെ അവർ എഴുതി വെച്ചു ആ ബ്ലൂ ബോക്സിൻ്റെ അടിയിൽ. ഈ 2 പിള്ളേരോട് കൂടി പിന്നെ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഏതാണെന്ന് ഞാൻ പറയാം. ഇയാളുടെ പേരാണ് സ്റ്റീവ് വോസ്നിയാക്ക്, മറ്റേ ആളുടെ പേരാണ് സ്റ്റീവ് ജോബ്സ്. അപ്പോൾ ഇവർ 2 പേരൂടെ ഈ കമ്പനി പോയി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയുടെ പേരാണ് ഫ്രൂട്ട് കമ്പനി അഥവാ ആപ്പിൾ. അപ്പം ആപ്പിളിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റീവ് ജോബ്സ് ചോദിക്കുമ്പോൾ സ്റ്റീവ് ജോബ്സ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്ലൂ ബോക്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആപ്പിൾ ഉണ്ടാകുമല്ലായിരുന്നു. ബ്ലൂ ബോക്സ് ഇല്ലായിരുന്നെങ്കിൽ ആപ്പിൾ ഉണ്ടാകില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ബ്ലൂ ബോക്സ് ഇല്ലായിരുന്നെങ്കിൽ ആപ്പിൾ ഉണ്ടാകില്ലെന്ന് സ്റ്റീവ് ജോബ്സ് പറയാൻ കാര്യം? ചാടിട്ടെ ഓക്കെ, എന്തുകൊണ്ടാണ് ബ്ലൂ ബോക്സ് ഇല്ലായിരുന്നെങ്കിൽ ആപ്പിൾ ഉണ്ടായി? കാരണം സ്റ്റീവ് ജോബ്സ് പറഞ്ഞ അതാണ് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തത്. അപ്പോൾ ബ്ലൂ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മെറ്റഫറാണ്, ഒരു ഉപമയാണ്, ഒരു സ്റ്റോറിയാണ്. കമൻറ്റിലിട്ടെ, സ്റ്റോറിയാണ്. അവരുടെ ഇന്നർ സബ് കോൺഷ്യസിനെ ചേഞ്ച് ചെയ്തൊരു സ്റ്റോറി. അതായത് മനുഷ്യനെ സംബന്ധിച്ചോളം, മനുഷ്യൻ 4 മിനിറ്റ് മൈലിൻ്റെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഹ്യൂമൻ ഹാർട്ടിന് 4 മിനിറ്റിൽ 1 മൈൽ റൺ ചെയ്യാൻ പറ്റുകയില്ല എന്നായിരുന്നു ലോകം വിശ്വസിച്ചിരുന്നത്, റോജർ ബാനിസ്റ്റർ വരുന്നവരെ. റോജർ ബാനിസ്റ്റർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഈ 4 മിനിറ്റിനെ 1 മിനിറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. പുള്ളിക്കാരന് ഷൂസ് ഉണ്ടാക്കി. എങ്ങനെയുള്ള ഷൂസ് ഉണ്ടാക്കി? ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകില്ല. റോജർ ബാനിസ്റ്ററെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ പുള്ളിക്കാരൻ ഷൂസ് ഉണ്ടാക്കി, വെയിറ്റ് കുറഞ്ഞ ഷൂസ് ഉണ്ടാക്കി, എയറോഡൈനാമിക് ആയിട്ടുള്ള ഷൂസ് ഉണ്ടാക്കി. പുള്ളിക്കാരന് അതിനെ ക്യാപ്ചർ ചെയ്ത് നോക്കി. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? ടെസ്റ്റ് ചെയ്ത് നോക്കി. 1 മിനിറ്റ് കൊണ്ട് 1/4 മൈൽ റൺ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വേറൊരു മിനിറ്റ് കൊണ്ട് 1/4 റൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ ബ്രേക്ക് എടുത്തിട്ട് വേറൊരു മിനിറ്റ് കൊണ്ട് റൺ ചെയ്യാൻ പറ്റുമോ? പിന്നെ വേറൊരു മിനിറ്റ് കൊണ്ട് റൺ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ആദ്യം പുള്ളി റൺ ചെയ്തു. ആദ്യം അത് തന്നെ പാടായിരുന്നു. ഇവൻച്വലി അവിടെ എത്തി. അത് കഴിഞ്ഞ് പുള്ളി 2 മിനിറ്റ് എടുത്തു ബ്രേക്ക് എടുത്തിട്ട്. എന്നിട്ട് പുള്ളി ബ്രേക്ക് എലിമിനേറ്റ് ചെയ്തു. പുള്ളിക്കാരന് ഒരു ബിലീഫിനെ, ഒരു സ്റ്റോറീനെ ബ്രേക്ക് ത്രൂ ചെയ്യുമായിരുന്നു. അത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം 1800 മുകളിൽ ആൾക്കാർ 4 മിനിറ്റ് മൈൽ റൺ ചെയ്തവരുണ്ട്. അപ്പോൾ റോജർ ബാനിസ്റ്റർ പെട്ടെന്ന് അങ്ങ് വന്നു കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എല്ലാവരും കൂടെ ഓട്ടക്കാരായി മാറിയതല്ല. ആ സ്റ്റോറീനെ ബ്രേക്ക് ത്രൂ ചെയ്താണ് സംഭവിച്ചത്. ഇത് നിങ്ങൾക്ക് ഞാൻ പല ഡയമെൻഷനും കാണിച്ചു തരാം. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് ഡിഗ്രി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വീണ്ടും 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 വേറെ ആൾക്കാർ ഡിഗ്രി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ വീണ്ടും 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 ആൾക്കാർ എഞ്ചിനീയർ ആകുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഒരു പൊളിറ്റീഷ്യൻ ഫേമസ് ആയി കഴിഞ്ഞാൽ വേറൊരു പൊളിറ്റീഷ്യൻ, ചിലപ്പോൾ കംപ്ലീറ്റ്ലി വേറൊരു പാർട്ടിയിൽ വേറൊരു പൊളിറ്റീഷ്യൻ ഫേമസ് ആകുന്നത് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം ഹ്യൂമൻസിന് അറിയാതെ ഹ്യൂമൻസിൽ ഇൻറ്റേർണലി നമ്മളറിയാതെ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന സ്റ്റോറികളുണ്ട്. സ്റ്റീവിനെ സംബന്ധിച്ചോളം, വോസ്നിയാക്കിനെ സംബന്ധിച്ചോളം, സ്റ്റീവ് ജോബ്സിനെ സംബന്ധിച്ചോളം ലിമിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയുണ്ട്. അവരിന്ന് ജീനിയസ് ആയിട്ട് അറിയപ്പെടുന്നു, 2 പേരും. സ്റ്റീവ് വോസ്നിയാക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സ്റ്റീവ് ജോബ്സ് കുറെ കാലം മുമ്പ് മരിച്ചുപോയി. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ജീനിയസ് ആയത്? അവരുടെ ജീനിയസിലേക്ക് അവർ ടാപ്പിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പണിങ് കിട്ടി. ആ ഓപ്പണിങ് കിട്ടിയത് എന്തുകൊണ്ടാണ്? ആ ഓപ്പണിങ് കിട്ടിയത് ഈ സ്റ്റോറി മാറിയപ്പോഴാണ്. നിങ്ങളുടെ സ്റ്റോറി മാറണോ? നിങ്ങൾക്കൊരു പുതിയ സ്റ്റോറി എടുക്കണോ? വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറി എന്ന് ചാറ്റിട്ടെ, ന്യൂ സ്റ്റോറി എന്ന് ചാറ്റിട്ടെ. കാരണം പുതിയ സ്റ്റോറി എടുത്താൽ നാളെ നിങ്ങൾ ബിൽഗേറ്റ്സ് ആയി മാറുമോ, സ്റ്റീവ് ജോബ്സ് ആയി മാറുമോ, ഇലൻ മസ്ക് ആയി മാറുമോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങൾക്ക് മാറാം. നിങ്ങളുടെ ഹയസ്റ്റ് വേർഷനായിട്ട് മാറാം. ഞാൻ എപ്പോഴും പറയാറുള്ള, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഇൻറ്റേർണൽ സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റോറി. ആ സ്റ്റോറി ഞാൻ പറയട്ടെ. ഗോഡ്സ് പ്ലാൻ ഫോർ യു is something beyond your wildest dreams.
ഗോഡ്സ് പ്ലാൻ ഫോർ യു ഇസ് സംതിങ് ബിയോണ്ട് യുവർ വൈൽഡസ്റ്റ് ഡ്രീംസ്. നിങ്ങൾ കാണുന്ന മാക്സിമം ആയിട്ടുള്ള സ്വപ്നമില്ലേ, മാക്സിമം ആയിട്ടുള്ള സ്വപ്നം, ആ സ്വപ്നത്തിൻ്റെ 10 മടങ്ങാണ് നിങ്ങളുടെ ക്രിയേറ്റർ, യൂണിവേഴ്സ്, ജീസസ്, അള്ളാഹ്, കൃഷ്ണൻ, ബുദ്ധൻ നിങ്ങൾക്ക് വേണ്ടി കാണുന്ന സ്വപ്നം. ഗോഡ്സ് പ്ലാൻ ഫോർ മീ, ഗോഡ്സ് ഡ്രീം ഫോർ മീ ഈസ് ഫാർ ബിയോണ്ട് യു വൈൽഡസ്റ്റ് ഡ്രീംസ്. നിങ്ങളുടെ ഏറ്റവും വൈൽഡസ്റ്റ് ആയ ഡ്രീമിനേക്കാളും വലുതാണ്. പക്ഷേ നമ്മളാണ് അവിടെ എത്താത്തത്. നമ്മളൊരു സ്റ്റോറിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർക്ക് ലക്കിയായി പോയി ഒരു ലെവലിൽ ചെറുപ്പത്തിൽ തന്നെ ഈ സ്റ്റോറി മാറ്റാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ചെറുപ്പമാകാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങളൊരു സ്പഞ്ചായിട്ട് ഇത് അബ്സോർവ് ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കുടം മറിച്ചു വെക്കാൻ റെഡിയാണെങ്കിൽ, മറിച്ചു വെച്ചാൽ മാത്രം പോരാ, എന്നിട്ട് തിരിച്ച് തുറന്നു വെക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ സ്പേസിൽ പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും പുതിയ നിങ്ങളെയും നിങ്ങൾ വെൽക്കം ചെയ്യാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റോറി ഇന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ചേഞ്ച് എന്ന് ചാറ്റിലിട്ടെ, ചേഞ്ച് എന്ന് കമൻറ്റിലിട്ടെ. ഓക്കെ. അപ്പോൾ അത് പറയുമ്പോൾ അയ്യോ, ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങളല്ലേ ഈ പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞേ. സാധാരണക്കാരാണ് ഇവരെല്ലാവരും. അപ്പം ഇവരെ പോലെ എനിക്കാകാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ ഡ്രൈവ് അനുസരിച്ചാണ്. ഓക്കെ. നിങ്ങൾക്ക് ഇന്ന് ഉള്ള ബെനിഫിറ്റ് എന്താണ്? ഒരു മലയാളി എന്ന രീതിയിൽ, മലയാളത്തിൽ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് മലയാളം എന്ന രീതിയിൽ, നമ്മളെ എല്ലാ ആൾക്കാരിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് ഉണ്ട്. നിങ്ങളിൽ ഓരോ ആൾക്കാരിലും നിങ്ങളിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സ്പേസിൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ അത് പുറത്തോട്ട് വരാനായിട്ട് അലൗവ് ചെയ്യാത്തത് നിങ്ങളുടെ അലൈൻമെൻറ്റിൻ്റെ കുറവാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും കോൺവെർസേഷൻസ് വേറെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹാർട്ടും നിങ്ങളുടെ ബ്രെയിനും തമ്മിൽ അലൈൻമെൻറ്റിലാകുവാണെങ്കിൽ, നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ സോളും തമ്മിൽ അലൈൻമെൻറ്റിലാകുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീനിയസ് പുറത്തു വരും. അല്ലാതെ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേക ഇതായിട്ടുള്ള വന്നവരല്ല. ചില ആൾക്കാർ കുറച്ച് ബുദ്ധി കൂടുതൽ, ഐക്യു കൂടുതലുള്ളവരുണ്ടാകാം. ഓക്കെ. പക്ഷേ നിങ്ങൾ ലോകത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഐക്യ കൂടിയ ആൾക്കാരുണ്ട്, ജീവിതത്തിൽ ഒന്നും ആകാത്ത ആൾക്കാർ. നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞേ, കാഞ്ഞ ബുദ്ധിയാണ്, പക്ഷെ ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഒരാളെങ്കിലും അറിയാവുന്ന ആൾക്കാർ, നിങ്ങളല്ല വേറൊരാളെ അറിയാവുന്ന ഒരാൾക്കാർ അയിനോന്ന് ചാലിട്ടെ. ഒരാളെ നിങ്ങൾക്ക് അറിയത്തില്ലേ? എക്സാക്ട്ലി, ചാലിട്ടെ, അയിനോന്ന് ചാലിട്ടെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ബുദ്ധിയുള്ള സ്പീഷീസുകൾ ലോകത്തുണ്ട്. പക്ഷെ ഒരു ഐൻസ്റ്റൈനും ഒരു ഡാവിഞ്ചിയും ഒരു ഒക്കെയാണ്, ഒരു രാമാനുജനും ഒക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ അറിയപ്പെടുന്നുള്ളൂ. ഓക്കെ. ബുദ്ധിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ബുദ്ധിയല്ല, നിങ്ങൾക്ക് ആവറേജ് ബുദ്ധിയുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ എബോ ആവറേജ് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു പക്ഷേ 2 3 പ്രാവശ്യമോ അല്ല 5 10 പ്രാവശ്യം കേട്ടിട്ടാണെങ്കിലും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏത് ലെവലിൽ വളരാനുള്ള ബുദ്ധിയുണ്ട്. പിന്നെ നിങ്ങളുടെ ജോലി ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചല്ല ഈ കോൺവെർസേഷൻ നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് വളരെ ക്യൂരിയസ് ആയിട്ട്, എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 7 ലെയറിലാണ് നിങ്ങളുടെ ഹ്യൂമൻ മൈൻഡിനെ കട്ട് ചെയ്ത്, ഇപ്പോൾ മത്തങ്ങ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ മത്തങ്ങയുടെ നടുക്ക് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ക്രോസ് സെക്ഷൻ നോക്കുവാണ്. മത്തങ്ങ ഇങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു മഞ്ഞ കളർ കാണും, ഇടയ്ക്ക് കുറേ കുരു കാണും, ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പും കാണും, അല്ലേ? ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നോക്കുവാണെങ്കിൽ, ആ മനസ്സിനകത്ത് ഞാനിപ്പോൾ കാണുന്നതനുസരിച്ച് നാളെ ഇത് മാറിയേക്കാം. ഞാൻ കാണുന്ന എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള സൈക്കോളജി അനുസരിച്ച് നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് സൈക്കോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. സൈക്കോം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ക്രോസ് സെക്ഷനാണ്, നിങ്ങളുടെ മൈൻഡിൻ്റെ ക്രോസ് സെക്ഷനാണ്, മൈൻഡിനെ കട്ട് ചെയ്തെടുത്താൽ. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് 7 ലെയേഴ്സിലാണ് ഇരിക്കുന്നത്. ഇതിൽ ഒരെണ്ണമാണ് ബ്ലെസ്സിങ് സ്റ്റോറി. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കേഴ്സ് സ്റ്റോറി. ഓക്കെ. പുറകോട്ട് വലിക്കുന്ന സ്റ്റോറിയാണ് കേഴ്സ് സ്റ്റോറി, മുന്നോട്ട് വലിക്കുന്ന സ്റ്റോറിയാണ് ബ്ലെസ്സിങ് സ്റ്റോറി. അപ്പോൾ ഈ കേഴ്സ് സ്റ്റോറീനെ ബ്ലെസ്സിങ് സ്റ്റോറിയാക്കി മാറ്റുവാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കേഴ്സ് സ്റ്റോറി ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്ലെസ്സിങ് സ്റ്റോറിനെ കുറച്ചുകൂടെ വലിയൊരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള സ്റ്റോറിയായി മാറ്റുവാണെങ്കിൽ, അതാണ് സ്റ്റീവ് ജോബ്സിന് ഹാപ്പൻ ചെയ്തത്. അവരുടെ സ്റ്റോറി മാറി. അപ്പോൾ സബ് കോൺഷ്യസ് ആയിട്ടുള്ള മെറ്റഫർ മാറി. 2 പേര് ചെറുക്കന്മാർ,
ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. നിങ്ങൾക്കുള്ള സൈക്കോളജിക്കൽ സെക്യൂരിറ്റി പോലും അവർക്കില്ല. കാരണം നിങ്ങൾക്ക് പേരൻസ് ഉണ്ടായിരുന്നു, മോസ്റ്റ് ആൾക്കാർക്കും. പേരൻസ് എന്തെങ്കിലും ആരെങ്കിലും ഒരു പേരൻ്റെങ്കിലും ഉണ്ട്, മോസ്റ്റ് എല്ലാ ആൾക്കാർക്കും. 2 പേരൻ്റ് മോസ്റ്റ് ആൾക്കാർക്കും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പേരൻറ്റിൻ്റെ സെക്യൂരിറ്റി പോലും ഇല്ല. ചുമ്മാ ഇങ്ങനെ ഗൂഫിയായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കുറച്ച് ബുദ്ധിയുണ്ട്, കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി അവിടോട്ട് മാറുന്നത്. കറക്റ്റ് ടൈമിലായിരുന്നു അന്ന് അമേരിക്കയിൽ. ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ കറക്റ്റ് ടൈമിലാണ്. ഒരുപാട് ആൾക്കാർ അടുത്ത 10 വർഷത്തിനുള്ളിൽ വലിയ ഗ്രോത്തിലേക്ക് എത്താൻ പോവാണ്. മൾട്ടി മില്യനേഴ്സും ബില്യനേഴ്സും ഉണ്ടാകാൻ പോവാണ്. വിമൻ ആയിട്ടുള്ള ആൾക്കാർ, മെൻ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അവിടെ ഒരു കൂടുതലായിട്ടുള്ള വിമൻ മുകളിലോട്ട് വരാൻ പോവാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഈ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പല കോൺവെർസേഷനിലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന ഈ ബ്ലെസ്സിങ് സ്റ്റോറി എന്ന് പറഞ്ഞ തീമിനെ കുറിച്ചാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഫെയർലി അഡ്വാൻസ് ആയിട്ടുള്ള നോൺ അല്ലാത്ത കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന 80+% ഓഫ് കാര്യങ്ങളും നമ്മളുടെ ഓൺ ഇൻവെൻഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് കേൾക്കില്ല. ഇനി നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് കേട്ട ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ സ്പോഞ്ചിലല്ല ഇരിക്കുന്നത്, നിങ്ങൾ ബ്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രിക്കിൽ കുറച്ച് നനവൊക്കെ പറ്റും, അല്ല കല്ലായിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലായിട്ട് വന്നിരുന്നാൽ കല്ലിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. അപ്പം ഞാൻ ഇതിലേക്ക് എല്ലാത്തിലേക്കും ഇറങ്ങുന്നില്ല. ഞാൻ പീരിയോഡിക്കായിട്ട് ഇതിലൂടെ നിങ്ങൾ ഓരോരോ സ്റ്റെപ്പിലൂടെ ഞാൻ ഇറങ്ങും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ലൈൻ, നിങ്ങളുടെ ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറി ടൈം ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ജനിച്ചു, ഓക്കെ, നിങ്ങൾ ജനിച്ചു, ജസ്റ്റ് ജനിച്ചിട്ടേ ഉള്ളൂ, കൈ മാത്രമേ ഉള്ളൂ, ഓക്കെ. അവിടുന്ന് നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ 30 വയസ്സായെങ്കിൽ അല്ലെ 25 വയസ്സായെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്, അല്ലെ 30 വയസ്സായെങ്കിലും 35 വയസ്സായെങ്കിലും ഇവിടെയാണ് നിൽക്കുന്നത്. ഈ സ്റ്റോറി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഈ ബാക്കിയുള്ള സ്റ്റോറി ഇവിടെ ഡ്രോ ചെയ്യാനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ. അപ്പം ഈ സ്റ്റോറിയിലെ ഈ മൊമെന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ സ്റ്റോറിക്ക് എനർജി ഉണ്ട്. യൂണിവേഴ്സിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ് യൂണിവേഴ്സിൽ? ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കമന്റിലിട്ട് എന്തായിരിക്കും യൂണിവേഴ്സിൽ ഉള്ള ഒരു കാര്യം? ആകെ ഒരു കാര്യം യൂണിവേഴ്സിലുള്ളൂ. ഐൻസ്റ്റൈൻ ബേസിക്കലി യൂണിവേഴ്സിൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ, കൈൻഡ് ഓഫ് സ്പേസും എംപ്റ്റിനെസ്സും ഉള്ളൂ. ഈ എംപ്റ്റിനെസ് മുഴുവൻ എനർജിയാണ്, ഓക്കെ. അപ്പം എനർജിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ പോയി അത് കേട്ടു, ഇവിടെ കേട്ടു, മറ്റേ ക്ലാസ് കേട്ടു, മറ്റേ ട്രെയിനിങ്, ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, ബുക്ക് വായിച്ചു, അത് ചെയ്തു. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അടുക്കളയിലുള്ള അലമാരിക്കകത്താണ് നമ്മുടെ മുൻവിധി ഇരിക്കുന്നത്. അടുക്കളയിലുള്ള അലമാരിയിലാണ് നിങ്ങളുടെ മുൻവിധി ഇരിക്കുന്നത്. നിങ്ങളുടെ അടുക്കളയിൽ അലമാരി ഒന്ന് ഭാവന കണ്ടേ, അടുക്കളയിലുള്ള അലമാരി, ഓക്കെ. നിങ്ങളുടെ വീട്ടിലൊരു സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ ആ നമ്മുടെ അടുക്കളയിലെ അലമാരി നമ്മുടെ മുൻവിധി ഇരിക്കുവാണ്. മുൻവിധി എന്ന് പറഞ്ഞാൽ പ്രജുഡീസ് ഇരിക്കുവാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെയാണ് ലോകം നടക്കുന്നതെന്ന് ഒരു ഇരിക്കുവാണ്. നമ്മളൊരു ഭയങ്കര ക്ലാസ് കേട്ടു, മോട്ടിവേഷൻ ക്ലാസ് കേട്ടു, കൊള്ളാലോ, അതൊക്കെ പഠിച്ചു, ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഈ മുൻവിധിനെ എടുത്തിട്ട് നിങ്ങൾ ബെഡ്റൂമിലേക്ക് മാറ്റി വെച്ചു. അപ്പം നിങ്ങൾ പിന്നെ ബെഡ്റൂമിലോട്ട് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഫീൽ ചെയ്യും, അടുക്കള ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് പിന്നെ അടുത്ത ബുക്ക് വായിക്കുമ്പോൾ അടുത്ത സാധനം വരുമ്പോൾ നമ്മൾ സ്റ്റോർ റൂമിലേക്ക് നമ്മൾ മാറ്റുവാണ്. നമ്മുടെ മുൻവിധി മാറുന്നില്ല, പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, അറിവുണ്ടെന്ന് വിചാരിക്കുന്നവരിൽ കാണുന്ന ഒരു കാര്യമാണ് ഇത്. പ്രത്യേകിച്ചും നമ്മുടെ മുൻവിധി മാറുന്നില്ല, നമ്മൾ മാറുന്നില്ല, നമ്മുടെ സ്റ്റോറി മാറുന്നില്ല. നമ്മളുടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മറ്റത് കൂടെ അങ്ങ് കയറ്റി വെച്ചു. മറ്റേ രീതി പറഞ്ഞാലേ, നിങ്ങൾക്ക് കുറെ അമൃത് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യുവാണ്? നമുക്ക് വിഷം സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു കുപ്പിയുണ്ട്, അതിനകത്തോട്ട് ഒഴിച്ചു വെക്കുകയാണ്. നല്ല അമൃതം കേട്ടോ, വിഷം അപ്പം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണ് വിഷമുള്ള കുപ്പിയിൽ. അത് നമ്മൾ എല്ലാ ദിവസവും വിഷമുള്ള കുപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ എൻ്റെ ജീവിതം മാറാത്തെ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാറാത്ത? എനിക്ക് മനസ്സിലാകുന്നില്ലാത്ത കാര്യം അതാണ്. ഞാൻ അത് പോയി ചെയ്തു, ഇത് പോയി ചെയ്തു, അവിടെ ആ പൈസ, അവിടെ അത് മുടക്കി, ഇത് മുടക്കി, അത് ചെയ്തു, ആ മെഡിറ്റേഷൻ ചെയ്തു, ഇത് ചെയ്തു, ആൾ പറഞ്ഞു ഇത് ശരിയാകാത്ത മറ്റേ ഞാൻ ചെയ്തു, മറ്റേ ട്രെയിൻ ചെയ്തു. പക്ഷെ ജീവിതം മാറിയിട്ടില്ല. കാരണം നമ്മൾ ഈ കുപ്പി മാറിയിട്ടില്ല.
കാരണം അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാൻ വളരെ മോശക്കാരിയാണ്, അല്ല ഞാൻ ഭയങ്കര മോശക്കാരനാണ്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളുടെ നിസ്സഹായ അവസ്ഥയാണ്. ഓക്കെ, നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തിയാടുവാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. പവർ നിങ്ങൾ എക്സേർട്ട് ചെയ്യുവാണ്. കാരണം കോൺഷ്യസ്നെസ് നിങ്ങളുടെ ഇതിലേക്ക് വരുമ്പം, കോൺഷ്യസ്നെസ് ഒരു ലൈറ്റാണ്. ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. കോൺഷ്യസ്നെസ് ആകുന്ന ലൈറ്റ് എനർജി നിങ്ങളുടെ ഇരുട്ടുള്ള മുറിയിലേക്ക് വരുമ്പം അവിടെ ഉണ്ടായിരുന്നില്ലാത്ത ഡാർക്ക്നെസ് മാറി ലൈറ്റ് വരുവാണ് ചെയ്യുന്നത്. മറ്റേ രീതി പറഞ്ഞാൽ ഒരു മുറിയിലും ഡാർക്ക്നെസ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ മുറിയിലെ എല്ലാ ആൾക്കാരും പോയി നിങ്ങളുടെ മുറിയിലെ, ഞാനിവിടെ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്, നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ പോയി ചെയ്തു, നിങ്ങളുടെ മുറിയിൽ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ, നിങ്ങളുടെ മുറിയിൽ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ, ഒരു സെക്കൻഡ് എടുത്തോ, ലൈറ്റ് ഓഫ് ചെയ്തേ. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ജോലി ഈ ഇരുട്ടിനെ നിങ്ങൾ വേറൊരു മുറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലല്ല നിങ്ങളുടെ ജോലി. ഇന്നത്തെ കോൺവെർസേഷനിലൂടെ ഈ ഇരുട്ടിനെ വേറൊരു മുറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമല്ല. ഇപ്പൊ നിങ്ങൾ ബെഡ്റൂമിലായിരിക്കുന്നെങ്കിൽ സ്റ്റോർ റൂമിലേക്ക്, ഇപ്പൊ സ്റ്റോർ റൂമിലാണെങ്കിൽ നിങ്ങൾ സിറ്റ് ഔട്ടിലേക്ക്, ഇപ്പൊ സിറ്റ് ഔട്ടിലായിരിക്കുന്നെങ്കിൽ കിച്ചണിലേക്ക്, ഇപ്പൊ കിച്ചണിലായിരിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഗസ്റ്റ് റൂമിലേക്ക് നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റലല്ല. കാരണം ഇരുട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ചാറ്റിൽ എഴുതിക്കെ ഡാർക്ക്നെസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കമന്റിൽ എഴുതിക്കെ ഡാർക്ക്നെസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡാർക്ക്നെസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദർ ഇസ് ഓൺലി ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ആബ്സെൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ഓഫ് ചെയ്ത് തന്നെ ഇരുന്നോ. ഓക്കെ, ലൈറ്റിന്റെ ആബ്സെൻസ് മാത്രമേ ഉള്ളൂ. ഇതും എഴുതുക, ദർ ഇസ് ഓൺലി ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ ആബ്സെൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ സ്റ്റോറി ലൈന് ഡാർക്ക്നെസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഈ സ്റ്റോറി ലൈന് അതിനൊരു എനർജി ഉണ്ട്. ഈ സ്റ്റോറി ലൈന് ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ സ്റ്റോറി ലൈന് ഈ ഡയറക്ഷനും എനർജിയും കാരണം അതിനൊരു പവറുണ്ട്. അതൊരു ഹാബിറ്റായി മാറി. കാരണം ഈ സ്റ്റോറി ഒരു ഹാബിറ്റായി മാറി. ഈ സ്റ്റോറി ഓർക്കുന്നത് ഒരു ഹാബിറ്റായി മാറി. സോ ഡാർക്ക്നെസ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ദർ ഇസ് ഓൺലി ലൈറ്റ്. അപ്പൊ ഈ സ്റ്റോറി ഓർക്കുന്ന ഒരു ഹാബിറ്റായി മാറിയാൽ ആ സ്റ്റോറിക്ക് ഒരു എനർജിയായി. അപ്പൊ ആ സ്റ്റോറിയിൽ നിന്ന് എവിടെയൊക്കെ നിങ്ങൾ മാറ്റാൻ നോക്കുന്നോ, മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രെയിന് വന്ദേ ഭാരത് ഈ പറഞ്ഞ രീതിയിൽ ഡൽഹിയിൽ നിന്ന് ആഗ്രയ്ക്ക് പോവുകയാണ്. ആ പൊക്കോണ്ടിരിക്കുന്ന ട്രെയിനിന് ഒരു സ്പീഡുണ്ട്, അതിന് സ്റ്റോപ്പില്ല ആഗ്ര എത്തുന്നവരെ. അപ്പൊ ആ സ്റ്റോപ്പില്ലാത്ത ട്രെയിനിന് ഒരു എനർജി ഉണ്ട്, അല്ലേ? കൈനറ്റിക് എനർജി ഉണ്ട്. നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയാണ്. ആ കൈനറ്റിക് എനർജി ഉണ്ട്. ആ ട്രെയിനിനെ നിങ്ങൾ പോയി പിടിച്ചു നിർത്തിയേക്കില്ല. ഞാൻ ഭയങ്കര ബിലീഫ് ചെയ്യുന്ന, ഞാൻ മൈൻഡ് പവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതാണ്, അതുകൊണ്ട് ആ ട്രെയിനെ പോയി പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൈൻഡ് പവറിൻ്റെ എല്ലാ സോഴ്സിലേക്ക് 5 മിനിറ്റിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്ങളോട് ചോദിക്കും, അതെന്താ ഞാൻ എൻ്റെ മൈൻഡ് പവർ യൂസ് ചെയ്യാൻ പറ്റാഞ്ഞേ? അത് ഞാൻ പിന്നെ പറയാം. പെട്ടെന്ന് പോയി ചന്തയിൽ കുറച്ച് ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പി പിടിപ്പിച്ച് വയ്ക്കാനുണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സംസാരം തുടരാം എന്നായിരിക്കും അവർ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ആ ട്രെയിനൊരു എനർജി ഉണ്ട്. ഡാർക്ക്നെസ്സിന് അല്ല എനർജി. ഈ ഡാർക്ക്നെസ്സിൻ്റെ എനർജി അല്ല, ലൈറ്റ് ഇല്ലായ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഡാർക്ക്നെസ്സിലൂടെ പൊക്കോണ്ടിരുന്ന നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ എനർജിയാണ്. ഡാർക്ക്നെസ്സിന് എനർജി ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ്, ഞാൻ കൊടുക്കുന്ന എനർജിയാണ്, നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ഡാർക്ക്നെസ്സിനുള്ളൂ. ഡാർക്ക്നെസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലും ഇല്ല, ലൈറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ലൈറ്റിന്റെ ആബ്സെൻസ് ഉണ്ട്. ആ ലൈറ്റിന്റെ ആബ്സെൻസ് നമ്മൾ ഇപ്പം തന്നെ സോൾവ് ചെയ്യും. ലൈറ്റ് ഇട്ട് സോൾവ് ചെയ്യും. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള റിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഡാർക്ക്നെസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലൈറ്റിന്റെ ആബ്സെൻസ് മാത്രമേ ഉള്ളൂ. ഇനഫ് ആയിട്ടുള്ള ഫോട്ടോൺസ് ഇല്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് ആണ്, വേവ്സ് ഇങ്ങനെ ഫോട്ടോൺസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനഫ് ആയിട്ടുള്ള ഫോട്ടോൺസ് ഇല്ലായ്മ മാത്രമേ ഉള്ളൂ. കുറച്ച് ലൈറ്റ് എപ്പോഴും ഉണ്ട്, ചെറിയ ലൈറ്റ് എപ്പോഴും ഉണ്ട്. ചിലരുടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും ചെറിയ ലൈറ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ആ ലൈറ്റിന്റെ ആബ്സെൻസ് ഉള്ള സിറ്റുവേഷനിനകത്ത് കൂടുതൽ ലൈറ്റ് വരുവാണെങ്കിൽ, കൂടുതൽ കോൺഷ്യസ്നെസ് വരുവാണെങ്കിൽ, മറ്റു രീതി എനർജി വരുവാണെങ്കിൽ, ഇപ്പോൾ ഉള്ള ഡാർക്ക്നെസ്സിന് നിങ്ങൾ കൊടുത്തിരുന്ന എനർജി, അതായത് നിങ്ങൾ ഈ സ്റ്റോറിക്ക് നിങ്ങൾ കൊടുത്തിരുന്ന എനർജി ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം ആ സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഡാർക്ക്നെസ്സിനെ ബ്ലെയിം ചെയ്യുവാണ്. നിങ്ങളുടെ കുഴപ്പമാണ്, ഡാർക്ക്നെസ്സിൻ്റെ കുഴപ്പമാണ്,
എൻ്റെ അച്ഛൻ്റെ കുഴപ്പമാണ്, എൻ്റെ അമ്മയുടെ കുഴപ്പമാണ്, എൻ്റെ തലമുറകളുടെ കുഴപ്പമാണ്, എൻ്റെ ഇതിൻ്റെ കുഴപ്പമാണ്, ഞാൻ ഇന്ത്യയിൽ ജനിച്ചതിൻ്റെ കുഴപ്പമാണ്, ഞാൻ സ്ത്രീയായതിൻ്റെ കുഴപ്പമാണ്, ഞാൻ പുരുഷനായതിൻ്റെ കുഴപ്പമാണ്, ഞാൻ ഇതായതിൻ്റെ കുഴപ്പമാണ്, ഞാൻ വികലാംഗയായതിൻ്റെ കുഴപ്പമാണ്, എനിക്ക് സൗന്ദര്യമുള്ളതിൻ്റെ കുഴപ്പമാണ്, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്, എനിക്ക് വലിയ കണ്ണായതിൻ്റെ കുഴപ്പമാണ്, എനിക്ക് ചെറിയ കണ്ണായതിൻ്റെ കുഴപ്പമാണ്, എനിക്ക് ബുദ്ധി കുറവാൻ്റെ കുഴപ്പമാണ്, എനിക്ക് ബുദ്ധി കൂടിയതിൻ്റെ കുഴപ്പമാണ്. ഇതെല്ലാം സ്റ്റോറികളാണ്. ഇതെല്ലാം സ്റ്റോറികളാണ്. ആ സ്റ്റോറികൾ നമ്മൾ വീണ്ടും 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 പറഞ്ഞ് ആ സ്റ്റോറികൾക്ക് ഒരു എനർജി വന്നു, ഒരു ഡയറക്ഷൻ വന്നു. ആ ഡയറക്ഷൻ കാരണം, ബേസിക്കലി ആ എനർജിയും ഡയറക്ഷൻ കാരണം ആ സ്റ്റോറി തന്നെ നടക്കുന്ന ഒരു എൻറ്റിറ്റിയായി മാറി, തന്നെ വർക്ക് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയായി മാറി. ഫിസിക്സിൽ നമ്മളുടെ ന്യൂട്ടൺ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ഇൻ മോഷൻ, ന്യൂട്ടൻ്റെ എത്രാമത്തെ പ്രിൻസിപ്പിളാണ്, ന്യൂട്ടൻ്റെ എത്രാമത്തെ പ്രിൻസിപ്പിളാണെങ്കിലും ഫിസിക്സ് അറിയാവുന്നവർ പറഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ ഒബ്ജക്റ്റ് ഇൻ മോഷൻ ആണെങ്കിൽ അത് തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ സാറ്റലൈറ്റ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റാണ് നിങ്ങളുടെ ഡെസ്റ്റിനി. തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെയാണ്, ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ്. ലൈറ്റിൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടില്ല. ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ലൈറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യുക. അപ്പം ലൈറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ഡെസ്റ്റിനി എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിനൊരു മൊമെൻ്റം ഉണ്ട്, അതിനൊരു ഡയറക്ഷനുണ്ട്, അതിനൊരു എനർജി ഉണ്ട്. വന്ദേ ഭാരത് പോലെ. അപ്പം നമ്മളെ സംബന്ധിച്ചോളം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചെയ്ത് നമ്മൾ ട്രെയിൻ വന്ദേ ഭാരത്തെ പിടിച്ച് നിർത്തുമല്ല. നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ലൈറ്റ് അടിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും പോയി ലൈറ്റ് ഇട്ടേ, നിങ്ങൾ ലൈറ്റുകൾ പോയിട്ടേ. ഓക്കെ, അപ്പോഴത്തേന് ഈ ലൈറ്റിൻ്റെ ആബ്സെൻസ് മാറുന്നതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഇരുട്ടല്ലായിരുന്നു, ലൈറ്റിൻ്റെ ആബ്സെൻസ് മാറുന്നതാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, ഐ എം എക്സ്പീരിയൻസിങ് ലൈറ്റ് എന്ന് എഴുതുക. അപ്പോൾ അവിടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റൂം മുഴുവൻ ഡാർക്ക്നെസ് അല്ലായിരുന്നു, നെഗറ്റീവ് എനർജി കൊണ്ട് അല്ല, പിശാചും ഇബിലീസും അല്ലായിരുന്നു. ഈ റൂമിൽ ഇനഫ് ആയിട്ടുള്ള ലൈറ്റ് ഫോട്ടോൺസ് ഉണ്ടായിരുന്നില്ല. ഐ എം എക്സ്പീരിയൻസിങ് ലൈറ്റ് എന്ന് എഴുതുക. കാരണം ഇനഫായിട്ടുള്ള ഫോട്ടോൺസ് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിലും ഇനഫായിട്ടുള്ള ഫോട്ടോൺസ് ഇല്ല നിങ്ങളുടെ ഡെസ്റ്റിനിയെ ഡയറക്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊരു ഡയറക്ടർ ഇല്ല, ഒരു ക്യാമറമാൻ ഇല്ല, ഇനഫായിട്ട് ലൈറ്റിംഗ് ഇല്ല. അതുകൊണ്ട് എന്താണ് സിറ്റുവേഷൻ? ഇന്നലെ വരച്ച ചിത്രം നിങ്ങൾ ഇന്ന് വരയ്ക്കുന്നു, മിനിങ്ങാന്ന് വരച്ച ചിത്രം നിങ്ങൾ ഇന്നലെ വരച്ചു, അതിനെന്ത് കഴിഞ്ഞ മാസത്തെ ചിത്രം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വരച്ചു, കഴിഞ്ഞ 6 മാസം മുമ്പത്തെ ചിത്രം നിങ്ങൾ ഇന്ന് വരച്ചു. 5 വർഷം മുമ്പത്തെ സ്റ്റോറി നമ്മൾ റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് ജോബ്സ് ലക്കിയായിരുന്നു. സ്റ്റീവ് ജോബ്സിന് ചെറുപ്പത്തിൽ തന്നെ ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൽ ഈ സ്റ്റോറി മാറ്റിയെടുക്കാൻ പറ്റി. നിങ്ങൾ ലക്കിയാണ്. നിങ്ങൾക്ക് ഇന്ന് ഈ സ്റ്റോറി എടുത്ത് മാറ്റാൻ പറ്റുവാണ്. സേ ഐ ആം ഫീലിംഗ് ലക്കി എന്ന് ചാടിട്ടെ. ഐ ആം ഫീലിംഗ് ലക്കി. കാരണം എനിക്കും ഐ എം ഫീലിംഗ് ലക്കി ടു. എനിക്കും നിങ്ങൾക്ക്, കാരണം നിങ്ങളുടെ കൂടെ ഞാൻ ഈ വിദ്യ അഭ്യസിക്കുവാണ്. കാരണം ഞാൻ എൻ്റെ സ്റ്റോറീനെ നിങ്ങളുടെ കൂടെ ചേഞ്ച് ചെയ്യുവാണ്. നമ്മളെല്ലാം സ്റ്റുഡൻസ് ഓഫ് ലൈഫാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആസ് എ കളക്റ്റീവ് നമ്മളുടെ സ്റ്റോറിക്കുള്ള എനർജി, ആ എനർജി പൈശാചിക എനർജി അല്ലായിരുന്നു, നെഗറ്റീവ് എനർജി അല്ലായിരുന്നു, നെഗറ്റിവിറ്റിയുടെ ശക്തി അല്ലായിരുന്നു, ഒന്നുമല്ലായിരുന്നു. ബേസിക്കലി ആബ്സെൻസ് ഓഫ് ഫോട്ടോൺ ആയിരുന്നു, ആബ്സെൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിരുന്നു. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. അപ്പോൾ ആ കോൺഷ്യസ്നെസ് ആകുന്ന ലൈറ്റ് നമ്മൾ ഇതിലേക്ക് ഇന്ന് അടിക്കുവാണ്. അത് അടിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പുതിയ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് മാപ്പ് ഇടാൻ പറ്റുവാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇട്ടേക്കുന്ന മാപ്പ് മാൽദീവ്സിലേക്കായിരിക്കും. അപ്പം നിങ്ങൾ എങ്ങനെ പോയിട്ടും അവിടെ ചെന്നു ആലപ്പുഴ വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് പറയുക ടേക്ക് 200 സ്റ്റെപ്പ് ആൻഡ് ജമ്പ് ഇൻ ടു വാട്ടർ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചാടി കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾ ഗൂഗിൾ മാപ്പാണ് മിക്കവാറും ഇങ്ങനെ പറയുകയും ചെയ്യും. ഏതൊരു ക്ലിഫിൻ്റെ മുകളിൽ കയറി വന്നപ്പോഴത്തേന് ടേക്ക് 200 സ്റ്റെപ്സ്, അതിന് ക്ലിഫിൽ നിന്ന് ചാടിക്കൊള്ളാൻ പറയും. എന്നെ വലിയ കുഴിയുടെ അടുത്തൊക്കെ നാട്ടിൽ വന്ന വണ്ടിക്കാരുടെ കൂടെ ഇത് വരുമ്പോഴത്തേന് കുഴിയുടെ അടുത്തൊക്കെ ചെന്നിട്ട് പറയും ഈ കുഴിയിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറിക്കൊള്ളാൻ. അവിടെ ഇതായിട്ട് നമ്മളിങ്ങനെ ടാർസനെ പോലെ വള്ളിയേക്കൂടെ കയറി വേണം ഗൂഗിൾ മാപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്നത്. ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ മാപ്പ് കിടക്കുന്നത്. അതിന് പകരം നിങ്ങളുടെ മാപ്പ് ഇന്ന് ചേഞ്ച് ചെയ്യുവാണ് പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് മാപ്പ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഗൂഗിൾ മാപ്പ് പോലെ സിമ്പിളാണ്. നിങ്ങളുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, ഇനഫ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ, ഇനഫ് ആയിട്ടുള്ള ലൈറ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് തെളിക്കാൻ പറ്റുവാണെങ്കിൽ, അപ്പം നിങ്ങളിപ്പോൾ വേറെ ബാത്റൂമിൽ പോയിരുന്നുകൊണ്ട്, വീഡിയോയിലില്ലാതെ ബാത്റൂമിൽ പോയിരുന്നുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഫ്ലഷ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് ആയിട്ടുള്ള എനർജി ഉണ്ടാകാൻ പോകുന്നുണ്ടോ?
മോസ്റ്റ് ലൈക്ലി ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം പോകുന്നുണ്ടോ? മോസ്റ്റ് ലൈക്ലി ട്രാൻസ്ഫോം ആകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് മറ്റൊരു കോൺവെർസേഷനായി മാറും. നിങ്ങളുടെ സപ്പോസിഡ് ആയിട്ടുള്ള ഈ ലാക്ക് ഓഫ് ഫോട്ടോൺസ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് കുറച്ചുകൂടെ വലുതായിക്കൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യം കൂടെ നിങ്ങളുടെ കൺഫ്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുള്ളി പ്രസൻ്റ് ആയിട്ട്, ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഈ കോൺവെർസേഷനിലേക്ക് അറ്റൻഷൻ പേ ചെയ്യുക. റെഡി ആണെങ്കിൽ ഫുള്ളി പ്രസൻറ്റ് ചാലിട്ടെ, ഫുള്ളി പ്രസൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ ഫുള്ളി പ്രസൻ്റ് ആകുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ് പയ്യെ മാറി തുടങ്ങുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളുടെ സ്റ്റോറികൾ എഴുതപ്പെട്ടു പോയ സ്റ്റോറികളാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ്, എനിക്ക് പല കാര്യങ്ങൾ ചെയ്തിട്ടും, ബിന്നു, എക്സലൻ, ലീന, ഓക്കെ, പല കാര്യങ്ങൾ ചെയ്തിട്ടും എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ട ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാൻ നോക്കി, 2 ആഴ്ച കഴിയുമ്പോൾ അതിൽ നിന്ന് ചാടിപ്പോയി. ഞാൻ മറ്റേ ഇത് ചെയ്യാൻ നോക്കി, യൂട്യൂബ് വീഡിയോ ചെയ്യാൻ നോക്കി, അത് കഴിഞ്ഞ് അതേ നിർത്തിപ്പോയി. ഞാൻ മറ്റേത് ചെയ്യാൻ നോക്കി, അത് നിർത്തിപ്പോയി. മറ്റേ ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ അത് നിർത്തിപ്പോയി. എന്ത് ചെയ്താലും അവസാനം ആകുമ്പോൾ ഒരു പോയിന്റ് എത്തുവാണ്. ചാത്തമാരുടെ അപഹാരം. എന്ത് ചെയ്താലും അവസാനം ഇതായി പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. വളരെ സിംപ്ലി ഇനഫായിട്ടുള്ള കോൺഷ്യസ്നെസ് അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇനഫായിട്ടുള്ള കോൺഷ്യസ്നെസ് പോകുവാണെങ്കിൽ ഇനഫായിട്ടുള്ള ഫോക്കസ് അതിലേക്ക് പോകും. ഇനഫായിട്ടുള്ള ഫോക്കസ് അതിലേക്ക് പോവുകയാണെങ്കിൽ ഇനഫ് അറ്റൻഷൻ ചെല്ലുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണ്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണ്. നിങ്ങളെ സംബന്ധിച്ചോളം പാലായിൽ നിന്ന് പൊൻകുന്നം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്, പാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ അടുത്താണ് ഞാൻ ജനിച്ചത്. അവിടുന്ന് പൊൻകുന്നം എന്ന് പറഞ്ഞാൽ പോകാനായിട്ട് ഒരു പാലം കടന്ന് വേണം പോകാൻ. അപ്പോൾ പാലായിൽ നിന്ന് പൊൻകുന്നത്തിലേക്ക് പോകാനായിട്ടുള്ള, പൊൻകുന്നം പാലത്തിൽ പോയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്, പൊൻകുന്നം ചാലിയിട്ട്. അപ്പോൾ ആ പാലായിൽ നിന്ന് പൊൻകുന്നം പോകാനായിട്ട് നിങ്ങൾ 2 കട്ട എടുത്ത് വെച്ചു. 2 കട്ട എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പറയുവാണ്, ഓ പാലത്തിൻ്റെ പണിയായി, ഇനിയിപ്പോൾ കുറേ നാൾ വേണം, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുവാണ് ബീന. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ എവിടെയാണ് കട്ട വെച്ചത് നമുക്ക് യാതൊരു ഓർമ്മയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി വേറൊരു സ്ഥലത്ത് പോയി വേറെ കുറേ കട്ട കൊണ്ടുപോയി വെച്ചു. കുറേ കട്ട വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മടുത്ത്, ഞാൻ എന്നാലും എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒരു 1/2 കിലോമീറ്ററോടെ മാറി വേറൊരു സ്ഥലത്ത് പോയി. പിന്നെ അവിടെ ഇപ്രാവശ്യം കട്ടയല്ല, എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കട്ടയാണ് നമ്മുടെ പ്രശ്നം, അതുകൊണ്ട് നമുക്ക് കല്ല് വെക്കണം എന്ന് പറഞ്ഞിട്ട് കല്ല് വെക്കുകയാണ്. അപ്പോൾ കുറേ കല്ല് വെച്ചു. അതിന് നിങ്ങൾ വേറെ വഴിക്ക് പോയി. അടുത്ത പ്രാവശ്യം നിങ്ങൾ കോൺക്രീറ്റ് വെച്ചു. എത്രയായാലും നിങ്ങൾ പൊൻകുന്നത് എത്തിയല്ല. കാരണം വെച്ചാൽ ഈ കട്ടയെല്ലാം ഒരു സ്ഥലത്ത് തന്നെ വെക്കണം, ഒരു സ്ഥലത്ത് തന്നെ അറ്റൻഷൻ പേ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ സ്റ്റോറികൾ നമ്മളറിയാതെ നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഈ സ്റ്റോറികൾ എഴുതപ്പെട്ടു. അപ്പോൾ ആ ചില സ്റ്റോറികൾ നമ്മളെ വളർത്തുന്ന സ്റ്റോറികളാണ്. നമ്മുടെ റിലീജിയനുകൾ കൊണ്ട് നമ്മളെ വളർത്തുന്ന സ്റ്റോറികൾ, നമ്മുടെ കൾച്ചറിനുണ്ട് നമ്മളെ വളർത്തുന്ന സ്റ്റോറികൾ, ഹ്യൂമാനിറ്റിക്ക് കളക്റ്റീവായിട്ട് നമ്മളെ വളർത്തുന്ന സ്റ്റോറികളുണ്ട്, ഹ്യൂമാനിറ്റി കളക്റ്റീവായിട്ട് നമ്മളെ തളർത്തുന്ന സ്റ്റോറികളുണ്ട്, നമ്മളുടെ ഒരു വുമൻ എന്ന രീതിയിൽ തളർത്തുന്ന സ്റ്റോറികളുണ്ട്, ഒരു മാൻ എന്ന രീതിയിൽ വളർത്തുന്ന സ്റ്റോറികളുണ്ട്. ഇങ്ങനെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികളെയാണ് നമ്മൾ കേഴ്സ് സ്റ്റോറി എന്ന് വിളിക്കുന്നത്. അതിന് വലിയ കേഴ്സ് ഒന്നുമില്ല. അങ്ങനെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേഴ്സ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി. കേഴ്സ് സ്റ്റോറി എന്ന് ചാലിട്ടെ, കമൻറ്റിലിട്ട്. അപ്പം നമ്മളെ മുന്നോട്ട് വലിക്കുന്നത്, ഇത് എവിടെയൊക്കെയാണ് ഈ സ്റ്റോറി ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റോറി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ ഉടനെ പറയുന്നുണ്ടാവും. എങ്ങനെയാണ്, ഏതൊക്കെ ലെയറിലാണ് ഈ സ്റ്റോറികൾ നിൽക്കുന്നത്, ഏതൊക്കെ ലെയറിലാണ് ഈ സ്റ്റോറികൾ നിങ്ങളെ അറിയാതെ സബ്കോൺഷ്യസ്ലി ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്റ്റോറികൾ നിങ്ങളെ ഒരു ഡയറക്ഷനിൽ വിട്ടുകൊണ്ടിരിക്കുന്നു. പ്രീതി, ജ്യോതി, എക്സലൻറ്റ്, ഹേർ സ്റ്റോറി. എങ്ങനെ ഒരു ഡയറക്ഷനിൽ വിട്ടുകൊണ്ടിരിക്കുന്നു, ആ ഡയറക്ഷനിൽ നിങ്ങൾക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ എന്തായിരിക്കും ബ്ലെസ്സിങ് സ്റ്റോറി? ബ്ലെസ്സിങ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ഹ്യൂമാനിറ്റിക്ക് മുഴുവൻ, ഹ്യൂമാനിറ്റിനെ മുന്നോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. അതിനാണ് ബ്ലെസ്സിങ് സ്റ്റോറി. നിങ്ങളുടെ കൾച്ചറിന് അല്ലെ റിലീജിയന് അല്ലെ നിങ്ങളുടെ രാജ്യത്തിന് കളക്റ്റീവ്ലി മുന്നോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. അതാണ് ബ്ലെസ്സിങ് സ്റ്റോറി. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ മുന്നോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. അതാണ് ബ്ലെസ്സിങ് സ്റ്റോറി. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ മുന്നോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറിയാണ്, അതാണ് ബ്ലെസ്സിങ് സ്റ്റോറി. അപ്പോൾ 2 തരം സ്റ്റോറികളാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പലപ്പോഴും നമുക്ക് ഈ സ്റ്റോറികളെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. നേരത്തെ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തപ്പം നിങ്ങൾക്ക് അറിയാം, ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നു, ഓക്കെ, അപ്പോൾ ഇരുട്ടാന്ന് നമുക്കറിയാം. പക്ഷെ ഉറങ്ങുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇരുട്ടാണോ ഉണർന്നാണോ എന്ന്. നമ്മൾ ഓർക്കുന്നത് ചിലപ്പോൾ ലൈറ്റ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ സ്റ്റോറികളെ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 തരം സ്റ്റോറികളാണുള്ളത്. എന്തൊക്കെയാണ്? കേഴ്സ് സ്റ്റോറീസ്, ബ്ലെസ്സിങ് സ്റ്റോറീസ്. കേഴ്സ് സ്റ്റോറീസ്, ബ്ലെസ്സിങ് സ്റ്റോറീസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്? ക്ലിയർ ചാറ്റട്ടെ. 2 തരം സ്റ്റോറീസ് ആണ്.
കേഴ്സ് സ്റ്റോറീസ്, പുറകോട്ട് വലിക്കുന്ന സ്റ്റോറീസ്, ബ്ലെസ്സിങ് സ്റ്റോറീസ്, മുന്നോട്ട് വലിക്കുന്ന സ്റ്റോറീസ്. സ്റ്റീവ് ജോബ്സിന് ഉണ്ടായിരുന്ന എന്തായിരുന്നു? കേഴ്സ് സ്റ്റോറിയാണോ ബ്ലെസ്സിങ് സ്റ്റോറിയാണോ? ഏതാണ് സ്റ്റീവ് ജോബ്സിന് കിട്ടിയ സ്റ്റോറി? ലക്കി ആയിട്ട് കിട്ടിയ സ്റ്റോറി എന്താണ്? വലിയൊരു ബ്ലെസ്സിങ് സ്റ്റോറിയാണ്. എന്ത്? ഒരു $1 ബില്യൺ കമ്പനിനെ ഒരു ചെറിയ ബ്ലൂ ബോക്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നൊരു ബ്ലെസ്സിങ് സ്റ്റോറി. അത് പുള്ളി പോലും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു കാര്യം പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു. പുള്ളിക്കാരൻ ഇത് വളരെ കാഷ്വൽ ആയിട്ടൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് പുള്ളിയുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് പുള്ളി ഒബ്സർവ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു. പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ ഇത് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇതാണ് പുള്ളിനെ ഷേപ്പ് ചെയ്തത്. പക്ഷെ പുള്ളി അറിയാതെ ഇത് പറഞ്ഞു. ബ്ലൂ ബോക്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ മാക് ഉണ്ടാകില്ലായിരുന്നെങ്കിൽ ആപ്പിൾ ഉണ്ടാകുകയില്ലായിരുന്നു. ഓബിയസ്ലി പുള്ളിക്കാരനും അത് സബ് കോൺഷ്യസ്ലി പുള്ളിക്ക് അറിയാം ആ സ്റ്റോറിയാണ് ചേഞ്ച് ചെയ്തത്. അതൊരു സ്റ്റോറി ആയിരുന്നെന്നും അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത്രയും പുള്ളി ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം പുള്ളി ആ സമയത്ത് ആപ്പിൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എൻറ്റയർ ആയിട്ടുള്ള ഹ്യൂമാനിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റോറീസാണ്. അപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള ബ്ലെസ്സിങ് സ്റ്റോറീസ് ഉണ്ട്, ഗ്ലോബൽ ആയിട്ടുള്ള കേഴ്സ് സ്റ്റോറീസ് ഉണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഗ്ലോബൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻറ്റയർ ആയിട്ടുള്ള ലോകം ബിലീവ് ചെയ്യുന്ന പുറകോട്ട് വലിക്കുന്ന സ്റ്റോറികൾ നിങ്ങൾ കണ്ടുപിടിച്ചേ. എന്ത് സ്റ്റോറിയിലാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും പുറകോട്ട് വലിക്കുന്നത്. എൻറ്റയർ ആയിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരോടും മനുഷ്യരായിട്ട് നമ്മളെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യരെ പുറകോട്ട് വലിക്കുന്ന എൻറ്റയർ മനുഷ്യകുലത്തെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി എന്താണ്? അങ്ങനെയുള്ള സ്റ്റോറി ഉണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും കാണില്ല. ഓക്കെ, എന്തായിരിക്കും അങ്ങനെ ഒരു സ്റ്റോറി? ചാറ്റിലിട്ടെ, കമൻറ്റിലിട്ടെ, എന്താ അങ്ങനെ ഒരു സ്റ്റോറി? എൻറ്റയർ മനുഷ്യകുലത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി. ഫിയർ ഇൻട്രസ്റ്റിംഗ്. ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ആയിട്ട്. ഓക്കെ, ഫിയർ എന്ന് പറഞ്ഞ ഒരു ആശയം ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, എൻഡ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള ഫിയർ. ഓക്കെ, എൻഡ് ഓഫ് ലൈഫ് അത് റിയൽ ആയിട്ടൊരു കാര്യമാണ്. ഫെയ്ത്ത് വിൽ എൻഡ്, എർത്ത് വിൽ എൻഡ് സൂൺ. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, എൻഡ് സൂൺ എന്ന് പറഞ്ഞേക്കുന്നത് അതെവിടെയാണ്? ഓക്കെ, ഉടനെ എർത്ത് എൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഫെയിലിയർ എന്നുണ്ടാ. ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ഫിയർ എന്ന് ഇവിടെ പല ആൾക്കാർ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളവർ എഴുതിയേക്കുന്നു. സാഡ്നസ്, ഫിയർ ഓഫ് ഫെയിലിയർ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേഴ്സ് സ്റ്റോറി, ഫെയിലിയറിനെ കുറിച്ച്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്റ്റോറികളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ നല്ല സ്റ്റോറികളാണ്. ഡെസ്റ്റിനി ഈസ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത്. ഇൻട്രസ്റ്റിംഗ്. ദാറ്റ്സ് എ ഗുഡ് വൺ. ഹ്യൂമൻ ഡെസ്റ്റിനി ഈസ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത് എന്ന് പറഞ്ഞ സ്റ്റോറി ഒരുപാട് പേര് ബിലീവ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് എ ഗുഡ് വൺ. പിന്നെ എഴുതിയത് എൻറ്റയർ ഹ്യൂമൻ്റെ ഡെസ്റ്റിനി ഓൾറെഡി ഡിഫൈൻ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഒരു കൈൻഡ് ഓഫ് ഗ്ലോബൽ സ്റ്റോറിയാണ്. എല്ലാവരും ബിലീവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും എഫക്റ്റിൽ ബേസിക്കലി മനുഷ്യരുടെ ഡെസ്റ്റിനി വലിയ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, സക്സസ് ആവില്ല എന്നുള്ള തോന്നൽ ഗ്ലോബൽ സ്റ്റോറി അല്ല, നമ്മുടെ പേഴ്സണൽ സ്റ്റോറിയാണ്. ഒരാൾ ഇവിടെ ഇരിക്കുന്നത് സക്സസ് കർമ്മനെ ബേസ് ചെയ്തിട്ടാണ് ലൈഫ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, ചില കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചില ലെസ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്. കർമ്മനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് മാത്രം ഞാൻ ആ കർമ്മയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം, കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഐഡിയ. എന്നിട്ട് ഞാൻ എൻ്റെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ ഫെയ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു പാത്തിലാണ് ഹ്യൂമൻസ് പോകുന്നത് എന്നുള്ള കാര്യം ബേസിക്കലി ഒരു കേഴ്സ് സ്റ്റോറി. ആ കേഴ്സ് സ്റ്റോറി എന്തിനെയാണ് ബേസ് ചെയ്തേക്കുന്നത്? ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം എൻറ്റയർ ആയിട്ടുള്ള ഹ്യൂമാനിറ്റിയും അവരുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കി. എനിക്ക് നടക്കുന്നില്ല, എൻ്റെ അപ്പച്ചന് നടന്നില്ല, എൻ്റെ വല്യപ്പച്ചൻ നടന്നില്ല, വല്യപ്പച്ചൻ അപ്പച്ചൻ നടന്നില്ല, ഞങ്ങളെല്ലാം പന്നി വളർത്തുകാരായിരുന്നു, ഇപ്പോഴും ഞാനും പന്നി വളർത്തുകാരനാണ്, എൻ്റെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്തില്ല, നിന്റെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യില്ല, എൻ്റെ വീട്ടുകാരും എല്ലാവരും പന്നി വളർത്താൻ, നീ പന്നി വളർത്തുകാരാണ്. കാരണം നമ്മുടെ ഗതി ഇതാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ഗതി ഇതാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് പറയാം. അത് പക്ഷെ ഫാമിലിയുടെ ഒരു കൈൻഡ് ഓഫ് കഥയാകാം. അപ്പോൾ ഇവിടെ കർമ്മയെക്കുറിച്ച് ഒരു സെക്കൻഡ് പറയുവാണെങ്കിൽ, കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കർമ്മ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എന്നാണ് അർത്ഥം, അല്ലേ? അമേരിക്കൻസിന് അറിയത്തില്ല കർമ്മ എന്ന് പറഞ്ഞാൽ വേറെ എന്താണെന്ന് അവർ വിചാരിക്കുന്നത്. ഓക്കെ, ആക്ഷൻ എന്നാണ് അർത്ഥം സാൻസ്ക്രിറ്റിൽ, അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഒരു കർമ്മം ഇവിടെ ഉണ്ട്, ഇവിടെ വേറൊരു കർമ്മമുണ്ട്. ഒരു കർമ്മം ചെയ്യുന്നതിന് പകരം വേറൊരു കർമ്മം ചെയ്യാനുള്ള ബയസിനെയാണ് കർമ്മ എന്ന് പറയുന്നത്, കർമ്മയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇറച്ചി വെട്ടാനായിട്ടാണ് തോന്നുന്നത്, ഇറച്ചി വെട്ടുകാരനായിട്ടാണ് തോന്നുന്നത്, സർജൻ ആകാനായിട്ടാണ് തോന്നുന്നത്. വളരെ അടുത്ത കർമ്മമാണ്, രണ്ടുപേരും ഇറച്ചിയാണ് വെട്ടുന്നത്. ഓക്കെ,
അപ്പം രണ്ടുപേരും ബേസിക്കലി ലാഭത്തിന് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ വർക്കം ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ചില ആൾക്കാരെങ്കിലും. ഓക്കെ, അപ്പം ഒരാൾ പറയാം പോത്തിനെ വെട്ടുന്നു, ഒരാൾ മനുഷ്യനെ വെട്ടുന്നു. അപ്പോൾ ബേസിക്കലി ചെറിയ ഒരു വേരിയേഷനിൽ ഒരാൾക്ക് തോന്നുവാണ് എനിക്ക് ഇറച്ചി പോത്തിനെ വെട്ടാം എന്ന് തോന്നുന്നു, വേറെ ആൾക്ക് പറയുകയാണ് എനിക്ക് ഹ്യൂമൻസിനെ, ഐ മീൻ ഓഫ് കോഴ്സ് വാല്യുബിൾ ആയിട്ടൊരു കാര്യമാണ്, രണ്ടുപേരും ചെയ്യുന്ന വാല്യുബിൾ ആയിട്ടുള്ള കാര്യം. കാരണം പോത്തിറച്ചി കഴിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫാറ്റ് കൂടും, പ്രോട്ടീൻ കൂടും, ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. ഈ പറഞ്ഞ ന്യൂറോ സർജറി ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും പറ്റും. അപ്പം ഇതിനെ ബേസിട്ട് ഇതിലേക്ക് പോകാനായിട്ടുള്ള ബയസിനെയാണ് കർമ്മ എന്ന് വിളിക്കുന്നത്. ഇതാണ് എൻ്റെ ഡെഫിനിഷൻ ഓഫ് കർമ്മ. ഇത് ജനറേഷനിലാണ്, തീർച്ചയായിട്ടും ജനറേഷനിലാണ്. എൻ്റെ ഗ്രാൻഡ് പേരൻറ്റ് ഇറച്ചി വെട്ടുകാരനായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ നോർമൽ ടെൻഡൻസി എനിക്ക് ആ ലെവലിൽ നിന്ന് തിങ്ക് ചെയ്ത് മാറി ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് മാറി ചിന്തിക്കാനായിട്ടുള്ള ന്യൂറൽ കപ്പാസിറ്റി എനിക്കില്ല. കാരണം ഞാൻ അതിൽ ട്രാപ്ഡാണ്, ഞാൻ ഈ സ്റ്റോറിയിൽ ട്രാപ്ഡാണ്. അതായത് എൻ്റെ സ്റ്റോറി മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെ സ്റ്റോറി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ചാറ്റിലിട്ടെ ഫാമിലിയിൽ നിന്ന്, കമൻറ്റിലിട്ടെ ഫാമിലിയിൽ നിന്ന്. അപ്പോൾ എൻ്റെ സ്റ്റോറി മാത്രമല്ല, എൻ്റെ ഫാമിലിയുടെ സ്റ്റോറി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയുടെ സ്റ്റോറി മാത്രമല്ല, എൻ്റെ റിലീജിയൻ്റെ സ്റ്റോറി എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ റിലീജിയൻ്റെ സ്റ്റോറി മാത്രമല്ല, എൻ്റെ കൾച്ചറിൻ്റെ സ്റ്റോറി എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൾച്ചറിൻ്റെ സ്റ്റോറി മാത്രമല്ല, എൻ്റെ രാജ്യത്തിൻ്റെ സ്റ്റോറി എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ രാജ്യത്തിൻ്റെ സ്റ്റോറി മാത്രമല്ല, എൻ്റെ സ്പീഷീസിൻ്റെ സ്റ്റോറി എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് ഞാൻ ഗ്ലോബൽ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഷീസ് ലെവലിലുള്ള സ്റ്റോറി ഒരു സ്റ്റോറിയാണ്. ഫണ്ടമെൻ്റലി എല്ലാ റിലീജിയനും തന്നെ ബിലീവ് ചെയ്യുന്ന, എല്ലാ കൾച്ചറും ബിലീവ് ചെയ്യുന്ന, എല്ലാ ഫിലോസഫികളും ബിലീവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആ സ്റ്റോറിയുടെ പേരാണ് ബേസിക്കലി ഹ്യൂമൻസ് ആർ ബ്രോക്കൺ എന്ന രീതിയിൽ. അതായത് ബ്രോക്കൺ ആയിട്ടുള്ള, ബ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഹ്യൂമൻ. അപ്പോൾ അവിടെ ബ്രോക്കൺ ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുള്ള ഒരുപാട് ഫിക്സ് ചെയ്ത് നന്നാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രം ശരിയാകുന്ന ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഹ്യൂമനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരൊന്ന് ചാറ്റിലിട്ടെ, കുറവെന്ന് ചാറ്റിലിട്ടെ, മലയാളത്തിൽ തന്നെ. കുറവുകളുണ്ട്. ഓക്കെ, നോക്കുമ്പോൾ ഒരുപാട് കുറവുകൾ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരും തന്നെ കുറവുണ്ടെന്ന് കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ റോസപ്പൂ ഉള്ള ആൾക്കാരാരാ ഉള്ളത്? റോസെന്ന് ചാറ്റിലിട്ടെ. റോസപ്പൂ, അല്ലെ മുല്ലപ്പൂവ്, അല്ലെ കൊങ്ങിണിപ്പൂവ്, എന്തെങ്കിലും പൂവുള്ള ആൾക്കാർ? മുല്ലപ്പൂവുണ്ട്. ഞാനാണ് മുല്ലപ്പൂവ്. ഓക്കെ ഓക്കെ, റോസപ്പൂവുണ്ട്. ഈ റോസപ്പൂവിന് എന്തുകൊണ്ട് കുറവ്, മുല്ലപ്പൂവിന് എന്തുകൊണ്ട് കുറവ്? നന്ദിയാർ വട്ടമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, നന്ദിയാർ വട്ടത്തിന് എന്താണ് കുറവ്? റോസപ്പൂ പെർഫെക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് എന്ന് ചാറ്റിലിട്ടെ, കമന്റിലിട്ടെ. അപ്പം ബേസിക്കലി റോസപ്പൂ പെർഫെക്റ്റ് ആണ്, നന്ദിയാർ വട്ടം പെർഫെക്റ്റ് ആണ്, മുല്ല പെർഫെക്റ്റ് ആണ്. ആണോ? മുല്ല പെർഫെക്റ്റ് ആണ്, നന്ദിയാർ വട്ടം പെർഫെക്റ്റ് ആണ്. ഓക്കെ, കൊങ്ങിണിപ്പൂവ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, മുല്ലപ്പൂന്ന് വേറെ ആളോട് ഇട്ടിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മൾ മാത്രം ഇംപെർഫെക്റ്റ് ആണ്. സ്ട്രേഞ്ച് അല്ലേ? ഇതാണ് എൻറ്റയർ ഹ്യൂമൻ ബിലീഫിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ നമ്മൾ റോസപ്പൂവ് ഇത്രയും വളരെ ലോവർ കോൺഷ്യസ്നെസ് ഉള്ള ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു റോസപ്പൂ, വിവേകാനന്ദനെ പോലെ ബുദ്ധിയുള്ള ഒരു റോസപ്പൂവിന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരൻ അമേരിക്കയിൽ പോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും റോസപ്പൂവിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശങ്കരാചാര്യയെ പോലെ ഈ പറഞ്ഞ രീതിയിൽ സൗന്ദര്യ ലഹരി എഴുതിയ ഒരു മുല്ലപ്പൂവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ജീസസിനെ പോലെ ക്ലാരിറ്റി ഉള്ള ഒരു കൊങ്ങിണിപ്പൂവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗീത എഴുതിയ കൃഷ്ണനെ പോലെ ഒരുപാട് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഇതുള്ള ഒരു കോഴിപ്പൂവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കോഴിപ്പൂവൻ പെർഫെക്റ്റ് ആണോ? ഒരു കോഴിപ്പൂവൻ എടുത്ത് നോക്കിയേ, നിങ്ങൾ ഒരു കോഴിപ്പൂവനെ എടുത്ത് നോക്കിയേ, ഒരു മയിലിനെ എടുത്ത് നോക്കിയേ. നിങ്ങൾ സൂല് പോയി മയിലിനെ കാണുവാണ്, ഒരു മയിൽ ഇങ്ങനെ പീലി വിറച്ച് നിൽക്കുവാണ്. പെർഫെക്റ്റ് ആണോ? ആണെങ്കിൽ പെർഫെക്റ്റ് ചാറ്റിലിട്ടെ. പക്ഷെ നമ്മൾ, അതായത് ഹയസ്റ്റ് ക്രൗൺ ഓഫ് ലൈഫാണ്, ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്മെന്റ് ഉള്ള സ്പീഷീസ് ആണ്. അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയുടെ ബാക്കിലുള്ള ബ്രെയിൻ്റെ പാർട്ടിനാണ് പറയുന്നത്.
ഏറ്റവും ഡിഫൈൻഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന പക്ഷികളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. പക്ഷികൾ 10 ലക്ഷം വർഷം മുമ്പ് കൂടുകളിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അവിടുത്തെ പക്ഷികൾ എവിടെയാണ് ജീവിക്കുന്നത്? ഫ്ലാറ്റിലാണോ അതെയോ വില്ലകളിലാണോ? 10 ലക്ഷം വർഷം മുമ്പ് പക്ഷികൾ കൂട്ടിലാണ് ഇങ്ങനെ ചെറിയ ചെറിയ സാധനം ഉണ്ടാക്കി അതിനകത്തൊരു കൂടുണ്ടാക്കി അതിനകത്ത് ജീവിച്ചിരുന്നു, മുട്ടയിടും, അതിന് പിന്നെ ഇതുണ്ടാക്കി ജീവിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും നിങ്ങളുടെ പക്ഷികൾ എവിടെയാണ് ജീവിക്കുന്നത്? കൂട്ടിലാണോ അതെയോ ഫ്ലാറ്റിലാണോ അതെയോ ഈ പറഞ്ഞ രീതിയിൽ വില്ലകളിലാണോ? എവിടെയാണ് നിങ്ങളുടെ പക്ഷികൾ ജീവിക്കുന്നത്? കൂട്ടിൽ തന്നെയാണ്. അവരുടെ ഇന്നോവേഷൻ എന്തോരം ഉണ്ട്? വലിയ ഇന്നോവേഷൻ ഉണ്ട്. പാമ്പുകൾ നേരത്തെ ജീവിച്ചിരുന്ന ഗുഹകളിലാണ് എനിക്കറിയാവുന്ന സമയത്ത്, അല്ലെ ചെറിയ 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 കുഴികളിലും ചെറിയ പൊത്തുകളിലുമാണ്. ഇപ്പോഴും പാമ്പ് എവിടെയാണ് ജീവിക്കുന്നത്? മനസ്സിലായോ? പന്നികൾ കളിക്കുന്നത് ചെളിയിലായിരുന്നു പണ്ട്. ഇപ്പൊ പന്നികൾ എവിടെയാണ് കളിക്കുന്നത്? പ്ലേ ഗ്രൗണ്ടിലാണോ? സോക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലാണോ? അല്ലല്ലോ. അപ്പം നോക്കിയേ, അപ്പൊ സ്പീഷീസുകൾ, ഏറ്റവും ലോവർ ലെവൽ സ്പീഷീസുകൾ, ഏറ്റവും ലോവർ ലെവലായിട്ടുള്ള ഫോം ആയിട്ടുള്ള സാധനത്തെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സംഹൗ നമ്മളെ നമുക്ക് പെർഫെക്റ്റ് ആകാൻ കാണാൻ പറ്റുന്നില്ല. സ്ട്രേഞ്ച് ഐഡിയ അല്ലേ? അതിന് ഒരു കാരണം എന്താ വെച്ചാൽ റോസപ്പൂക്കൾ യുദ്ധങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഒരു റോസപ്പൂ എന്നിട്ട് വേറൊരാളെ കുത്തിക്കൊന്നിട്ടുമില്ല. റോസപ്പൂവിൽ സീരിയൽ കില്ലർമാരുണ്ടായി. ഒരു സീരിയൽ കില്ലറുണ്ട്. റോസപ്പൂവിലൊരു ഈ പറഞ്ഞ രീതിയിൽ റിപ്പറുണ്ട്. അല്ലെ ചാൾസ് ശോഭരാജ് ഉണ്ട്. റോസപ്പൂവിന്റെ ചാൾസ് ശോഭരാജ് ഉണ്ട്. അല്ലെ ദാവൂദ് ഇബ്രാഹിം ഉണ്ട്. ഈ പറഞ്ഞ മുല്ലപ്പൂവിലുള്ള ദാവൂദ് ഇബ്രാഹിം. അങ്ങനെ ഒരു സിറ്റുവേഷനും ഇല്ല. അപ്പൊ ഹ്യൂമൻസിനെ സംബന്ധിച്ചോളം, ഹ്യൂമൻസിന് കോൺഷ്യസ്നെസ് ഹൈ ആയിട്ട് ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്കുണ്ട്. ഇംപെർഫെക്റ്റ് മൈൻഡ് എന്നിട്ടേ ഇതൊരു ബോണസാണ്. ക്രിയേറ്റർ നമുക്ക് തന്നൊരു ബോണസാണ്. അപ്പോൾ ഒരു സ്പീഷീസ് എന്ന രീതിയിൽ, ഒരു സോൾ എന്ന രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആണ്. ഇത് സംഹൗ ആരും തന്നെ കണ്ടിട്ടില്ല. എല്ലാ ലിറ്ററേച്ചർ വളരെ ചുരുക്കം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇന്റർപ്രിട്ടേഷനിൽ നിങ്ങൾ പോയി. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകം ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകം ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകം ഏതാണ്? 90 ഡേയ്സ് ലൈഫ് എന്ന് ആരും പറയണ്ട. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് ഏതാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്ന ബുക്ക് ഏതാണ്? ഇതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്ന ബുക്കുകൾ 2000, 6000 മുതൽ 1500 വർഷം പഴക്കമുള്ള ബുക്കുകളാണ്. 6000 മുതൽ 1500 വരെ പഴക്കമുള്ള ബുക്കുകളാണ് മിക്കവാറും ബുക്കുകളും, അല്ലേ? ആ ബുക്കുകൾ പെർഫെക്റ്റ് ആണ്. പക്ഷേ ആ ബുക്കുകളിലുള്ള വിസ്റ്റം നമുക്ക് ട്രൂലി കിട്ടിയിട്ടില്ല. ആ ബുക്കുകളിൽ നിന്നുള്ള വിസ്റ്റം ട്രൂലി നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 2000, 6000 വർഷം മുമ്പുള്ള ബുക്കിനെ നിങ്ങൾ സ്ക്രിപ്ചറായിട്ട് ബിലീവ് ചെയ്തു, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷെ അതിനകത്ത് ഇവരിത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ട വിസ്റ്റത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല. അതിന് പകരം നമ്മൾ എന്താണ്? നമ്മൾ ഇംപെർഫെക്റ്റ് ആണ്. അപ്പൊ അവിടെ കൾച്ചറലായിട്ട് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ബുക്കിനകത്ത് പറയുന്നത്. അങ്ങോട്ട് ഈ കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ്. കാരണം അന്ന് അതായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ സിറ്റുവേഷനിൽ ഈ പറഞ്ഞിട്ട് ത്യാഗത്തെക്കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചാണ് വേറൊരു ബുക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊരു ബുക്കിൽ പോയി മറ്റവനെ പോയി കസിൻസിനെ പോയി വെടിവെച്ച് കൊല്ലാനായിരിക്കും വേറൊരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ നിങ്ങളുടെ ബുക്ക് പറഞ്ഞെങ്കിലും അന്നത്തെ കൾച്ചറിന് അത് റിലവൻ്റ് ആയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്നത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കുള്ള ക്ലാരിറ്റിയിൽ നിങ്ങൾ അതിലുള്ള വിസ്റ്റമാണ് എടുത്തുകൊണ്ട് പോരണ്ടേ. അതിനകത്തുനിന്ന് ആ കൾച്ചറിലുണ്ടായിരുന്ന വിഷം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കണമെന്നില്ല. എല്ലാ അറിവിനകത്തും വിഷമുണ്ട്, എല്ലാ തേനിനകത്തും വിഷമുണ്ട്. ആ വിഷം നിങ്ങൾ എടുക്കരുത്, തേനാണ് എടുക്കേണ്ടത്. അപ്പം ബേസിക്കലി മറ്റൊരു രീതി പറഞ്ഞു വന്നാൽ, ഹ്യൂമൻ എന്ന രീതിയിൽ നമ്മളൊരു റോസപ്പൂവിനേക്കാളും സംഹൗ കുറച്ചുകൂടെ കോൺഷ്യസ്നെസ് ഉള്ളൊരു ജീവിയല്ലേ നിങ്ങൾ? ഓക്കെ അല്ലേ? ആ ഒരു ജീവി എന്ന രീതിയിൽ നിങ്ങൾ ആസ് എ സോൾ അൺബ്രോക്കൺ ആണ്. പക്ഷേ സോൾ അൺബ്രോക്കൺ ആണ്. അൺബ്രോക്കൺ കമന്റിലിട്ടെ, അൺബ്രോക്കൺ ആണ്. അതേസമയം നിങ്ങളുടെ മൈൻഡ് ബ്രോക്കൺ ആണ്. അപ്പൊ ഈ ബ്രോക്കൺ ആയിട്ടുള്ള ഈ മൈൻഡ്, മറ്റു രീതിയിൽ പറഞ്ഞ ബ്രോക്കൺ ആയ കണ്ണാടി, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ മിറാക്കുലസ് ആയിട്ടൊരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ബ്രോക്കൺ ആയിട്ടൊരാളെയാണ്. അപ്പൊ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ ബ്രോക്കൺ ആണ്. നിങ്ങൾ ആ കണ്ണാടി കൊണ്ടുപോയിട്ട് പൂവിൽ വെച്ചാൽ അത് ബ്രോക്കണായി മാറും. കാരണം കണ്ണാടി ബ്രോക്കൺ ആണ്.
അപ്പോൾ നമ്മൾ ബ്രോക്കൺ ആയേക്കുന്നത് നമ്മളുടെ മൈൻഡാണ്. ആ മൈൻഡിൻ്റെ കറൻ്റായിട്ടുള്ള ഇൻസ്റ്റൻസ് ആണ്. അതിനെയാണ് നമ്മൾ സൈക്കോം എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങളുടെ കറൻറ്റ് സൈക്കോമാണ് ബ്രോക്കൺ ആയേക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ കറൻറ്റ് സ്റ്റോറിയാണ് ബ്രോക്കൺ ആക്കുന്നത്. സൈക്കോ എന്ന് പറഞ്ഞ ഒരു എക്സ്പാൻസീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. അതിനകത്ത് 25ഓളം ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ ഒരു ഡയമെൻഷനിൽ ഒരു കാര്യമായിട്ടുള്ള സ്റ്റോറിയാണ് ബ്രോക്കൺ ആക്കുന്നത്. സെൻസ് മേക്ക് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫ് ഈ ഇൻഫോർമേഷനെ ട്രൂലി നിങ്ങൾ സ്പഞ്ച് പോലെ ഒബ്സർവ് ചെയ്താൽ ട്രാൻസ്ഫോം ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം എന്ന് വെച്ചാലിട്ട്, കാരണം നിങ്ങൾ റോസ് പൂവിനെ പോലെ പെർഫെക്റ്റ് ആണ്, മുല്ലപ്പൂവിനെ പോലെ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ആ മുല്ലപ്പൂവാണ് നിങ്ങൾ ഒരു ബ്രോക്കൺ കണ്ണാടിയിലൂടെ ആ മുല്ലപ്പൂവിനെ നിങ്ങൾ നോക്കും, അയ്യോ ഇത് അവിടെ ചെളിയായിട്ടിരിക്കുന്നു, അവിടെ ആ പ്രശ്നമുണ്ട്, അവിടെ രോമം, അവിടെ അതാണ്, അവിടെ വണ്ണം, അവിടെ വയറ്, അവിടെ ഈ പ്രശ്നം. നിങ്ങൾ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. നിങ്ങൾ സോൾ ലെവലിൽ പെർഫെക്റ്റ് ആണ്. ആ പെർഫെക്ഷനിലേക്ക് തിരിച്ചെത്താനായിട്ടുള്ള കണ്ണാടി ഫിക്സിംഗ് ആണ് ഡെസ്റ്റിനി എക്സ്. നിങ്ങൾക്ക് ഒരു തെറാപ്പി വേണ്ട. നിങ്ങൾക്ക് തെറാപ്പി എടുക്കണം. തെറാപ്പി എടുക്കുവാണെങ്കിൽ ആ തെറാപ്പി നിങ്ങൾക്കല്ല, നിങ്ങളുടെ മൈൻഡിനാണ്. നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റീസും നിങ്ങളുടെ പ്രെയറും നിങ്ങളുടെ ബുക്കും നിങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സും എല്ലാം നിങ്ങളെ ഈ അൺബ്രോക്കൺനെസ്സിലേക്ക് എത്തിക്കാനായിട്ടുള്ള നിങ്ങളുടെ കണ്ണാടി ഫിക്സിങ് പരിപാടിയാണ് നിങ്ങളുടെ മെഡിറ്റേഷൻ, നിങ്ങളുടെ ഗായത്രി മന്ത്രം, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ കൊന്തയിൽ, നിങ്ങളുടെ മെഡിറ്റേഷൻ, നിങ്ങളുടെ സൈലൻസ് എല്ലാം ഈ ഫിക്സിംഗ് ആണ്. ഈ ബ്രോക്കൺനെസ്സിനെ ഫിക്സ് ചെയ്യലാണ്. നിങ്ങളുടെ ബ്രോക്കൺനെസ്സിനെ അല്ല, കണ്ണാടിയുടെ ബ്രോക്കൺനെസ്സിലെ. മിറർ എന്ന് ചാറ്റിട്ടെ, മിററാണ് ഫിക്സിങ് വേണ്ടത്, നിങ്ങൾക്കല്ല. ആർക്കാണ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കരയാനോ ചിരിക്കാനോ ഒരു ജോയിയുമായിട്ട് ഒരു ചെറിയൊരു സ്പാർക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാർ, സ്പാർക്ക് എന്ന് ചാറ്റിട്ടെ, നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു ജോയ് ഫീൽ ചെയ്യും. ഓ മൈ ഗോഷ്, ഇത്രയും നാളും ഞാൻ എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു, അത് ചെയ്തു. യാ, നിങ്ങളുടെ നന്നാക്കല് നിങ്ങൾ നന്നായി കഴിഞ്ഞു. കണ്ണാടി ചെറിയ രീതിയിൽ കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അതിൽ ചിലപ്പോൾ പ്ലാസ്റ്റർ ഒട്ടിച്ച് വയ്ക്കും കണ്ണാടിയിൽ. ഓക്കെ, ചിലപ്പോൾ പിന്നെ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കും. ഒരു പക്ഷേ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു കണ്ണാടി വാങ്ങി വയ്ക്കും. അതാണ് പുതിയ സൈക്കോ, പുതിയാണ് മൈൻഡ്. ഇതാണ് മറ്റൊരു മനസ്സ്, പുതിയൊരു മനസ്സ് നിങ്ങളെടുത്ത് റീപ്ലേസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, പുതിയൊരു മനസ്സ്. ആ പുതിയൊരു മനസ്സിന് പുതിയൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിലേക്കാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഈ സ്റ്റോറി നിങ്ങൾ മാറ്റാനായിട്ട് റെഡിയാണോ? ആർക്കാണ് ഫീൽ ചെയ്യുന്നത് ഈ കോൺവെർസേഷൻ വന്നത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ ബ്ലെസ്സിങ് ചാറ്റിട്ട് തീർച്ചയായിട്ടും എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ ഓരോ പ്രാവശ്യം ഈ കോൺവെർസേഷൻ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. ഇതിനു മുമ്പ് ചിലപ്പോൾ ഈ കോൺവെർസേഷൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ ഇന്ന് വേറെ രീതിയിലാണ് ഈ കോൺവെർസേഷൻ ചെയ്യുന്നത്. കാരണം ഇതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ വീണ, ഷീന. ഓക്കെ, കൾച്ചറൽ സ്റ്റോറീസ്. അപ്പം നിങ്ങൾ ഗ്ലോബൽ ലെവലിൽ നിങ്ങൾ വേറെ സ്റ്റോറികൾ കാണുന്നുണ്ടെങ്കിൽ മാറ്റാം. കർമ്മയെക്കുറിച്ചുള്ള സ്റ്റോറീസ്, കർമ്മ എന്ന് പറഞ്ഞാൽ മെമ്മറി ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അത് ആ മെമ്മറി എന്ന് പറഞ്ഞാൽ എനർജി മാത്രമാണ്, ഡയറക്ഷനുള്ള എനർജി മാത്രമാണ്, ഒരു ഹാബിറ്റ് മാത്രമാണ്, നിങ്ങളുടെ ബോഡി അറിയുന്ന ഹാബിറ്റ് മാത്രമേ ഉള്ളൂ. കർമ്മയുടെ കേസിൽ നമ്മൾ മൾട്ടിപ്പിൾ ജനറേഷനിലെ മെമ്മറികൾ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റു രീതിയിൽ പറഞ്ഞാൽ പുഴ ഇവിടെ അല്ല ഒഴുകാൻ തുടങ്ങിയത്, പാകിസ്ഥാനിൽ ഒഴുകാൻ തുടങ്ങിയ പുഴയാണ്, അല്ല ബംഗ്ലാദേശിൽ ഒഴുകാൻ തുടങ്ങിയ പുഴയാണ്. പുഴ ഇങ്ങനെ ഒഴുകി കുറേ സമയമായപ്പോൾ, അല്ലെ ട്രെയിൻ നമ്മുടെ വന്ദേ ഭാരത് വരുന്നത് ഈ പറഞ്ഞ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ദേ ഭാരത് വരുന്നത് എന്നോട് ചോദിക്കരുത്, അവർക്ക് അങ്ങനെ ഇടാൻ തോന്നി. അപ്പോൾ അതിനത്രയും കൂടെ മൊമെൻറ്റമായി, അതിനത്രയും കൂടെ എനർജിയായി, അതിനത്രയും കൂടെ പവറായി, അത്രയും കൂടെ മൊമെൻറ്റമായി, ഡയറക്ഷനായി. അതുകൊണ്ട് അത് പിടിച്ചു നിർത്താൻ അത്രയും കൂടെ എളുപ്പമല്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് മെഡിറ്റേഷനുമായിട്ടും സൈലൻസുമായിട്ടും കൂടുതൽ പവറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബയസിനെ, അപ്പനും അമ്മയും വല്യപ്പനും ഇറച്ചിവെട്ടുകാരനാണെങ്കിൽ ഇറച്ചിവെട്ടുകാരനാകാനുള്ള ടെൻഡൻസീനെ ട്രാൻസെൻഡ് ചെയ്ത് നമുക്ക് ന്യൂറോ സർജറിയിലേക്ക് മാറാൻ പറ്റുന്നത്. ഇനി അങ്ങനെയല്ല, അടുത്ത ലെവലിൽ നിന്ന് അത് ട്രാൻസെൻഡ് ചെയ്ത് നമ്മളെ സംബന്ധിച്ചോളം മനുഷ്യൻ്റെ മൈൻഡിൻ്റെ ഇറച്ചിവെട്ടുകാരനാണ്. ഒരുപക്ഷെ ഞാനൊരു മൈൻഡിൻ്റെ ഇറച്ചിവെട്ടുകാരനാണ്. അതിലേക്ക് ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മൈൻഡിനെ, മറ്റു ആൾക്കാരുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യാനായിട്ട്, വേൾഡിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നത്. അവിടെ
നമ്മൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകണം, സ്റ്റോറി ചേഞ്ച് ഉണ്ടാകണം, കൾച്ചറൽ സ്റ്റോറീസ്. അപ്പം നമ്മൾ ജോലി എന്ന് വെച്ചാൽ കൾച്ചറലായിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള കേഴ്സ് സ്റ്റോറികളിൽ നിന്ന് ബ്ലെസ്സിങ് സ്റ്റോറികളിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിനാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് തന്നെ. നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് മാറുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിനായിട്ടുള്ള തലമുറകൾ ഉണ്ടായിരുന്നിരിക്കാം, ലക്ഷക്കണക്കിനില്ലെങ്കിലും 10,000 തലമുറകൾ ഉണ്ടായിരുന്നിരിക്കാം. ആ 10,000 ഹ്യൂമൻ തലമുറകളിൽ ഏറ്റവും വലിയ പുതിയ കണ്ടുപിടുത്തമാണ് നിങ്ങൾ. സോ ഒരു പേപ്പറിൽ വേണം എഴുതി വെക്കാൻ, നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി വെക്കാം, കമൻറ്റിൽ എഴുതണമെന്നില്ല. ഐ ആം ദ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ ഇൻ മൈ ജനറേഷൻ. ഐ ആം ദ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ ഇൻ മൈ ജനറേഷൻ, എക്സെപ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ. ഇപ്പം നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, ഐ എം വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ഇൻവെൻഷൻസ് ഇൻ, കുട്ടികളുണ്ടെങ്കിൽ എഴുതുക. കുട്ടികളില്ലാത്ത ആൾക്കാണ് ഐ എം ദ ലേറ്റസ്റ്റ് ഇൻവെൻഷൻ ഇൻ മൈ ജനറേഷണൽ ട്രീ എന്ന് എഴുതാൻ വേണേ. അപ്പം നിങ്ങളുടെ ജനറേഷണലായിട്ടുള്ള ട്രീയിൽ നിങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചു. iPhone 1, iPhone 2, iPhone 3, iPhone 4, iPhone 14, iPhone 10,002. നിങ്ങൾ iPhone 10,002 ആണെങ്കിൽ iPhone 1നെ അപേക്ഷിച്ച് എത്ര പ്രഷ്യസ് ആയിരിക്കും നിങ്ങളുടെ എവല്യൂഷൻ. ദൂരെ ഫീച്ചേഴ്സ് ഉണ്ടാവും, അതിനകത്ത് AI ഉണ്ടാവും, മറ്റതുണ്ടാവും, ChatGPT ഉണ്ടാവും, ജെമിനി ഉണ്ടാവും, മറ്റെല്ലാം ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യുമ്പോൾ, ഇന്ന് നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ, ഇനി അടുത്ത വരാൻ പോകുന്ന 10,000, 1,00,000 ജനറേഷനെയും കൂടെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുവാണ്. നിങ്ങളുടെ ജനറേഷൻ ട്രീയിലെ എഡിസനായി നിങ്ങൾ മാറുവാണ്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ജനറേഷൻ ട്രീയിലെ ന്യൂട്ടണായി മാറുവാണ്. ഫിസിക്സിൻ്റെ പിതാവാണ്. എന്തുകൊണ്ട് ഫിസിക്സിൻ്റെ മാതാവാരാണെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും പിതാക്കന്മാരാണ് നിൽക്കുന്നത്. ഇന്ത്യയുടെ മാതാവ്. ഓക്കെ, അപ്പം അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജനറേഷനിലായിട്ടുള്ള ഇൻവെൻഷൻ്റെ പിതാവായി നിങ്ങൾ മാതാവായി മാറുവാണ്. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ മേജർ സ്വിച്ച് വരുത്തിയ ആൾ. പുതിയ ചിന്തകളാണ്, തീർച്ചയായിട്ടും പുതിയ ചിന്തകളാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ നോർമൽ ടെൻഡൻസി എന്താണ്? എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന പഴയ ഭാണ്ഡം എടുത്ത്, പുള്ളിക്കാരൻ പറഞ്ഞനുസരിച്ച് സ്റ്റോറിൽ ഇത് വെക്കേണ്ട, നമുക്ക് അവനിലെടുത്ത് വെക്കാം, അല്ലെ ക്ലോസറ്റിലെടുത്ത് വെക്കാം, അല്ലെ ബാത്റൂമിൽ എടുത്ത് വെക്കാം, ബാത്റൂമിൽ അലമാരി വെക്കാം. പ്രജുഡിസ് മാറ്റി വെക്കാനായിട്ടുള്ള കോൺവെർസേഷൻ അല്ലത്. പ്രജുഡിസിൽ നിന്ന് ഫ്രീ ആകാനുള്ള കോൺവെർസേഷനാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ റിലീജിയസ് ആയിട്ടുള്ള മുൻവിധി ഉണ്ടാവും. നിങ്ങളുടെ റിലീജിയനെ കുറിച്ച് ഞാൻ ഒന്നും കെയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ റിലീജിയനെ കുറിച്ച് ഞാൻ എല്ലാം കെയർ ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈം. നിങ്ങളുടെ റിലീജിയനെ ഞാൻ ഡീപ്പായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു ബയസ്ഡും അല്ല നിങ്ങളുടെ റിലീജിയനെ കുറിച്ച്. നിങ്ങളുടെ റിലീജിയൻ ബ്യൂട്ടിഫുൾ ആണ്. അതേസമയം എനിക്കതൊരു പ്രാധാന്യമില്ല. കാരണം പ്രാധാന്യമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വെച്ചാൽ ഞാൻ നിങ്ങളുടെ റിലീജിയനെ അത്ര ഡീപ്പായിട്ട് ബിലീവ് ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞാൽ ഏത്തിയസ്റ്റാണ്, നിങ്ങളുടെ ഏത്തിയസ്റ്റെക്കുറിച്ച് ഞാൻ കെയർ ചെയ്യുന്നില്ല, അതിലും ഞാൻ ഡീപ്പായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. ചിലപ്പോൾ രണ്ടാമത് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ റിലീജിയനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, വിമൻഹുഡിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോറി മാറ്റാം. മഹാത്മാഗാന്ധി. ഞാൻ മഹാത്മാഗാന്ധിയെ ഡീപ്പായിട്ട് അഡ്മയർ ചെയ്യുന്ന ആളാണ്. ലോകം മുഴുവൻ അഡ്മയർ ചെയ്യുന്ന ആളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് ടാഗോർ മഹാത്മാ എന്ന് വിളിച്ചത്. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അമേസിങ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കൾച്ചറിന് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ആളാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. ആൾക്കും ഉണ്ടായിരുന്നു ബയസുകൾ. ഓക്കെ, ആള് ഈക്വാലിറ്റിയിൽ ഫുള്ളി ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആള് കാസ്റ്റ് സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നു. ലോവർ ലെവലുള്ള കാസ്റ്റിലുള്ള ആൾക്കാരെ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അത് അല്ല എൻ്റെ കോൺവെർസേഷൻ. ആളെ സംബന്ധിച്ചോളം ആളുടെ ബിലീഫുകൾ ആളെ പോലും ബയസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ബയസ് ചെയ്തു? ഫ്യൂച്ചർ കോൺവെർസേഷൻ ഞാൻ പറയാം. പക്ഷെ ഞാനിന്ന് പറയാൻ പോകുന്ന വേറൊരു കാര്യമാണ്, മറ്റൊരു ബയസാണ്. ഗാന്ധി നമ്മുടെ ഇന്ത്യയിലുള്ള ട്രെയിനിൽ പുള്ളിക്കാരൻ ഇറങ്ങുമ്പോൾ ബ്രിട്ടീഷുകാരൻ പുള്ളിനെ ചവിട്ടി പുറത്തോട്ടിറക്കി വിടുന്നു. അപ്പോൾ ഗാന്ധി ചോദിക്കുന്നു, നിങ്ങളുടെ കാലിന് എന്തെങ്കിലും പറ്റിയോ? സീൻ നമ്പർ 2, കുറച്ചുകൂടെ പുറകോട്ട് പോവാം. സ്കൂളിലിരിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു കോപ്പി അടിക്കാൻ പറയുന്നു. പുള്ളിക്കാരൻ കോപ്പി അടിക്കുന്നില്ല. അതാണ് പുള്ളിയുടെ രണ്ടാമത്തെ സ്റ്റോറി. ഈ 2 സ്റ്റോറിയാണ് ഗാന്ധിനെ ജനറലി ഡിഫൈൻ ചെയ്യുന്നത്. വേറെ സ്റ്റോറികളുണ്ട്, പറഞ്ഞാൽ കോൺഫ്ലിക്റ്റിംഗ് ആവുന്ന സ്റ്റോറികളുണ്ട്. ഞാനതെല്ലാം സ്കിപ്പ് ചെയ്യുവാണ്.
ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വയലേറ്റഡ് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ സ്കൂളിൽ കോപ്പി അടിക്കാതിരുന്നത് നല്ല കാര്യം. ഞാനും കോപ്പി അടിച്ചിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും നല്ല മാർക്ക് കിട്ടിയിട്ടുമില്ല. കോപ്പി അടിക്കാത്തതുകൊണ്ടല്ല, പഠിക്കാത്തതുകൊണ്ടാണ്. ആരുടെയും ഉത്തരവാദിത്തമല്ല, എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. പക്ഷെ ലോകം കോപ്പി അടിച്ചാണ് ഉണ്ടായത്. പക്ഷികളെ കോപ്പി അടിച്ചാണ് പ്ലെയിൻ ഉണ്ടായത്. ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളും എല്ലാം തന്നെ ഉണ്ടായത് നേച്ചറിനെ കോപ്പി അടിച്ചാണ്. സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കേണ്ട കോപ്പി അടിക്കാനായിട്ടാണ്. സ്കൂളിൽ കള്ളത്തരത്തിൽ കോപ്പി അടിക്കാനല്ല, നേച്ചറിൽ നിന്ന് കോപ്പി അടിക്കാനായിട്ട്, മറ്റുള്ളവരുടെ ഐഡിയകൾ എടുക്കാനായിട്ട്, നിങ്ങളുടെ കോമ്പറ്റീറ്ററിൽ നിന്ന് ചിലപ്പോൾ കോപ്പി അടിക്കാനായിട്ട്, ബിസിനസ് ആണെങ്കിൽ. അപ്പൊ ആ സ്കില്ല് നമ്മൾ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് കളയുവാണ് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ. എനിക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ സീനിലേക്ക് വരിക. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ, ഓ അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെയാണല്ലോ. ഞാൻ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുടെ ഒരു കൂർത്ത ചിന്ത ഇട്ട് തരുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് എന്ത് എടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളുക. രണ്ടാമത്തെ ചിന്ത ജയശങ്കറാണ്. നമ്മളുടെ ജയശങ്കറല്ല, ശശി തരൂർ ഒരു പാകിസ്ഥാനിയാണ്. ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തോട്ടിടുന്നു. ജയശങ്കറിനെ അല്ലേ, ഇടാതിരിക്കട്ടെ, ഹോപ്പ്ഫുള്ളി ഇടുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ജയശങ്കർ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? ശശി തരൂർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഹ്യൂമൻ അവനെ ട്രീറ്റ് ചെയ്യേണ്ടത് തൊഴിച്ച് താഴെ ഇടുന്ന ആളോട് പൊടി പറ്റിയോ എന്ന് ചോദിച്ചാണോ? അത് ക്ഷമയാണ്. ഓഫ് കോഴ്സ് അന്ന് അത് ആവശ്യമായിരുന്നു. അന്ന് പുള്ളി ആ ഒരു പുതിയൊരു ഇൻവെൻഷൻ ഉണ്ടാക്കിയിരുന്ന സമയത്ത് പുള്ളി എക്സ്ട്രീമായ ഇതിലേക്ക് പോയതാണ്. അതല്ല നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ സ്റ്റോറിയിൽ എംബഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീയുടെ എക്സാമ്പിൾ പറയാം. നിങ്ങൾ കൾച്ചറലി നിങ്ങളുടെ അമ്മമാർ, ഇപ്പോൾ സ്ത്രീകളാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മമാർ, നിങ്ങളുടെ വല്യമ്മമാർ സ്ത്രീത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റോറികൾ മുഴുവൻ തന്നെ ഒരുപാട് തന്നെ സാക്രിഫൈസിൻ്റെ സ്റ്റോറികളാണ്. ആണോ? ചാലിട്ടെ, ട്രൂ എന്ന് ചാലിട്ടെ. ഓ, നമ്മുടെ വല്യമ്മ അങ്ങനെ ആ സാക്രിഫൈസ്, പുള്ളിക്കാർ ഭക്ഷണം കഴിക്കാതെയാണ് മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണീര് വരും. പിന്നെ മനസ്സിലായോ? കവിതകൾ എഴുതിയത് മോസ്റ്റ്ലി ആണുങ്ങളാണ് കവിതകൾ എഴുതിയിട്ടുള്ളത്. ഞാൻ സ്ത്രീകളുടെ പർട്ടിക്കുലർ എക്സാമ്പിളോട് ഷെയർ ചെയ്യുവാണ്. കവിതകൾ എഴുതുമ്പോൾ സ്ത്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വീക്കായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് സ്റ്റോറിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലോട്ട് പുറകോട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കഥാപാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, വളരെ നല്ല കാര്യം. കാരണം പുള്ളിക്കാരി പോളിഗമിയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നത്. പുള്ളിക്കാരി വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നത് നമുക്ക് വിചാരിക്കാം. അതൊഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കിയേ, പുരുഷൻ ചൂത് വെച്ചിട്ട് സ്ത്രീകളെ വനവാസത്തിലേക്ക് കൊണ്ടുപോവാണ്. എന്താ പരിപാടി? ബേസിക്കലി നിങ്ങളുടെ ആരെങ്കിലും, ഇപ്പം ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്ന ആളോട് ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ആരെങ്കിലും ഭർത്താക്കന്മാർ പറയാണ്, അയ്യോ ഞാൻ ഇന്ന് ദുബായിലെ കാസിനോയിൽ പോയിട്ട് അല്ലെങ്കിൽ തൃശ്ശൂരുള്ള കാസിനോയിൽ പോയിട്ട് ഞാൻ ചൂത് കളിച്ചു, നിന്നെ ഞാൻ ഓൾറെഡി സെല്ല് ചെയ്തിട്ടുണ്ട്, നമുക്ക് 12 വർഷം വയനാട്ടിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ മറ്റേ വീരപ്പൻ ഉണ്ടായിരുന്ന മലയുടെ പേരനായിരുന്നു, ആ കാട്ടിൽ പോയി താമസിക്കണം 12 വർഷം താമസിക്കേണ്ടി വരുന്നുണ്ട്, നമ്മുടെ വീട് സ്ഥലമെല്ലാം ഞാൻ ഓൾറെഡി കാസിനോക്കാരൻ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ? ഞാൻ ഒരു വ്യക്തിയെ എടുത്ത് പറയാതെ ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഡ്രൈ ക്ലീൻ കട ചെല്ലുമ്പോഴത്തേന് ഡ്രൈ ക്ലീൻ കടയുടെ മുന്നിൽ കൂടെ നിങ്ങളുടെ ഭർത്താവ് പോകുമ്പോൾ പറയുവാണ്, ഈ പറഞ്ഞ പോലെ ഭർത്താവും ഭാര്യയോട് വഴക്കുണ്ടാക്കുവാണ്. അപ്പോൾ ഭർത്താവ് പറയുവാണ്, അതെ ഗോപാലൻ ചെയ്ത പോലെ ഞാൻ നിന്നെ തിരിച്ചെടുക്കുകയൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ നീ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പോയതാണ്, ഞാൻ നിന്നെ തിരിച്ചൊന്നും വീട്ടിലോട്ട് കൊണ്ടുവരികയില്ല, ഈ പറഞ്ഞ പോലെ ഞാൻ തിരിച്ചെടുക്കുകയില്ല എന്ന് പറയുവാണ്. ഓക്കെ, മറ്റേ രാമാനുജൻ എന്ന് പറഞ്ഞേക്കുന്ന ആൾ ചെയ്ത പോലെ ഞാൻ നിങ്ങനെ തിരിച്ചെടുക്കുകയൊന്നുമില്ല എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ? അല്ലല്ലോ. അപ്പോൾ കൾച്ചർ സ്വിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സും ആസ് ബ്യൂട്ടിഫുൾ ആസ് ഇറ്റ് ഈസ്, സോ ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ എപ്പിക്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കണം ഞാൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ
കൾച്ചർ ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സ് ബ്യൂട്ടിഫുൾ ആണ്, പക്ഷെ ആ സ്റ്റോറികളിൽ എഴുതപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പവർലെസ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരു കാര്യം പറയുവാണ്, ഇപ്പോൾ ഇവിടെ പുരുഷന്മാരും റെക്കോർഡിങ്ങിൽ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ വേൾഡിലെ ഏറ്റവും വലിയ, എൻ്റെ അറിവിൽ ഏറ്റവും വലിയ ഇൻവെൻഷൻ വുമനാണ്. അപ്പോൾ വുമനായിട്ട് ലിസൺ ചെയ്യുന്ന ആൾക്കാർ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ വിമനാണുള്ളത്. കാരണം ഞാൻ ന്യൂറോളജിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഇൻവെൻഷൻ വുമനാണ്. ഓക്കെ, വുമൻ എന്ന് പറഞ്ഞ ഇൻവെൻഷനാണ്. പക്ഷേ നിങ്ങളുടെ പുസ്തകങ്ങൾ എഴുതിയത് മെന്നാണ്, നിങ്ങളുടെ സ്ക്രിപ്റ്റേഴ്സ് എഴുതിയത് മെന്നാണ്. നിങ്ങൾ വിമൻ എഴുതിയ സ്ക്രിപ്റ്റേഴ്സ് ഉണ്ടോ? നിങ്ങളുടെ 2000, 4000, 6000 വർഷമുള്ള വിമൻ എഴുതിയ പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ? നിങ്ങളുടെ ഫിലോസഫേഴ്സ് ആരെങ്കിലും വിമൻ ഉണ്ടോ? നിങ്ങളുടെ ടീച്ചർമാർ, ഇപ്പോൾ ഇതിൽ ചിലപ്പോൾ സ്പിരിച്വൽ ടീച്ചർമാർ റീസെൻ്റ്ലി ചിലപ്പോൾ വിമൻ ഉണ്ടാവും, പക്ഷെ അല്ലാത്ത ഇതിൽ സ്പിരിച്വൽ ടീച്ചർമാരാണ്. നിങ്ങളുടെ ഗോഡുകൾ വിമന് വളരെ ചുരുക്കം ഹിന്ദുവിസത്തിലുണ്ടാവും. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കോ വേണ്ടി എഴുതിയ കഥയാണ്. ഞാൻ ഈ വിമൻ്റെ കാര്യം ഇവിടെ പ്രാധാന്യമായിട്ട് പറയാൻ കാരണം വെച്ചാൽ മെനിന് ഇതുപോലെ സ്റ്റോറീസ് ഉണ്ടാവും, പക്ഷേ ഇപ്പം ഞാൻ വിമൻ്റെ സ്റ്റോറിയിൽ ഫോക്കസ് ചെയ്യുവാണ്. എന്താണ് ബേസിക്കലി എൻറ്റയർ ആയിട്ടുള്ള ഫിലോസഫേഴ്സ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, 3 മെന്നാണ്. ഓക്കെ, ന്യൂട്ടൺ, ഐൻസ്റ്റൈൻ, അവിടുന്ന് അങ്ങോട്ട് പോയ സയൻറ്റിസ്റ്റുകൾ പലരും മെന്നാണ്. ഇതൊന്നും വിമന് കഴിവില്ലാഞ്ഞിട്ടായിരുന്നോ? അല്ല, സ്റ്റോറികളിൽ ട്രാപ്റ്റായിരുന്നോ? ഇപ്പോഴാണ് വിമനെ സംബന്ധിച്ചുള്ള ഫ്രീഡത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അപ്പം ആ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഇൻവെൻഷൻ വുമൻ എന്ന് പറഞ്ഞ ഇൻവെൻഷൻ ആണെങ്കിൽ ഒരെണ്ണം ന്യൂറോളജിക്കലി ഏറ്റവും വലിയ അഡ്വാൻസ് ആയിട്ടുള്ള ഇൻവെൻഷൻ എന്തുകൊണ്ടാണ് വിമനായെന്ന് പറഞ്ഞാൽ വിമൻ്റെ ബ്രെയിന് വർക്ക് ചെയ്യുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ നെറ്റ്വർക്ക് ലെവലിലുള്ള വൈറ്റ് മാറ്റർ 6 times യൂസ് ചെയ്തിട്ടാണ് വിമൻ്റെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നത്. അപ്പം മെന്നിനെ സംബന്ധിച്ചുള്ള അത്ര കോംപ്ലക്സ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെ മോസ്റ്റ് മെന്നിനില്ല. സിംഗിൾ ഡയമെൻഷനിലായിട്ട് ഗ്രേ മാറ്റർ ഉപയോഗിച്ചിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് മെൻ തിങ്ക് ചെയ്യുന്നത്. വുമനെ സംബന്ധിച്ചുള്ള കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ വിമന് നേരെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാൽ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മുട്ട പൊരിക്കുന്നുണ്ട്, മുട്ട പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൈക്രോവേവ് തുറക്കുന്നുണ്ട്, അടയ്ക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മോട്ടർ ഓൺ ആക്കുന്നുണ്ട്, ഓഫ് ആക്കുന്നുണ്ട്, അതിൻ്റെ കൊച്ചിനോട് വഴക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യാനായിട്ട് ഉള്ള കപ്പാസിറ്റി ഉള്ള ബ്രെയിന് ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അത് വിമനാണ്. അല്ലെ വിമൻ്റെ പോലെ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത ആൾക്കാർക്കേ ഉള്ളൂ. പക്ഷേ അബലയായ സ്ത്രീ, അതായിരുന്നു സ്റ്റോറി. സാക്രിഫൈസ് ചെയ്യുന്ന സ്ത്രീ, എല്ലാവർക്കും വേണ്ടി വിശന്ന് ലാസ്റ്റ് ഭക്ഷണം വേസ്റ്റ് മാത്രം കഴിക്കുന്ന സ്ത്രീ, അതായിരുന്നു സ്റ്റോറി. കൾച്ചറൽ സ്റ്റോറി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പം നിങ്ങളെ അഫക്റ്റ് ചെയ്ത കൾച്ചറൽ സ്റ്റോറി എന്താണ്? അപ്പം ഈ സ്റ്റോറികളെ കുറിച്ച് നിങ്ങൾ അവെയർ അല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ എന്താ എൻ്റെ കാര്യമൊന്നും വർക്കാകാത്തെ? ഇത് ഡാർക്ക്നെസ് അല്ല, ഇതെന്താണ്? ആബ്സെൻസ് ഓഫ് ലൈറ്റ് ആണ്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് മാത്രമാണ്. കാരണം ഇപ്പം നമ്മൾ ലൈറ്റ് അടിച്ചു, അപ്പം നിങ്ങൾ ഫ്രീ ആവുകയാണ്. ആർക്കാണ് ഫ്രീഡം ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് ഈ കോൺവെർസേഷനിൽ നിന്ന് തന്നെ, ഈ ഒരു തിങ്കിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീഡം ഫീൽ ചെയ്യുന്നത് എന്താണ്? അപ്പൊ പുരുഷന്മാരുടെ പോലെ തന്നെ എനിക്ക് ഈക്വാലിറ്റി വേണം, അതല്ല ഇവിടെ ഐഡിയ. പുരുഷന്മാരുടെ വഴിക്ക് പോട്ടെ. സ്ത്രീകൾ കുറച്ചുകൂടെ സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ അവിടെ പറയുന്നത്, സ്ത്രീകളായിട്ടും എത്തുക. പുരുഷന്മാരുടെ ഈക്വലായിട്ട് എന്ത് കാര്യം? സ്ത്രീകളാകുക, പുരുഷന്മാരാകുക. പുരുഷന്മാരെ പോലെ ആകാൻ നോക്കുന്നതാണ് അതിനേക്കാളും വലിയ ട്രാപ്പ്. മീ ടു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അതിന്റെ മെസ്സേജ് വളരെ നല്ലതാണ്. പക്ഷെ മീ ടു എന്ന് പറഞ്ഞ ലിറ്ററൽ മീനിങ് വളരെ കൺഫ്യൂസിങ് ആണ്. മീ ടു പുരുഷനെ പോലെ എനിക്കും ആകണം എന്നാണ്. പുരുഷനെ പോലെ ആകാനല്ല വുമന്റെ ഡെസ്റ്റിനി. വുമന്റെ ഡെസ്റ്റിനി വുമൻ ആകാനാണ്. മാൻ്റെ ഡെസ്റ്റിനി മാൻ ആകാനാണ്. മാൻ ഉണ്ടാക്കിയേക്കുന്ന ലോകത്തുണ്ടായ മാൻ ഉണ്ടാക്കിയേക്കുന്ന ഫ്രെയിംവർക്കിൽ മുല കൊടുക്കാൻ പോലും ഇന്നും മൾട്ടിനാഷണൽ കമ്പനികളിൽ പോലും ബേസിക്കലി സൗകര്യങ്ങളില്ല. വുമൻ ഒരു ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന രീതിയിൽ അതുപോലും ഇല്ലാതെ മാന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന വേൾഡ് സിസ്റ്റത്തിൽ എനിക്കും ഈക്വൽ സാധനം വേണമെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഒരു പക്ഷേ വുമൻ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. അതിന് പകരം വിമന്റെ സിസ്റ്റം ഉണ്ടാക്കുക, പുതിയ ലോകം ഉണ്ടാക്കുക, പുതിയ ചിന്തകൾ ഉണ്ടാക്കുക, പുതിയ ക്ലാരിറ്റി ഉണ്ടാക്കുക. അല്ലാതെ മാൻ വിമന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ട്രാപ്പിൽ പോയി പെടലല്ല സ്മാർട്ടസ്റ്റ് ബ്രെയിൻ എന്ന രീതിയിൽ വിമൻ തിങ്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പോഴാണ് നിങ്ങൾ സ്മാർട്ടായിട്ടുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പം മാൻ്റെ ഫ്രെയിമിലേക്ക്, മാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക്, തിങ്കിങ്ങിലേക്ക്, അവരുടെ സിംഗിൾ ഡയമെൻഷനായിട്ടുള്ള തിങ്കിങ്ങിലേക്ക് പോയി ട്രാപ്പാകാലും വിമൻ ചെയ്യേണ്ടത്. അതുപോലെ മെൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ
മെൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ വിമനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം വിമനെ സംബന്ധിച്ചോളം അവർ കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റിൽ എത്തിയാൽ അവരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. അവരെ അബലകളായിട്ട് കാണാതെ പവർ സോഴ്സുകളായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഗട്ട് ഫീലിങ് മെനിനോട് പറയുവാണ്. ഗട്ട് ഫീലിങ് അതായത് വിമനെ ജനറലി പറഞ്ഞു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ക്ലിയർ ആയിട്ട് രാജീവ് ഗാന്ധിയോട് പറഞ്ഞായിരുന്നു ഇവിടെ പോയാൽ മരിക്കൂ എന്നുള്ള കാര്യം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് അറിയാം. ഷേക്സ്പിയറിൻ്റെ മാർക്കാനണി ഈ പറഞ്ഞ് പോകുന്ന സമയത്ത്, പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഷേക്സ്പിയർ മാർക്കാനണിയുടെ വൈഫ് പറയുവാണ്, എന്തോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുവാണ്. അവിടെ പോയി പുള്ളിക്കാരൻ സ്റ്റാബ് ചെയ്യപ്പെടുവാണ്. അപ്പോൾ ബേസിക്കലി വിമനെ സംബന്ധിച്ചോളം എനർജി സെൻസ് ഉണ്ട്, ഗട്ട് ബ്രെയിനുമായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഇത് സിഗ്നിഫിക്കൻ്റ്ലി പവർഫുൾ ആയിട്ടൊരു ടൂളാണ്. കാരണം ജെഫ് ബെസോസ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ആമസോണിൻ്റെ CEO പറഞ്ഞിട്ടുള്ളത്, ഞാൻ എൻ്റെ ഡിസിഷൻസ് എടുക്കുന്നത് ഗട്ട് ഫീലിങ്ങിലൂടെയാണെന്നാണ്. പലപ്പോഴും ഇൻറ്റ്യൂഷനിലാണ് എടുക്കുന്നത്. വിമൻ അത് ഇൻസ്റ്റൻ്റ്ലി എടുക്കാൻ പറ്റും. കാണുന്നുണ്ടോ വിമനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, വിമൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പവർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെയോ ഈ പറഞ്ഞ രീതിയിൽ പിള്ളേരെ വളർത്താനുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് സെക്സിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കാണുന്നതിന് പകരം വിമൻ്റെ ട്രൂ ആയിട്ടുള്ള പവർ കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ റെഡി ആവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഹാഫ് ഓഫ് ദ റിസോഴ്സസ് ഇൻ ദ വേൾഡ്, ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് മെനിനെ സംബന്ധിച്ചോളം, വിമനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളെ തന്നെ വുമനും കാണാൻ റെഡിയാണെങ്കിൽ, ഓക്കെ, കാണാൻ റെഡിയാണെങ്കിൽ ചാലിടുക. കൾച്ചറൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നിങ്ങൾ ഈ സ്റ്റോറികളെ കുറിച്ച് അവെയർ ആകണമെന്നില്ല. അപ്പം നിങ്ങളുടെ ഗ്രാമമായും ഗ്രേറ്റ് ഗ്രാമമായും വിമനോട് ഞാൻ പറയുവാണ്, ഗ്രേറ്റ് ഗ്രാമമായും നിങ്ങളോട് പറഞ്ഞിരുന്ന സ്റ്റോറി, അയ്യോ അവർ സാക്രിഫൈസ് ഇതാ, കാരണം നിങ്ങളറിയാതെ ഈ സ്റ്റോറി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ സ്റ്റോറി ഇങ്ങനെ തന്നെയാണ്, ഞാനും ഇങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. അറിയാതെ ഇതിന് എനർജി കിട്ടുവാണ്, ഡയറക്ഷൻ കിട്ടുവാണ്. അങ്ങനെ ജീവിച്ച് സാക്രിഫൈസ് ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുവാണ്. ചില കൾച്ചർ പറയും, സാക്രിഫൈസ് ആണല്ലോ ജീവിതത്തിൻ്റെ അർത്ഥം. എനിവേ, അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് സാക്രിഫൈസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടി, ഒരുപാട് പുണ്യം ചെയ്യാൻ പറ്റി. ഇനി നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിൽ ഭയങ്കര സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുവാണ്. സാക്രിഫൈസിൽ നിന്ന് ജോയിയിലേക്ക് നിങ്ങൾ ട്രാൻസിഷൻ ചെയ്യണം. അപ്പം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന കൾച്ചറൽ സ്റ്റോറി എന്താണ്? ആരായി കോൺവെർസേഷൻ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്ന ചാർലിട്ടെ. പുതിയ ചിന്തകളാണോ? നിങ്ങൾ എന്നോട് എഗ്രിയോ ഡിസഗ്രിയോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ പുതിയ ചിന്തകളാണോ? ന്യൂ ചിന്തകളാണോ? ന്യൂ ചിന്തകളാണ് ന്യൂ സൈക്കം ഉണ്ടാക്കുന്നത്. പുതിയ ചിന്തകളാണ് നിങ്ങളെ ഫ്രീഡത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഹസ്ബൻഡ് ചൂത് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ല നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ചൂത് കളിക്കുമ്പോൾ ദയവ് ചെയ്ത് ഭാര്യനെ വെച്ച് ചൂത് കളിച്ചേക്കരുത്. ഓക്കെ, ആ പരിപാടി നിർത്തുക. ഓക്കെ, അടുത്ത ഫാമിലി സ്റ്റോറീസ്. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലായിട്ടൊരു ഇൻ്റർവെൻഷൻ ചെയ്യുവാണ്. അപ്പോൾ ആ ഇൻ്റർവെൻഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആകാൻ ടൂൾ കിട്ടുവാണ്. നിങ്ങൾക്ക് അത് വീണ്ടും ചെയ്ത് പല സ്റ്റോറികളിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആകാൻ പറ്റും. ഫാമിലി സ്റ്റോറീസ്. ഈ ഫാമിലി സ്റ്റോറീസ് വളരെ സിമിലർ ആണ്, പക്ഷേ ഗ്ലോബൽ സ്റ്റോറി എൻറ്റയർ ഹ്യൂമാനിറ്റിയുടെ സ്റ്റോറി, കൾച്ചറൽ സ്റ്റോറി നിങ്ങളുടെ കൾച്ചറിൻ്റെ സ്റ്റോറി, റിലീജിയനിൽ ഈ പറഞ്ഞ രീതിയിൽ പുരുഷന് പ്രാധാന്യം കൊടുത്തേക്കുന്നതാണ് പല റിലീജിയന്. ഓക്കെ, പുരുഷന് പ്രാധാന്യമാണ്. മരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പുരുഷനായിരിക്കും പ്രാധാന്യം. ഇവിടെയോ പ്രാധാന്യം സ്ത്രീകൾക്കില്ല, മരിച്ചു കഴിഞ്ഞാലും പുരുഷനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ സിസ്റ്റങ്ങളിലൊക്കെ എടുത്ത് നോക്കി. ഓക്കെ, അങ്ങനെയാണോ? അതാണോ ആ സിസ്റ്റം? ഇത് പുരുഷന്മാരുണ്ടാക്കിയ എഴുത്തായതുകൊണ്ടാണോ? അതിൻ്റെ ബയസാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കൾച്ചർ ആലോചിച്ച് നോക്കുക. നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് നരകത്തിലോ എവിടെയാണ് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയെങ്കിലും ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ടോ? സ്ത്രീകളാണെങ്കിൽ. പുരുഷന്മാരാണ് നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കുക, നമ്മുടെ ബയസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫ്രീ ആകാൻ പറ്റും. കാരണം നമ്മൾ ലോകത്തെ ട്രൂലി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബയസിൽ നിന്നും ഫ്രീ ആകണം. ഞാൻ ഒരു പുരുഷൻ എന്ന രീതിയിൽ, എൻ്റെ പുരുഷൻ എന്നുള്ള രീതിയിൽ ബയസിൽ നിന്ന് ഞാൻ പുറത്ത് മാറി നിന്നാൽ, പുറത്തുനിന്ന് നോക്കിയാലേ എനിക്ക് ട്രൂലി കാണാൻ പറ്റുള്ളൂ, ഇതാണല്ലോ ഫാക്റ്റ് എന്ന്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് നമ്മളുടെ ലിറ്ററേച്ചർ മുഴുവൻ പുരുഷന്മാരിൽ നിന്ന് വന്നതായതുകൊണ്ട്, അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ പുരുഷന്മാരിലുള്ള അന്ധവിശ്വാസങ്ങളും അവർക്കുള്ള ഇതിൽ കോൺവെർസേഷൻ നാച്ചുറലി വരുമല്ലേ. ആ വിഷം നിങ്ങൾ എടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞേ. എൻ്റെ അറിവില്ലായ്മയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്. നിങ്ങൾ കമൻറ്റിലിട്ടെ, ആ പോയിസൺ നിങ്ങൾ എടുക്കേണ്ട കാര്യമുണ്ടോ? എന്നിലുള്ള
എനിക്ക് എൻ്റെ ലിറ്ററേച്ചറിൽ എനിക്കൊരു പോയിസൺ ഉണ്ട്, എൻ്റെ മനസ്സിലൊരു ബയസ് ഉണ്ട്, ഞാൻ തെറ്റായിട്ടുള്ള ഒരു ധാരണ, ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാത്ത ലെവലിലാണ് എൻ്റെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചേക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഞാൻ എത്ര അറിവുള്ള ആളാണെങ്കിലും, ഞാൻ എത്ര ക്ലിയർ ആണെങ്കിലും, എത്ര ഡിവൈൻ ഇൻസ്പയർഡ് ആണെങ്കിലും, എൻ്റെ മിസ്റ്റേക്ക് അല്ലേ, അത് ഞാൻ അക്നോളജ് ചെയ്യണ്ടേ. 5 വർഷം മുമ്പ് എഴുതിയ എൻ്റെ ബുക്കാണെങ്കിലും, 50 വർഷം മുമ്പ് എൻ്റെ എഴുതിയ ബുക്കാണെങ്കിലും, 10,000 വർഷം ബുക്ക് എഴുതിയാണെങ്കിലും അത് ട്രൂത്ത് അല്ലേ. അതാണ് എൻ്റെ അറിവില്ലായ്മ, അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം എനിക്ക് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് അതിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. ഫാമിലി സ്റ്റോറീസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ എനർജി ഫ്ലോ ചെയ്യുന്നത് സ്റ്റോറിയിലൂടെയാണ് എനർജി ഫ്ലോ ചെയ്യുന്നത്. അതായത് ഒരു പുഴയും വേറൊരു പുഴയും ചേർന്നപ്പോൾ 2 പുഴയായി. അമ്മയാകുന്ന പുഴ, അച്ഛനാകുന്ന പുഴ. അവരുടെ മുമ്പ് വേറെ 2 പുഴയുണ്ടായിരുന്നു. അവരുടെ അമ്മ അച്ഛനാകുന്ന പുഴ, അവരുടെ അമ്മ അച്ഛനാകുന്ന പുഴ. ഇങ്ങനെ കുറേ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മാസ്കുലിനിറ്റി ഫെമിനിറ്റിയുടെയും കളക്ഷനായിട്ട്, കുറേ മാസ്കുലിനിറ്റിയുടെയും ഫെമിനിറ്റിയുടെയും കളക്ഷനായിട്ട് നമ്മൾ ഒരു പുഴയിൽ നിന്ന് വേറൊരു പുഴയിൽ നിന്ന് കുറേ വെള്ളച്ചാട്ടത്തിലൂടെ, കുറേ കല്ലിലൂടെ മുകളിലോട്ട് ചാടി, പിന്നെ താന്ന്, പിന്നെ പൊങ്ങി, പിന്നെ താന്ന്, ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ ലെവലിൽ എൻറ്റയർ ആയിട്ടുള്ള നമ്മളുടെ തലമുറകളുടെ എനർജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡാഡിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ. ഇതിനെക്കുറിച്ച് ബർട്ട് ഹെലിഞ്ചർ ഇൻ്റർ ജനറേഷണൽ ട്രോമ എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിനെ വിളിക്കുന്നത് ഇൻ്റർ ജനറേഷണൽ ബ്ലെസ്സിങ് എന്നാണ്. അത് ബ്ലെസ്സിങ് ആകാം, കേഴ്സും ആകാം. ഇൻ്റർ ജനറേഷണൽ ബ്ലെസ്സിങ് ആകാം, ഇൻ്റർ ജനറേഷണൽ കേഴ്സ് ആകാം. ഹിന്ദുസ് ഇതിനെ കർമ്മ എന്ന് വിളിക്കും. അപ്പോൾ ബേസിക്കലി എന്ന് വെച്ചാൽ ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിന്തകൾ? കമൻറ്റിലിട്ടെ, എന്താണ് ചിന്തകൾ? ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകൾ എന്ന് പറഞ്ഞാൽ തോട്ട്സ് ആണ്, സ്റ്റോറിയാണ്, തീർച്ചയായിട്ടുമാണ്. വേറെ എന്താണ് ചിന്തകൾ? ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻസ് ആണ്. വേറെ എന്താണ്? എനർജിയാണ്. ബ്യൂട്ടിഫുൾ ലത. ചിന്തകൾ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പോൾ എനർജി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? എനർജി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. എനർജി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചിന്തകൾ തീർച്ചയായിട്ടും നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ സ്റ്റോറി ആയിട്ട് സേവ് ചെയ്ത് കിടക്കുവാണ്. നമ്മളുടെ ചിന്തകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ കഥകളായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്. നിങ്ങൾ ചെറുപ്പം ഓർക്കാൻ പറഞ്ഞാൽ, ചെറുപ്പം ഒന്ന് ഓർത്തേ, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മ ഓർത്തേ. ഏറ്റവും ചെറുപ്പത്തിലുള്ള ഓർമ്മ നിങ്ങൾ എന്താ ഓർത്തത്? ഒരു അനക്ഡോട്ട് അല്ലേ, ഒരു സ്റ്റോറി അല്ലേ ഓർത്തത്? നോക്കിയേ, ചാറ്റിട്ടെ. അമ്മ ഇങ്ങനെ കാര്യം പറഞ്ഞു, അവിടെ വന്നു തല്ലു ഓടിപ്പൊടി എന്ന് പറഞ്ഞു, അപ്പോൾ ഓടി. അതാണ്. അലമാരയ്ക്ക് ഇരിക്കടാന്ന് പറഞ്ഞു, അല്ലാതെ അല്ലേ? അതല്ലേ നിങ്ങൾ ഓർത്തത്? ബേസിക്കലി സ്റ്റോറി ആയിട്ടാണ് നമ്മുടെ ഓർമ്മകൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. ചിന്തകൾ ഓർമ്മകളായി, ഓർമ്മകൾ സ്റ്റോറി ആയിട്ടാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വലിയ അപ്പൂപ്പൻ്റെ സ്റ്റോറി, വലിയ അപ്പൂപ്പൻ്റെ, വലിയ അമ്മൂമ്മയുടെ സ്റ്റോറി, അമ്മയുടെ സൈഡിലുള്ള ആളുടെ സ്റ്റോറി, മറ്റേ ആളുടെ സ്റ്റോറി, ഈ സ്റ്റോറികൾ മേർജ് ചെയ്ത് ഈ സ്റ്റോറികളുടെ ഒരു എനർജി ഫ്ലോ നമ്മുടെ ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഹ്യൂമാനിറ്റി ബിലീവ് ചെയ്യുന്നത് നമ്മളുടെ ഫെയ്റ്റ് ഡിറ്റർമൈൻഡ് ആണെന്ന്. കാരണം അതിനൊരു ഫ്ലോ ഉണ്ട്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, അതിനൊരു എനർജി ഉണ്ട്. അതിനെ ബ്രേക്ക് ത്രൂ ചെയ്യണം. ആ ഡാർക്ക്നെസ്സിനേക്കാളും കൂടിയ ലൈറ്റിലേക്ക് നിങ്ങളുടെ കോൺഷ്യസ്നെസ്, നിങ്ങളുടെ ഇൻറ്റൻസിറ്റി ഓഫ് ഫോട്ടോൺസ്, അതായത് ഫോട്ടോൺസ് ആണ് ലൈറ്റ്, വേവായിട്ട് പോകുന്ന ഫോട്ടോൺസ് ആണ് ലൈറ്റ്, ഐൻസ്റ്റൈൻ പറയുന്നത്. അപ്പോൾ ആ വേവായിട്ട് പോകുന്ന ഫോട്ടോൺസ് ആകുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി സിഗ്നിഫിക്കൻ്റ്ലി നിങ്ങളാകുന്ന സ്പീഷീസ് കൊടുത്താലാണ് നിങ്ങൾ നിങ്ങളുടെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഫോണായി മാറുന്നത്, ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇൻവെൻഷനായി മാറുന്നത്. നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് ഞാൻ ലേറ്റസ്റ്റ് വേർഷൻ ഇൻവെൻഷനാണ്, ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇൻവെൻഷനാണെന്ന് പറഞ്ഞാൽ ആകിയല്ല. നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ് അപ്ലൈ ചെയ്ത് നിങ്ങൾ അവിടെ ഇന്നഫായിട്ടുള്ള ലൈറ്റ്, ഇന്നഫായിട്ടുള്ള പ്രകാശം കൊടുത്താൽ നിങ്ങളുടെ സ്റ്റോറി ചേഞ്ച് ചെയ്യുകയാണ്. ഡോക്ടേഴ്സ് ഉള്ള ഫാമിലിയിൽ പിന്നെയും ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സ് ഉള്ള ഫാമിലിയിൽ പിന്നെ എഞ്ചിനീയേഴ്സാണ്, ഓക്കെ, സയൻറ്റിസ്റ്റ് ഉള്ള ഫാമിലി സയൻറ്റിസ്റ്റുകളാണ്, ക്രിമിനൽസ് ഉള്ള ഫാമിലിയിൽ ക്രിമിനൽസാണ്. സ്റ്റോറി ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടിന്യൂ. ദരിദ്രരായിട്ടുള്ള ഫാമിലിയിൽ ദരിദ്രരാണ്, റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ റിച്ചാണ്. ഇത് അൺഫെയർ ആണോ? അൺഫെയർ ആണ്. പക്ഷേ ഇത് മാറ്റണം. ആരാണ് മാറ്റണ്ടേ? നിങ്ങളാണ് മാറ്റണ്ടേ. എന്താണ് മാറ്റണ്ടേ? സ്റ്റോറിയാണ് മാറ്റണ്ടേ. അടുത്തതാണ് ഇൻഡിവിജ്വൽ സ്റ്റോറീസ്. ഇതാണ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് നമുക്ക് ഇൻ്റർവെൻഷനിലേക്ക് നമുക്ക് കയറാം. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു പരാജയപ്പെട്ടു, ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു സ്റ്റോറി ഡയറക്ഷൻ കൊടുത്തേക്കുക. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നു. നമ്മളൊരു ഇത് പറയാം, എനിക്കന്ന് പൈസ ഉണ്ടായിരുന്നു. കൃത്യം അന്ന് മോഡി ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം വന്നു, അന്ന് നോട്ട് നിരോധിച്ചു. അങ്ങനെ പിന്നെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞാൻ കൃത്യം ബിസിനസ് തുടങ്ങി.
പിന്നെ മാത്രം ഞാൻ ഒരു സ്ത്രീയല്ലേ, അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു സ്ത്രീ, ഒരു അബലയായ സ്ത്രീയല്ലേ, അല്ല ഞാൻ ഒരു പുരുഷനല്ലേ, പ്രായമായ ഒരു പുരുഷനല്ലേ, ടെസ്റ്റോസ്റ്ററോണൊക്കെ എനിക്ക് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട്, ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ബിസിനസ് ചെയ്യാനായിട്ടൊരു തോന്നൽ വരുന്ന ഒരാളല്ല. പിന്നെ എനിക്ക് ഒരു മനുഷ്യരോട് സംസാരിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ സ്റ്റോറികളാണ്. കണ്ണാടി ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. കാരണം കണ്ണാടി ഉള്ളവരെ ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ സെയിൽസ് എനിക്ക് അറിയത്തില്ലായിരുന്നു, കാരണം സെയിൽസ് എനിക്ക് പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് സെയിൽസിന് പറ്റിയ ഒരു പേഴ്സണാലിറ്റി അല്ല എൻ്റെ പേഴ്സണാലിറ്റി. മാർക്കറ്റിംഗ് അതൊക്കെ മോശം ആൾക്കാർക്കുള്ള പരിപാടിയാണ്. പൈസ ഉണ്ടാക്കുന്നത് അതും മോശമായിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് കുറച്ച് പൈസയൊക്കെ മതി. പൈസ ഒത്തിരി ഉള്ളത് എന്തായാലും മോശമായി എനിവേ, കാരണം ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ മോശമായി പോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് മോശമായി പോകണ്ട, അതുകൊണ്ട് എനിക്ക് പൈസ വേണ്ട. സ്റ്റോറികളാണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോറീസ്. ക്ലിയർ ആണോ? അപ്പം ഇതിനെല്ലാം ഓപ്പോസിറ്റ് ബ്ലെസ്സിങ് സ്റ്റോറീസ് ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്മൈൽ ചെയ്ത് ഇവിടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ വളരെ അറ്റൻഷൻ പേ ചെയ്ത് ഇത്രയും നേരം ഇവിടെ അറ്റൻഷൻ പേ ചെയ്ത്? ബൈ ദ വേ, ഗ്രേറ്റ് ജോബ്. നിങ്ങൾ ഇത് റെക്കോർഡിംഗ് കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ഇൻ പേഴ്സൺ ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സിലേക്ക് എത്തുവാണ്. നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇപ്പോഴത്തെ ലെവലിൽ 1 hour 45 minutes നമ്മൾ സമയം സ്പെൻഡ് ചെയ്തു ടുഗദർ. 1 hour 45 minutes. നിങ്ങൾ ലോങ്ങസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഇരുന്നു എന്നുള്ള കാരണം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയമാണ്. കാരണം സാധാരണഗതിയിൽ ആൾക്കാർ 1 മിനിറ്റേ ഇരിക്കുന്നുള്ളൂ. ഓക്കെ, 1 hour 45 minutes ഒന്നും ഇട്ട് നിങ്ങൾ ഇവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, 1.45 നിട്ടാൽ മതി മടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതേണ്ട ആൾക്കാർ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നിങ്ങളുടെ സ്റ്റോറി എന്താണ്? നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി, അറിഞ്ഞോ അറിയാതെയോ. ചിലപ്പോൾ ഒരു ഗ്ലോബൽ സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ ഒരു കൾച്ചറൽ സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫാമിലി സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോറി ആയിരിക്കും. അപ്പം നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി എന്താണ്. നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം കണ്ടുപിടിച്ചേ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി എന്താണ്. ഈ സ്റ്റോറി എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്, ചുമ്മാ മനസ്സിൽ തോന്നുന്നു എനിക്ക് അങ്ങനെ, അതല്ല. ട്രൂലി നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്റ്റോറി എന്താണ്, അതാണ് നമുക്ക് കാണണ്ടേ, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ട്രൂലി നിങ്ങൾ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി എന്താണ് എന്ന് ആലോചിച്ചേ. നിങ്ങൾ ഇന്ന് വിജയിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വേണ്ട ഗോളിൽ നിങ്ങൾ എത്തിയില്ലേ, ഇന്ന് ഈ മൊമെന്റിൽ നിങ്ങൾക്ക് വേണ്ട ഗോളിൽ നിങ്ങൾ എത്തിയില്ലെങ്കിൽ അതിന് പിന്നിലുള്ള സ്റ്റോറി എന്തായിരുന്നു? ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എക്സ്ക്യൂസ് എന്തായിരുന്നു? ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ജയിക്കാതിരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് ഫണ്ടില്ല, എനിക്കിതല്ല, ഇൻവെസ്റ്റ് ചെയ്യാനില്ല, സീഡ് മണി ഇല്ല, മറ്റതില്ല, അതില്ല, എനിക്കൊരു പരിചയമില്ല, ഇങ്ങനെയില്ല, ഇംഗ്ലീഷില്ല, മലയാളമില്ല, സംസാരിക്കാൻ അതറിയത്തില്ല, ഇങ്ങനെ അറിയത്തില്ല. എന്തായിരുന്നു ഇന്ന് വരെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തിരുന്ന സ്റ്റോറി? എന്തും ആയിക്കോട്ടെ, ആ സ്റ്റോറി കണ്ടുപിടിച്ച ആൾക്കാരെ ഫൗണ്ട് എന്ന് ചാറ്റിടുക. കാരണം ഇരുട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ലാക്ക് ഓഫ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രകാശം ഈ സ്റ്റോറിയിലേക്ക് അടിക്കുമ്പോൾ അപ്പം തന്നെ സ്റ്റോറി ഡിസപ്പിയർ ആയി തുടങ്ങുവാണ്. കംപ്ലീറ്റ് അല്ല, തുടങ്ങുവാണ്. ഓക്കെ, ഫൗണ്ട്, എക്സലന്റ്, പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഓക്കെ, നിങ്ങൾ സ്റ്റോറി കണ്ടുപിടിച്ച് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി. അത് ഗ്ലോബൽ സ്റ്റോറി ആകാം, അല്ല അമ്മ പറഞ്ഞ സാക്രിഫൈസിൻ്റെ സ്റ്റോറി ആകാം, അല്ല അച്ഛൻ പറഞ്ഞ ഈ പറഞ്ഞ രീതിയിൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പുരുഷൻ്റെ സ്റ്റോറി ആകാം, എന്തും ആയിക്കോട്ടെ. എന്താണെങ്കിലും ആ സ്റ്റോറി കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്റ്റോറികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് നിങ്ങളിനി മനസ്സിലാക്കേണ്ടത്. സ്റ്റോറികൾ എങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ സ്റ്റോറികൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ലൈഫിൽ, ഞാനൊരു ദിവസം ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ അടുത്തൊരു പാർക്കിൽ പാർക്കിൽ പോയി നിൽക്കുവാണ്. അപ്പോൾ ഒരു കൊക്ക് വന്നിട്ട് ഒരു ഫിഷിനെ ഇങ്ങനെ കൊത്തി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. ഇങ്ങനെ അള്ളി പിടിച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. ഞാൻ മീൻ കഴിക്കുന്ന ആളാണ്, ഇറച്ചി കഴിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ആ എക്സ്പീരിയൻസ് കണ്ടപ്പം, ഞാൻ നോക്കുമ്പം എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ കൊക്ക് താഴ്ത്തിടുവാണെന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ കൊക്ക് താഴ്ത്തിടുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കായിരുന്നു എന്ന് ചിന്തിക്കാൻ ചിലപ്പം. വേറെ സിറ്റുവേഷൻ കൊക്കിനോടുള്ള ഫീലിംഗ് നോക്കുവാണെങ്കിൽ, കൊക്കാണ് വിശന്ന് പറഞ്ഞ് കൊക്ക് പാവം, കൊക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കണ്ടേ, കൊക്കിനും വേണ്ട കുറച്ച് ഭക്ഷണം എന്ന് ചിന്തിക്കാം. ഫിഷിൻ്റെ ലെവലിൽ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് മേത്ത് മുഴുവൻ ഇങ്ങനെ അള്ളി പിടിക്കുന്ന വേദനയാണ്. 3 സ്ഥലത്ത് നോക്കാമല്ലേ അല്ലേ? പക്ഷെ റിയാലിറ്റിയിൽ യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? യൂണിവേഴ്സിന്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? യൂണിവേഴ്സിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ നേച്ചർ
അല്ലേ? കൊക്കിനെ സംബന്ധിച്ചോളം അടിപൊളി, ഇന്ന് ബൊഫയാണ്, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ കൂടെ ഗ്രില്ല് ചെയ്ത് കഴിക്കണം, ഭർത്താവിൻ്റെ കൂടെ ഗ്രില്ല് ചെയ്ത് കഴിക്കണം. ഓക്കെ, ഇതാണ് ചിന്തിക്കുക. ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഇടുവാണെങ്കിൽ എനിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ആ മീൻ എടുത്തുകൊണ്ട് വയ്ക്കുക, എനിക്ക് പിന്നെ ഫിഷ് ചെയ്യാൻ വേണ്ട, കടയിൽ മീൻ മേടിച്ചുകൊണ്ട് വരണമെന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ പോകേണ്ട നേരെ ഈ മീനുമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാം. ഫിഷിനെ സംബന്ധിച്ചോളം ഫിഷിന് പെയിനാണ്. യൂണിവേഴ്സിലെ ബേസിക്കലി നേച്ചറാണ്. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിന് യാതൊരു, ഇത് ഇച്ചിരി ക്രൂരമാണ് പക്ഷെ ട്രൂത്താണ്, യാതൊരു മീനിങ്ങും ഇല്ല. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്, പക്ഷെ പറയും. നിങ്ങളുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസിന് യാതൊരു മീനിങ്ങും ഇല്ല യൂണിവേഴ്സിൽ. അത് കൊക്കിനറിയാം, റോസപ്പൂവിനും അറിയാം, കോഴിക്കും അറിയാം. കാരണം കോഴി എല്ലാ ദിവസവും ഇങ്ങനെ ബോയിലർ ചിക്കനായിട്ട് 60 ദിവസം ആകുമ്പോൾ പിന്നെ ബ്രോയിലർ ചിക്കനായി, 70 ദിവസം ആകുമ്പോൾ ബോയിലർ ചിക്കനായി പോകുന്ന. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിന് ഭയങ്കര മീനിങ് കണ്ടുപിടിച്ചു, വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. കണ്ടുപിടിച്ചോളുക. റിയാലിറ്റിയിൽ യൂണിവേഴ്സിൽ യാതൊരു മീനിങ്ങും ഇല്ല. ക്ലിയർ ആണോ? ഫെയർ ആണോ? വൈറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളൊരു മീനിങ് അതിന് കൊടുക്കുവാണ്. നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ള ബ്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു മീനിങ് അതിന് കൊടുക്കുവാണ്. നമ്മൾ മീനിങ് കൊടുത്തിട്ട് നമ്മൾ പറയുവാണ് എന്താണ്? അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചോളം എന്തായിരുന്നു നല്ലത്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ കൊക്കെന്ന രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്. എന്തൊരു നല്ലതായിരുന്നു. ആ ഫിഷിനെ അങ്ങനെ പിടിച്ചപ്പോൾ തന്നെ എനിക്ക് കൊതി വായിലൂടെ ഇങ്ങനെ, കൊക്കിലൂടെ ഇങ്ങനെ കൊതി ഇങ്ങനെ കയറി വരുമായിരുന്നു, കൊക്കിലൂടെ ഇങ്ങനെ വെള്ളം ഊറുമായിരുന്നു എന്നാണ് നമ്മുടെ കൊക്ക് പറയുന്നത്. കൊക്കിൻ്റെ കൊക്കിലൂടെ ആ കൊക്കിനൊരു ഇമോഷൻ ഉണ്ടാവുകയാണ്, ഡീപ്പ് ലെവലിൽ ഓക്സിറ്റോസിൻ ഉണ്ടാവുകയാണ്, കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്. എനിക്ക് പിള്ളേർക്ക് കുറച്ച് മീനെ കൊണ്ടു കൊടുക്കാൻ പറ്റും. 3 ദിവസമായിട്ട് പറഞ്ഞ പോലെ മീനില്ല എന്ന് പറഞ്ഞ് കൊച്ചുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് കുറച്ച് മീൻ കൊണ്ട് കൊടുക്കാൻ പറ്റുവാണ്. അപ്പം എന്തൊരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റായി ഞാനൊരു നല്ല അച്ഛനാണ് ഞാനൊരു നല്ല അച്ഛനാണ്, നല്ലൊരു കൊക്കച്ഛൻ. ഓക്കെ, നല്ലൊരു കൊക്കച്ഛനാണ്. അപ്പോൾ ഒരു ബ്ലെസ്സിങ് സ്റ്റോറി ഉണ്ടായി. ഇതാണ് സിറ്റുവേഷൻ. ക്ലിയർ ആണോ? ഇതേ എക്സ്പീരിയൻസ് തന്നെ ഫിഷിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ, ഫിഷ് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുവാണ്. ഫിഷ് വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ നീന്തുന്നത് എനിക്കറിയത്തില്ല, ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ഫിഷ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊക്കി ഇങ്ങനെ വയ്ക്കുന്നു, ഒരു എന്തോ ഒരു ശബ്ദം കേട്ടു, കുറച്ച് വെള്ളം ഇങ്ങനെ കണ്ടു, പിന്നെ പറക്കുവാണ്. പുള്ളി ആദ്യം ഓർത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് പറക്കാനുള്ള കഴിവ് കിട്ടിയോ, പണ്ട് പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പറക്കാനുള്ള കഴിവ് കിട്ടണേ, വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്ന മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊക്ക് നോക്കുക. പിന്നെ മനസ്സിലായത് ഇത് കുത്തി വേദന എടുക്കുന്നുണ്ടെന്ന്. പുള്ളിക്കുണ്ടായ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. മേത്തോടെ ഇങ്ങനെ ബ്ലഡ് ഫീൽ ചെയ്യുവാണ്, ആ ബ്ലഡ് പുറത്തോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യുവാണ്, ഇങ്ങനെ ഇറക്കി പിടിച്ചേക്കുന്നത്. പുള്ളിക്ക് ഫീൽ ചെയ്യുന്നത് ടെറിഫൈഡ് ആയിട്ടുള്ള ഇമോഷനാണ് ഉണ്ടാകുന്നത്. ടെറിഫൈഡായി മാറി. ലൈഫ് ആൻഡ് ഡെത്താണ്. കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ തീർന്നു ലൈഫ്, നീ എങ്ങോട്ടാണ് പോകുന്നത്, അതൊരു കേൾ സ്റ്റോറിയായി മാറി. പിന്നെ ഫിഷ് മപ്പാസായി, അത് കഴിഞ്ഞ് മാറി. ഇതുപോലെയാണ് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫിഷിൻ്റെ കാര്യം പോക്കാണ്. ഓക്കെ, ഫിഷിൻ്റെ എക്സാമ്പിൾ. നമ്മളുടെ ലൈഫ് സിറ്റുവേഷനിൽ നമുക്ക് എമിനൻ്റ് ആയിട്ടുള്ള ഡെത്ത് ഉണ്ടായില്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മാറ്റാമെന്നാണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മീനിങ് മാറ്റുക, ഇമോഷൻ മാറ്റുക, കോണ്ടെക്സ്റ്റ് മാറ്റുക. ഏത് കേൾ സ്റ്റോറിയും ബ്ലെസ്സിങ് സ്റ്റോറിയായിട്ട് മാറ്റാൻ പറ്റും. അതാണ് ആൽക്കമിയാണ്. ആൽക്കമിസ്റ്റുകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? റോ മെറ്റൽസ് കണ്ടുപിടിച്ചിട്ട് അവർ വർഷങ്ങളോളം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. റോ മെറ്റൽസ് എടുത്തിട്ട് ആ മെറ്റൽസിനെ പിടിച്ചിട്ട് അവർ അത് ചെയ്ത് കെമിക്കൽ ചേഞ്ചസ് അവിടെ വരുത്തി ഇവിടെ വരുത്തി എങ്ങനെയെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം? സ്വർണം ഉണ്ടാക്കണം. ആ സ്വർണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവാണ്. എങ്ങനെ? ഈ സ്റ്റോറിയുടെ എനർജിയും ഡയറക്ഷനും ചേഞ്ച് ചെയ്താൽ. ഈ സ്റ്റോറിയുടെ എനർജിയും ഡയറക്ഷനും കാരണം സ്റ്റോറിക്ക് എന്താണുള്ളത്? സ്റ്റോറിക്ക് മീനിങ് ആണുള്ളത്, ഇമോഷൻ ആണുള്ളത്, കോണ്ടെക്സ്റ്റ് ആണുള്ളത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ മീനിങ്, ഇമോഷനും കോണ്ടെക്സ്റ്റ് മാറ്റിയാൽ ഏത് സ്റ്റോറിനെ ബ്ലെസ്സിങ് സ്റ്റോറിയാക്കി മാറ്റാൻ പറ്റും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്? അപ്പോൾ ഇത് ഗ്ലോബൽ സ്റ്റോറിയാണെങ്കിൽ മാറ്റാം, ഇത് കൾച്ചറൽ സ്റ്റോറിയാണെങ്കിൽ മാറ്റാം, ഫാമിലി സ്റ്റോറിയാണെങ്കിൽ മാറ്റാം, പേഴ്സണൽ സ്റ്റോറിയാണെങ്കിലും മാറ്റാം. ഏത് ലെയറിലുള്ള സ്റ്റോറിയും നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾ വേൾഡിനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഗ്ലോബൽ സ്റ്റോറി മാറ്റിയാൽ മതി. നിങ്ങളുടെ കൾച്ചറിനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ കൾച്ചറൽ സ്റ്റോറി മാറ്റിയാൽ മതി. നിങ്ങളുടെ ഫാമിലിയെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഫാമിലി സ്റ്റോറി മാറ്റിയാൽ മതി. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റോറി മാറ്റിയാണ്, പേഴ്സണൽ സ്റ്റോറി മാറ്റിയാണ്. കാരണം നിങ്ങളുടെ സ്റ്റോറി മാറ്റുമ്പോൾ നിങ്ങളുടെ ഫാമിലി ട്രീയുടെ സ്റ്റോറി മാറുവാണ്.
കാരണം നിങ്ങളുടെ ഫാമിലിയിലെ ലേറ്റസ്റ്റ് ഇൻവെൻഷനായിട്ട് നിങ്ങൾ മാറുവാണ്. നിങ്ങളെ ലേറ്റസ്റ്റ് ഇൻവെൻഷനായി മാറുമ്പോൾ എന്ത് സംഭവിച്ചു? ആ ലേറ്റസ്റ്റ് ഇൻവെൻഷനായി മാറിയ നിങ്ങൾ ആ എൻറ്റയർ ആയിട്ടുള്ള ബാക്കിലേക്കുള്ള ജനറേഷനെ മുഴുവൻ പോയി മാറ്റുവാണ്. മുന്നോട്ടുള്ള എൻറ്റയർ ജനറേഷനെ നിങ്ങൾ പോയി മാറ്റുവാണ്. പുറകോട്ട് എങ്ങനെ മാറ്റും അത് ഞാൻ പിന്നെ സംസാരിക്കാം. അവർക്കെല്ലാവർക്കും അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുവാണ്. എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ആനന്ദിക്കുവാണ്. കാരണം നമ്മുടെ ജനറേഷനിൽ ഒരു ഇൻവെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പറയല്ലേ, ന്യൂട്ടൻ്റെ ജനറേഷനിൽ നിന്നുണ്ടായ ആളാണ് ഞാനെന്ന് പറയുന്ന പോലെ അവരിരുന്ന് അവരുടെ സോളിൽ അവർക്ക് ഫീൽ ചെയ്യുവാണ് നമ്മളുടെ ജനറേഷനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തു ഈ ആള് വന്ന്, ഈ സജന വന്ന്, ഈ ബീന വന്ന്, ഓക്കെ, ഈ കൊച്ചെ സ്റ്റെപ്പ് വന്ന് എന്ത് ചെയ്തു? നമ്മുടെ ജനറേഷനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു. എന്നിട്ട് മുന്നോട്ടുള്ള ജനറേഷൻ മുഴുവൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കേർവ് സ്റ്റോറീസിനെ ബ്ലെസ്സിങ് സ്റ്റോറി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? അത് കൺവേർട്ട് ചെയ്യുന്നത് എഗെയിൻ നമ്മൾ ന്യൂറോളജിനെ സൈക്കോളജിയും ബേസ് ചെയ്തിട്ട് പഠിച്ചതിലുള്ള പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നമ്മൾ ഇൻവെൻറ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ്. വളരെ സിമ്പിളാണ്. നമ്മളെ സംബന്ധിച്ചോളം ബേസിക്കലി ഒരു കേർവ് സ്റ്റോറി എടുത്തു, അതിനൊരു പുതിയ മീനിങ് കൊടുത്തു, പുതിയൊരു അർത്ഥം കൊടുത്തു. നമ്മൾ ഏത് സ്റ്റോറി എടുത്താലും നമുക്ക് പുതിയ മീനിങ് കൊടുക്കാം. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം ഒരു സെക്കൻഡിൽ. ഓക്കെ, പുതിയൊരു അർത്ഥം കൊടുക്കുമ്പോൾ പുതിയൊരു ഇമോഷൻ ഉണ്ടായി. പുതിയൊരു ഇമോഷനാണ്. ഇമോഷൻ ബോഡിയുടെ ലാംഗ്വേജാണ്, ശരീരത്തിൻ്റെ ലാംഗ്വേജാണ് ഇമോഷൻ. അപ്പോൾ പുതിയൊരു ഇമോഷൻ കൊടുത്തു കഴിയുമ്പം പുതിയൊരു കോണ്ടെക്സ്റ്റ് ഇവോൾവ് ആയിക്കഴിഞ്ഞാൽ അതൊരു ബ്ലെസ്സിങ് സ്റ്റോറി ആയി മാറി. ഒരു പ്രാവശ്യം ഒരു കേർവ് സ്റ്റോറി എടുത്തു, പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി എടുത്തു. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ലൈറ്റ് കൊടുത്താൽ മാത്രം മതി. ലൈറ്റാണ് ഇതെല്ലാം കൊടുക്കുന്നത്. ഒരു ലൈറ്റ് ഇവിടെ നടിച്ചു, ഒരു ലൈറ്റ് ഇവിടെ നടിച്ചു. അന്നേരം ഡാർക്ക്നെസ്സിൽ ലൈറ്റായി. നമ്മൾ നേരത്തെ ലൈറ്റ് ഓഫ് ചെയ്തായിരുന്നു അല്ലേ? ലൈറ്റ് ഓഫ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്വിച്ച് ഇട്ടു, ഒരു സ്വിച്ച് ഓഫ് ആക്കി, ലൈറ്റ് ഓഫ് ആയി. ഒരു സ്വിച്ച് ഇട്ടു, ലൈറ്റ് ഓൺ ആയി. ഇതുപോലെ നമ്മൾ ഇവിടുന്ന് 3 സ്വിച്ചാണ്. മീനിങ് എന്ന് പറഞ്ഞൊരു സ്വിച്ച്, ഇമോഷൻ എന്ന് പറഞ്ഞൊരു സ്വിച്ച്, കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സ്വിച്ച്. ഈ 3 സ്വിച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ഒരു കേർവ് സ്റ്റോറി ബ്ലെസ്സിങ് സ്റ്റോറി ആയിട്ട് മാറി. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ആ സ്റ്റോറി ഇപ്പോൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നേരത്തെ കണ്ടുപിടിച്ച ആൾക്കാരെ ഫൗണ്ടെന്ന് എഴുതി, കണ്ടുപിടിക്കാത്ത ആൾക്കാരെ ഇപ്പം കണ്ടുപിടിക്കുക. ഓക്കെ, എക്സലൻറ്റ് ജോബ്. സ്റ്റോറി കണ്ടുപിടിച്ചു. ഇനി നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറി നിങ്ങളൊന്ന് പ്ലേ ചെയ്യുക ആദ്യം തൊട്ട് അവസാനം വരെ. ഈ സ്റ്റോറി ഒന്ന് പ്ലേ ചെയ്യുക ആദ്യം തൊട്ട് അവസാനം വരെ. നിങ്ങളുടെ മനസ്സിൽ ഈ സ്റ്റോറി ഇച്ചിരി വേദനയോടെ വിഷമത്തോടുകൂടെ എങ്ങനെയാണെങ്കിലും ആ സ്റ്റോറി പ്ലേ ചെയ്യുക. ഒരു സിനിമ പോലെ പ്ലേ ചെയ്യുക. ഈ സ്റ്റോറി നിങ്ങളൊരു തിരക്കഥാകൃത്താണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറി എങ്ങനെ നിങ്ങൾ മാറ്റും? എങ്ങനെ ഈ സ്റ്റോറി മാറ്റും? ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റോറിയുടെ എൻഡ് മാത്രം എടുക്കുക. അപ്പം നിങ്ങൾ പുറകോട്ട് വലിക്കുന്ന സ്റ്റോറി ആയതുകൊണ്ട് നാച്ചുറലി എൻഡ് ക്ലൈമാക്സ് മോശമായിരിക്കുമല്ലോ അല്ലേ? ആ എൻഡ് മാത്രം ഒന്ന് മാറ്റി നോക്കിയേ. എന്നിട്ട് ആ സ്റ്റോറി ഒന്നുകൂടെ പ്ലേ ചെയ്തേ. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തു, എൻഡിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയ ഒരു വുമനായി മാറി, ഒരു സക്സസ്ഫുൾ ആയ മാനായി മാറി, സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമായി മാറി. എൻഡ് മാത്രം ചേഞ്ച് ചെയ്തേ. സ്റ്റോറി ഒന്നുകൂടെ പ്ലേ ചെയ്യുക, എൻഡ് മാത്രം, ഫൈനൽ മാത്രം മാറ്റിയാൽ വേറെ ഒന്നും മാറ്റണ്ട. തുടക്കമുണ്ട്, സ്റ്റോറിക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഒരിടത്ത് രാജകുമാരനുണ്ടായിരുന്നു. രാജകുമാരനെ പട്ടി കടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു പോയി. പിന്നെ ആളെ കാണാനില്ല. അതായിരുന്നു സ്റ്റോറി. പക്ഷെ തിരിച്ചല്ല, രാജകുമാരൻ തിരിച്ച് 30 വയസ്സായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി, പട്ടിയുടെ പുറത്ത് കയറി തിരിച്ച് വീട്ടിലെത്തി. ചെറുതായിട്ടൊരു എഡിറ്റ് വരുത്തുവാണ്. ഓക്കെ, എൻഡ് മാത്രം എഡിറ്റ് ചെയ്തേ. സ്റ്റോറിയുടെ എൻഡ് മാത്രം എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഗോ ഫോർ ഇറ്റ്. ഓക്കെ, കറക്റ്റ്. എൻഡ് എഡിറ്റ് ചെയ്തപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? എന്ത് സംഭവിച്ചു? എൻഡ് എഡിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എൻഡ് മാത്രമേ നിങ്ങൾ എഡിറ്റ് ചെയ്തുള്ളൂ. അപ്പൊ തന്നെ ഹാപ്പിയായി. ചെറിയൊരു സാധനം അല്ലേ? ചെറിയൊരു എൻഡിൽ ഈ പറഞ്ഞ രീതിയിൽ ചെറിയൊരു എൻഡ് എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ ഓക്കെ ആയി മാറി. രാജകുമാരൻ തിരിച്ചു വന്നു. അതാണ് മെയിൻ കാര്യം. ഫ്രീ ആയിട്ട് വീട്ടിലൊരു പട്ടിയുമായി. കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്തത്. ഓക്കെ, എക്സലന്റ്. എൻഡ് മാത്രം എഡിറ്റ് ചെയ്തു. ഓക്കെ, എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മീനിങ് മാറി. ഇപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഇപ്പം തന്നെ ചോദിക്കട്ടെ, നിങ്ങളുടെ മീനിങ് മാറിയോ? പുതിയൊരു മീനിങ് ആയോ ഈ സ്റ്റോറിക്ക്? പുതിയൊരു ഇമോഷനാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ സ്റ്റോറിയെ കുറിച്ച് ആലോചിക്കുമ്പം. ഇമോഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഇമോഷൻ എഴുതിക്കേ. പുതിയൊരു കോണ്ടെക്സ്റ്റ് ആയോ? ഈ സ്റ്റോറിക്ക് വേറൊരർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയോ? ഇനിയും വേറൊരർത്ഥം, മറ്റൊരർത്ഥം.
നാനാർത്ഥം, പര്യായപദം, പുതിയ അർത്ഥം. പുതിയൊരർത്ഥം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ആ സ്റ്റോറി ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഓ, ഇതൊരു ബ്ലെസ്സിങ് ആയിരുന്നല്ലോ, ആക്ച്വലി ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിരുന്നല്ലോ എന്ന്. ഉടുപ്പ് മാറി ബ്ലെസ്സിങ് വന്നതായിരുന്നു. കോട്ട് സൂട്ട് ഇട്ടുണ്ടെന്ന് പറഞ്ഞ് ചുരിദാർ ഇട്ടുണ്ടോ എന്ന് ബ്ലെസ്സിങ് ആയിരുന്നു എന്ന്. ചുരിദാർ ഇട്ടുണ്ടോ എന്ന് ബ്ലെസ്സിങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സ്റ്റോറി? ഓക്കെ ഓക്കെ, ഇപ്പൊ തിരിച്ച് കോട്ട് സൂട്ട് ഇടിപ്പിച്ചു, അപ്പൊ സ്റ്റോറി മാറി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇനിയും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ കുറച്ച് ലൈറ്റ് അടിച്ചാൽ പോരാ, കുറെ കൂടെ ലൈറ്റ് അടിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോറി എടുത്തു. ഈ സ്റ്റോറിയുടെ ഈ ബിഗിനിങ്ങിൽ നിങ്ങളൊരു ചിത്ര എഴുത്തുകാരനാണ്, ഈ പറഞ്ഞ രീതിയിൽ നല്ല സ്റ്റോറി എഴുതുന്ന ആളാണ്. ഓക്കെ, നല്ല തിരക്കഥ എഴുത്തുകാരനാണ്, ശ്രീനിവാസനെ പോലെയാണ്. നിങ്ങൾ ഈ സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിക്കേ. ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് ബിഗിനിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ കുട്ടിയായിട്ട് കളിച്ച് നടക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിക്കുന്നതോ, അച്ഛൻ നിങ്ങളെ സ്നേഹിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആളെ അയലോകത്തുള്ള ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നതോ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്നേഹിക്കുന്ന ഒരു കഥ തുടക്കത്തിലാക്കിക്കേ. ടീനേജ് കളെന്ന രീതിയിലുള്ള ടീനേജ് കളെന്ന രീതിയിൽ അടിപൊളിയായിട്ട് നടക്കുന്നു, ആ ഒരു ലെവലിലൊരു ടീനേജ് ബോയിന്നോ എന്താണെന്ന് വെച്ചാൽ ഉള്ള രീതിയിലുള്ള സ്റ്റോറിയൊക്കെ മാറ്റിക്കേ. ബിഗിനിങ്സ് മാറ്റിക്കേ, സ്റ്റോറിയുടെ ബിഗിനിങ് മാറ്റിക്കേ. ഓക്കെ, അപ്പോൾ സ്റ്റോറിയുടെ ബിഗിനിങ് ഈ സ്റ്റോറിക്ക് മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആദ്യം കാണിക്കുകയാണ്, സിനിമ സീൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടീനേജ് കളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് ഭയങ്കര രസമായിട്ട്, എന്നിട്ട് ആളിങ്ങനെ ഒരു സ്റ്റോറിയിലൂടെ, ഒരു പ്രശ്നത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് അവസാനം പിന്നെ ആൾ വളരെ സക്സസ്ഫുൾ ആയി, ടീനേജ് മാൻ ആയിരുന്നു. എന്നിട്ട് ഇതിലേക്ക് കടന്നുപോയി, അങ്ങനെ തിരിച്ചു. അപ്പം ബിഗിനിങ് കൂടെ ആക്കിയ 1 മിനിറ്റ് സമയം തരാം. 1 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിഗിനിങ് സ്റ്റോറി മാറ്റിക്കേ. എന്നിട്ട് മിഡിലൂടെ ഉള്ളത് മാറ്റി, എന്നിട്ട് മിഡിലോട് അതുപോലെ തന്നെ പോയി. എൻ്റെ സ്റ്റോറി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റോറി. ഓക്കെ, അത് മുഴുവനൊന്ന് കണ്ടേ, ആദ്യം തൊട്ട് അവസാനം വരെ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു നിങ്ങളുടെ സ്റ്റോറിക്ക്? കമന്റിലിട്ടെ. സ്റ്റോറിക്ക് ഇച്ചിരൂടെ കളറായോ? കുറച്ചുകൂടെ പവറായോ? ഒന്ന് കൂടുതൽ കളറായോ? ഓക്കെ, ബ്യൂട്ടിഫുൾ, പവർഫുൾ. ഓക്കെ, കുറച്ചുകൂടി പവർഫുൾ ആയോ? ബ്യൂട്ടിഫുൾ ആയി. ഓക്കെ, എക്സലന്റ്. ഓക്കെ, യെസ്. ഓക്കെ, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറിയായി മാറി. ന്യൂ എനർജി വന്നു. എക്സലന്റ്, ന്യൂ എനർജി. ഇത് നല്ല വാക്കാണ്. കാരണം മറ്റേ സ്റ്റോറിക്ക് ഉണ്ടായിരുന്ന എനർജി നമ്മളെ പുറകോട്ട് വലിച്ചിരുന്ന എനർജി ആയിരുന്നു. ഇപ്പൊ വന്നേക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രീ ആക്കുന്ന എനർജിയായി മാറി, അല്ലേ? നമ്മളെ പവർഫുൾ ആക്കുന്ന എനർജിയായി മാറി, നമ്മളെ എംപവർ ചെയ്യുന്ന എനർജിയാക്കി മാറി, അല്ലേ? കളർഫുൾ ആയി, കുറച്ചുകൂടെ കളർഫുൾ ആയി, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റോറിയായി മാറി. ഓക്കെ, പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറിയായി മാറി. ഇനി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോറി ഇപ്പം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഈ സ്റ്റോറി നമ്മളെ വണ്ടർഫുള്ളായി, ബ്യൂട്ടിഫുൾ. ഓക്കെ, വണ്ടർഫുള്ളായി, വണ്ടർ കൊണ്ട് നിറഞ്ഞു, അത്ഭുതം കൊണ്ട് നിറഞ്ഞു ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്റ്റോറിയിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? വണ്ടർഫുള്ളായി. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്താ വെച്ചാൽ, ഇനി ഈ സ്റ്റോറി നിങ്ങളെങ്ങനെ വളർത്തി അതൊന്ന് നോക്കിയേ. ഈ സ്റ്റോറി എടുത്ത്, ഈ സ്റ്റോറിയുടെ ബിഗിനിങ് നമ്മൾ മാറ്റി, എൻഡ് നമ്മൾ മാറ്റി, ഈ സ്റ്റോറി എങ്ങനെ നിങ്ങളെ വളർത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾ എത്രമാത്രം വളർത്തി ഈ സ്റ്റോറി? എത്രമാത്രം നിങ്ങൾ ഈ സ്റ്റോറി വളർത്തി? ഈ സ്റ്റോറി ആണോ നിങ്ങളെ ആക്ച്വലി വളർത്തിയ കാര്യം? നിങ്ങളെ പവർഫുൾ ആക്കി, കോൺഫിഡൻ്റ് ആക്കി, നിങ്ങളെ ഫിറ്റ് ആക്കി, ഏത് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാവുന്ന ലെവലിലേക്ക് നിങ്ങളെ എത്തിച്ചു. ഈ സ്റ്റോറി കാരണമാണ് നിങ്ങളുടെ ഈ പുതിയ സെൽഫ് ഉണ്ടായി വന്നത്. ഈ സ്റ്റോറിയാണ് നിങ്ങളുടെ ഫൗണ്ടേഷനായി മാറിയത്. ഈ സ്റ്റോറി കാരണമാണ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതലം ഉണ്ടായത്. കാരണം നിങ്ങൾക്കറിയാം, ഓക്കെ, ഇതിനെ ഞാൻ ഓവർകം ചെയ്യുന്നെങ്കിൽ എനിക്ക് എന്തിനെ ഓവർകം ചെയ്യാൻ പറ്റും? ഈ സ്റ്റോറിയാണോ നിങ്ങളിവിടെ എത്തിച്ചത്? ആണെങ്കിൽ യെസ് എന്ന്, ട്രൂ അല്ലേ, യെസ് എന്ന് ചാറ്റിട്ടെ, കമന്റിലിട്ടെ. അപ്പോൾ ഈ സ്റ്റോറിയാണ് നിങ്ങളെ ഷേപ്പ് ചെയ്തത്, നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്ത് തന്നത്, നിങ്ങളുടെ മെൻ്റൽ മസിൽ ഉണ്ടാക്കി തന്നത്, നിങ്ങൾക്ക് ഫ്രീഡം തന്നത്. ഈ സ്റ്റോറിനെയാണ് നമ്മൾ ഇത്രയും കാലവും ഒരു ശാപമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്, കേൾ സ്റ്റോറി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരുന്നത്. ഇത് നമ്മൾ ആൽക്കമൈസ് ചെയ്ത് ഈ മൊമെൻറ്റിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യമായി മാറി, നിങ്ങൾ വളർത്തുന്ന കാര്യമായി മാറി. നിങ്ങളുടെ ട്രൂ ആയിട്ടുള്ള കളറ്, റെയിൻബോയിലെ കളറ് നിങ്ങൾ ചിലപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നുണ്ടായിരുന്നുള്ളൂ ഈ മൊമെൻറ്റ് വരെ. പക്ഷേ ഈ മൊമെൻറ്റ് മുതൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കളറിൽ കണ്ടു തുടങ്ങി, കളർ ടി വി ആയി മാറി. നിങ്ങൾ 7 കളേഴ്സ് കണ്ടു തുടങ്ങി, റെയിൻബോയിലുള്ള ഓരോ കളറും നിങ്ങൾ കണ്ടു തുടങ്ങി. 7 കളറും കാണുന്ന ഒരു സ്പീഷീസ് ആകാനായിട്ട്, മൾട്ടി ഡയമെൻഷനായിട്ട് സ്പീഷീസ് ആകാനായിട്ട്, നിങ്ങളെ വളർച്ച ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഹ്യൂമനായി മാറാനായിട്ട്, നിങ്ങളുടെ തലമുറയിലെ ഏറ്റവും വലിയ ഇൻവെൻഷനായി മാറാനായിട്ട് നിങ്ങളെ ഈ സ്റ്റോറി ഹെൽപ്പ് ചെയ്തോ? ഹെൽപ്ഡ് എന്ന് ചാറ്റിലിട്ടെ, ഹെൽപ്ഡ്, HELPED, ഹെൽപ്ഡ് ചാറ്റിലിട്ടെ, ഹെൽപ്പ് ചെയ്തു.
യെസ്, എക്സലന്റ്, എക്സലന്റ്. അപ്പം നമുക്ക് ഈ ഇതുവരെ നമ്മൾ ഹോൾഡ് ചെയ്തിരുന്ന സ്റ്റോറിനെ നമ്മൾ നമുക്കൊരു പുച്ഛമായിരുന്നു. നമുക്ക് ഈ സ്റ്റോറിയാണ് എന്നെ ആകെ കുഴപ്പത്തിലാക്കിയത്. പക്ഷെ അത് മാറി ഇപ്പം നിങ്ങൾക്ക് എന്തായി? സ്റ്റോറിയോട്, ഈ സ്റ്റോറിയോട് എന്തായി? സ്റ്റോറിയോട് പ്രണയമായി. ഓക്കെ, ഈ സ്റ്റോറിയോട് നമുക്ക് പ്രണയമായി. ഓക്കെ, ഈ സ്റ്റോറിയോട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി. ഈ സ്റ്റോറിയോട് ഗ്രേറ്റ്ഫുൾ ആയിക്കേ. ഈ സ്റ്റോറി ഓ മൈ ഗോഷ്. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ഇത്ര പവർഫുൾ ആയിട്ട് മാൻ വുമനായി മാറിയത് ഈ സ്റ്റോറി കാരണമാണ്. ഈ സ്റ്റോറിയോട് നിങ്ങൾ പ്രണയിച്ചു തുടങ്ങി. ഈ സ്റ്റോറിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുവാണ്. ഇഷ്ടമാണെന്ന് പറയുവാണ് സ്റ്റോറിയോട്. നീ കാരണമാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഈ സ്റ്റോറിയിലേക്ക് ഇട്ടുകൊടുത്തേ. ഓക്കെ, ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോറിയിലേക്ക് ഇട്ടുകൊടുത്തേ. മൊഹാബത്താണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. മൊഹബത്തേൻ. ഓക്കെ, അപ്പം മൊഹബത്ത് ഫീൽ ചെയ്യുവാണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ സ്റ്റോറിയോട്. അപ്പം ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്കൊരു വലിയൊരു പവർ കിട്ടുന്ന ഈ സ്റ്റോറി ചേഞ്ച് ചെയ്യൽ മാത്രമല്ല, നിങ്ങളുടെ മറ്റൊരു സ്റ്റോറി ഇത് വെച്ച് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുവാണ്, പവർ കിട്ടുവാണ്. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള പവർ ഇന്ന് കിട്ടി. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ സ്റ്റോറി മാറ്റാനുള്ള പവർ കിട്ടി. നിങ്ങളുടെ ഫാമിലിയുടെ സ്റ്റോറി മാറ്റാനുള്ള പവർ കിട്ടി. നിങ്ങളുടെ കൾച്ചറിൻ്റെ സ്റ്റോറി മാറ്റാനുള്ള പവർ കിട്ടി. നിങ്ങളുടെ ലോകത്തിൻ്റെ സ്റ്റോറി മാറ്റാനുള്ള പവർ കിട്ടി. ആർക്കാണ് ആ പവർ ഫീൽ ചെയ്യുന്നത്? പവർ എന്ന് ചാറ്റിലിട്ടേ, കമൻറ്റിലിട്ടേ. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ലോകത്തിൻ്റെ സ്റ്റോറി മാറ്റാനുള്ള പവർ കിട്ടി. കാരണം നമ്മൾ ബിലീവ് ചെയ്യുന്നതും നമ്മൾ എന്താണോ എൻറ്റയർ സ്പീഷീസ് നമ്മൾ ബിലീവ് ചെയ്യുന്ന കളക്ഷൻ ഒരു സ്റ്റോറിയാണ്. നിങ്ങളുടെ തലമുറയുടെ ജനറേഷൻ്റെ സ്റ്റോറിയുടെ പവർ നിങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കൾച്ചറിൻ്റെ സ്റ്റോറി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സ്റ്റോറി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആസ് എ സ്പീഷീസ് നമ്മൾ ഒരു സ്റ്റോറിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡാർക്ക്നെസ്സിൽ ഇരിക്കുവാണ്, ലൈറ്റ് ഇല്ലായ്മയിൽ ഇരിക്കുവാണ് എൻറ്റയർ ആയിട്ടുള്ള സ്പീഷീസ് തന്നെ. അപ്പോൾ ആ സ്പീഷീസിൻ്റെ എവല്യൂഷൻ, നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഗ്രോത്ത് ഫോട്ടോൺസ് കൊടുക്കുന്നതിലൂടെയാണ്, നിങ്ങളിലൂടെയാണ്, നിങ്ങൾ കൊടുക്കുന്ന സ്റ്റോറിയിലൂടെയാണ്. നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോൺസ്, വേവ് ഫാഷനുള്ള ഫോട്ടോൺസ് ലൈറ്റ് കൊടുക്കുന്നതിലൂടെയാണ്. ആ ലൈറ്റ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ സ്റ്റോറി മാറ്റുവാണ്. ആദ്യം നിങ്ങളുടെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫാമിലിയുടെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ കൾച്ചറിൻ്റെ, അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ. ആരാണ് റെഡിയാണ് സ്റ്റോറി മാറ്റാനായിട്ട്, ലോകത്തിൻ്റെ സ്റ്റോറി മാറ്റാനായിട്ട്? നിങ്ങളുടെ ലോകത്തിൻ്റെ ആയാൽ മതി. നിങ്ങളുടെ ലോകം എത്ര വലുതായിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ലോകത്തിൻ്റെ സ്റ്റോറി മാറ്റാൻ നിങ്ങൾ റെഡിയാണ്. ഐ എം റെഡി എന്ന് ചാറ്റിടുക. അപ്പോൾ നമ്മൾ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ചേഞ്ച് ചെയ്തു, എൻഡ് ഓഫ് ദ സ്റ്റോറി ചേഞ്ച് ചെയ്തു, മിഡിൽ ഓഫ് ദ സ്റ്റോറി ഉണ്ട്. അപ്പം മിഡിൽ ഓഫ് ദ സ്റ്റോറിയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ട്, നിങ്ങളൊരു സ്റ്റോറി റൈറ്ററാണ്, ക്രിയേറ്റീവ് സ്റ്റോറി റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള, ഫണ്ണി ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാർട്ട് അവിടെ ആഡ് ചെയ്തേ. ബിഗിനിങ് നമ്മൾ മാറി, ബിഗിനിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി, എൻഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായി, മിഡിൽ നമ്മൾ സ്റ്റോറി ചെറുതായിട്ട് എഡിറ്റ് ചെയ്തു. ഒരു എഡിറ്റ് ചെയ്തേ, ഒരു 30 സെക്കൻഡ്സിൽ തരാം. എന്നിട്ട് ആ സ്റ്റോറി മുഴുവൻ ഒന്ന് കണ്ടു നോക്കിയേ. നിങ്ങളുടെ ഹൃദയം നിറയട്ടെ ആ സ്റ്റോറി കണ്ടിട്ട്, നിങ്ങളുടെ ഹാർട്ട് പൗണ്ട് ചെയ്യട്ടെ ആ സ്റ്റോറി കണ്ടിട്ട്, നിങ്ങളുടെ ഓരോ സെല്ലുകളും ഡാൻസ് ചെയ്യട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാകട്ടെ ഈ സ്റ്റോറി കണ്ടിട്ട്. നിങ്ങളുടെ പഴയ പുതിയ സ്റ്റോറി, നിങ്ങളുടെ പഴയ പുതിയ നിങ്ങൾ, നിങ്ങളുടെ പഴയ പുതിയ നിങ്ങൾ, ഓക്കെ, ആ സ്റ്റോറി എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മുടെ തുടക്കത്തിലെ സ്റ്റോറി ബ്യൂട്ടിഫുൾ ആണ്, മിഡിൽ ബ്യൂട്ടിഫുൾ ആണ്, എൻഡ് ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ സോ ലവിങ് ആണ് ഈ സ്റ്റോറിയോട്. ഈ സ്റ്റോറി സോ ഗ്രേറ്റ്ഫുൾ ആണ് ഈ സ്റ്റോറിയോട്. സോ ലവിങ് ആണ് ഈ സ്റ്റോറിയോട്. സോ ഗ്രേറ്റ്ഫുൾ ആണ് നിങ്ങൾ ഈ സ്റ്റോറിയോട്. ആണോ? ആണെങ്കിൽ യെസ് ചാറ്റിട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റോറിയെ കുറിച്ച്, സ്റ്റീവ് ജോബ്സിൻ്റെ സ്റ്റോറി. സ്റ്റീവ് ജോബ്സിന് നാച്ചുറലായിട്ടൊരു സ്റ്റോറി ഉണ്ടായി. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഈ കോൺവെർസേഷനിലൂടെ ഒരു സ്റ്റോറി ഉണ്ടായി. ഇതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി. സ്റ്റീവ് ജോബ്സിൻ്റെ സ്റ്റോറി ചേഞ്ച് ചെയ്തു. സ്റ്റീവ് ജോബ്സിൻ്റെ ബെസ്റ്റ് സെൽഫിലേക്ക് സ്റ്റീവ് ജോബ്സ് മാറി. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിലേക്ക് നിങ്ങൾ മാറുമോ? ബെസ്റ്റ് സെൽഫ് എന്ന് ചാലിടുക. നിങ്ങളുടെ ബെസ്റ്റ് സെൽഫിലേക്ക് നിങ്ങൾ മാറുവാണെങ്കിൽ ഇന്ന് നിങ്ങൾ വീണ്ടും ജനിച്ചു. ഇന്ന് നിങ്ങളുടെ സ്റ്റോറി വീണ്ടും ജനിച്ചു. നിങ്ങളുടെ പഴയ ഐഡൻറ്റിറ്റി, പഴയ തോട് പുറത്തു കളഞ്ഞു.
കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വന്നു. പഴയ കാറ്റർപില്ലർ ഇല്ലാതായി. പുതിയ പൂമ്പാറ്റ പുറത്തേക്ക് വന്നു. പഴയ ടീനേജർ, ആരും ഇല്ലായിരുന്ന ഒരു ടീനേജർ മാറി സ്റ്റീവ് ജോബ്സ് പുറത്തേക്ക് വന്നു. പഴയ ബ്രോക്കൺ ആയിരുന്ന സെൽഫിനെ മാറ്റി പുതിയ അൺബ്രോക്കൺ ആയിട്ടുള്ള സെൽഫ് പുറത്തേക്ക് വന്നു. പവർഫുൾ ആയിട്ടുള്ള, കോൺഫിഡൻ്റ് ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള, ലൈഫുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള, ലൈഫിലെ ഓരോ മൊമെൻറ്റിലും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും ലവ് കൊണ്ടും. ഈ സ്റ്റോറി നിങ്ങളുടെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയോട് ലവ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റോറി ആയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തോട് ലവ്, നിങ്ങളുടെ ജീവിതത്തോട് ഈ സ്റ്റോറിയോട് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ജീവിതത്തോട് ഗ്രാറ്റിറ്റ്യൂഡും ആയിട്ട് നിങ്ങൾ ലിവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ മൊമെൻറ്റിൽ ജോയുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. ഇത് ഞാൻ കാണിക്കുന്ന കണക്ഷനല്ല. നിങ്ങളുടെ സോൾ ഓൾറെഡി ജോയുമായിട്ട് കണക്റ്റഡ് ആണ്. റോസപ്പൂ ജോയുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളും ജോയുമായിട്ട് കണക്റ്റഡ് ആണ്. മുല്ലപ്പൂവും ജോയുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങളും ജോയുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ജോയിൽ നിങ്ങൾ കണക്റ്റഡായി ഈ സ്റ്റോറിയിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ ഇത് നിങ്ങളുടെ പുതിയ ഡെസ്റ്റിനിയാണ്. ഇത് നിങ്ങളുടെ പുതിയ ലൈഫാണ്. പഴയ ലൈഫിനെ അബാൻഡൻ ചെയ്തു. പഴയ വീക്കായിട്ടുള്ള ഗ്ലോബൽ സ്റ്റോറീസും കേഴ്സ് സ്റ്റോറീസും ഫാമിലി സ്റ്റോറീസും പേഴ്സണൽ സ്റ്റോറീസും അബാൻഡൻ ചെയ്ത്, അല്ലെങ്കിൽ ആ സ്റ്റോറികളെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുത്തു, ട്രാൻസെൻഡ് ചെയ്തെടുത്തു. ഒരുപക്ഷെ കളഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. ആ സ്റ്റോറികളെടുത്തു, അതിനെ ബ്യൂട്ടിഫൈ ചെയ്ത് നമ്മുടെ അതേ സ്റ്റോറിനെ തന്നെ നമ്മൾ ആൽക്കമൈസ് ചെയ്തു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പും തുരുമ്പും ഉണ്ടായിരുന്നു. തുരുമ്പിനെയും ആ ഇരുമ്പും തുരുമ്പും നമ്മളല്ലായിരുന്നു, നമ്മൾ നോക്കിക്കാണുന്ന പൊട്ടിയ കണ്ണാടിയായിരുന്നു. ആ പൊട്ടിയ കണ്ണാടി എടുത്തു, സ്റ്റീവ് ജോബ്സിനെ പോലെ നമ്മൾ ആ കണ്ണാടി മാറ്റിയെടുത്തു. കണ്ണാടിക്ക് പുതിയ എനർജിയായി, പുതിയ ഡയറക്ഷനായി, പുതിയ ലൈഫായി. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മാൽദീവ്സിൻ്റെ അവിടെ പോയി ഓരോ പ്രാവശ്യം ലക്ഷദ്വീപിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരുന്നതിന് പകരം പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഇടുവാണ്. പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങളുടെ ആപ്പിൾ മാപ്പ് ഇടുവാണ്. ആ സ്റ്റോറി ഒരു പ്രാവശ്യം അവിടെ പ്ലേ ചെയ്ത് നോക്കുക. ബിഗിനിങ് മുതൽ എൻഡ് വരെ നിങ്ങളുടെ ഓരോ സെല്ലുകളും ഡാൻസ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോറി ബിഗിനിങ് തൊട്ട് എൻഡ് വരെ ഒരു പ്രാവശ്യം കണ്ടു നോക്കുക. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുക. മേ ബി കണ്ണടയ്ക്കുക. ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുക ബിഗിനിങ് മുതൽ എൻഡ് വരെ. നിങ്ങൾക്ക് വേണ്ട ബിഗിനിങ്, നിങ്ങൾക്ക് വേണ്ട മിഡില്. നിങ്ങളുടെ ഹാർട്ട് ലവ് കൊണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറയട്ടെ. കാരണം നിങ്ങളുടെ സ്റ്റോറിയാണ്. അഭിമാനം കൊണ്ട് നിറയട്ടെ. വിജയിച്ച ഒരു ഫീലിംഗ് കൊണ്ട് നിറയട്ടെ. പുതിയൊരു മീനിങ് കൊണ്ട് നിറയട്ടെ. പുതിയൊരു ഇമോഷൻ കൊണ്ട് നിറയട്ടെ. പുതിയൊരു കോണ്ടെക്സ്റ്റ് ഈ സ്റ്റോറിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടായി. നിങ്ങൾക്കൊരു പുതിയ കോണ്ടെക്സ്റ്റ്, ഒരു സ്പീഷീസ് എന്ന രീതിയിൽ ഇനി നിങ്ങൾക്ക് ലൈറ്റ് ഇട്ട് ജീവിക്കാം. ഇരുട്ടില്ല. ആബ്സെൻസ് ഓഫ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ആബ്സെൻസ് ഓഫ് ഫോട്ടോൺസും വേവ്സ് ആയിട്ടുള്ള ഫോട്ടോൺസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഫോട്ടോൺസ് ലവിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡിലൂടെയും ഇതിലേക്ക് ഇട്ടു. ഇമാജിനേഷൻ ഇട്ടു, കോൺഷ്യസ്നെസ് ഇട്ടു, ബിഗിനിങ് ചേഞ്ച് ചെയ്തു, എൻഡ് ചേഞ്ച് ചെയ്തു, കോണ്ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തു, ഇന്നർ സ്റ്റോറി ചേഞ്ച് ചെയ്തു, നിങ്ങൾ ചേഞ്ച് ചെയ്തു. വെൽക്കം ടു ദി ന്യൂ ഡെസ്റ്റിനി എന്ന് ചാലിടുക.